ശ്രീമദ് ഭാഗവതം ക്ലാസ് 90. നമ്മളിപ്പോൾ നോക്കുന്നത് സ്കന്ധം 4 29ാമത്തെ അധ്യായമാണ്. പുരഞ്ജനോപാഖ്യാനത്തിൻ്റെ താത്പര്യം. അപ്പം കഴിഞ്ഞതിൽ നമ്മൾ പുരഞ്ജനൻ എന്നൊരു കഥാപാത്രമെല്ലാമായിട്ട് ചിത്രീകരിച്ചു കൊണ്ടാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചതായിട്ട് കണ്ടത്. അപ്പം യഥാർത്ഥത്തിൽ ഇവരെല്ലാം നമ്മുടെ ശരീരത്തിലുള്ള ചില ഭാഗങ്ങളെല്ലാം തന്നെയാണ്. അതിനെ കഥാപാത്രങ്ങളായിട്ട് വരുമ്പോൾ ഓരോ വ്യക്തികളായിട്ടെല്ലാം കഥയിൽ അവതരിപ്പിക്കും. അപ്പോൾ പുരാണ കഥകളിൽ നമ്മളെ കയ്യിനെ ഒരു കഥാപാത്രമായിട്ടെല്ലാം അവതരിപ്പിച്ചെന്ന് വരും. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ രാമൻ കൃഷ്ണൻ എന്നെല്ലാം പറയുന്നത് അവിടെ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ഓരോ കാലഘട്ടമാണ്. ത്രിദൈവം ത്രേതായുഗം ഓരോ കാലമായിട്ട് തിരിച്ചിട്ട് അതിൻ്റെ പിന്നിലുള്ള ആ കാലമാണ് നമ്മൾ നയിക്കുന്നത്. ആ കാലം എന്ന ശക്തിയെയാണ് രാമനും കൃഷ്ണനെല്ലായിട്ട് അവതരിപ്പിക്കുന്നത്. അല്ലാതെ അതൊന്നും വ്യക്തികളല്ല. അപ്പം ഇതിലൂടെ അത് വ്യക്തമാകും. അപ്പോൾ കഴിഞ്ഞതിന് പുരഞ്ജനൻ എന്നെല്ലാം പറഞ്ഞിട്ട് കുറേ പേരുകൾ നമ്മൾ ഓരോ ശരീരത്തിനും ഓരോ അവയെല്ലാം പേരും കൊടുത്തിട്ട് അങ്ങ് അവതരിപ്പിച്ചപ്പോൾ നമുക്കൊരു പിടിയും കിട്ടാത്ത അവസ്ഥയിലെത്തി. പക്ഷേ അവിടെയും നമ്മൾ ഇന്നതുകൊണ്ട് ഇന്നത് ചിന്തിക്കണം എന്നെല്ലാം പറഞ്ഞതുകൊണ്ട് പോയത് കൊണ്ടാണ് കുറച്ച് മനസ്സിലാകുന്നത്. അല്ലെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ അതിനൊരു വ്യക്തത വരുത്തണം. നമ്മൾ തന്നെ വേദങ്ങള് ഇപ്പം സയൻസിലൂടെ നോക്കുമ്പോൾ എല്ലാം സയൻസ് പദങ്ങളാണ്. പക്ഷെ നമുക്കത് ഉൾക്കൊള്ളുവാൻ എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല. കാരണം അവരുടെ മനസ്സിൽ അഗ്നി എന്ന് പറഞ്ഞാൽ എന്തോ ആത്മീയമായ ദേവതയാണ്, എന്തെല്ലോ ആണ്. അത് അങ്ങനെ രഥത്തിൽ അങ്ങനെ സഞ്ചരിക്കുകയാണ് അഗ്നി ഭഗവാനായിട്ട്. ഇങ്ങനെ എല്ലാം ഒരു ധാരണ മനസ്സിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് വേദങ്ങളെ മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ വേദത്തെ സയൻസിലൂടെ വ്യാഖ്യാനിക്കുമ്പോൾ ഇതുവരെ കേട്ടതിൽ നിന്നെല്ലാം വലിയ വ്യത്യാസമായി തോന്നും. അപ്പോൾ ഉൾക്കൊള്ളാനുള്ള ഒരു ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സയൻസ് കഥയായിട്ട് പറയുമ്പോൾ ആകെ കൺഫ്യൂഷൻ ആയിരിക്കും, ഒന്നും പിടികിട്ടില്ല. അതുകൊണ്ടാണ് വേദങ്ങൾ പുരാണ കഥകൾ വായിച്ചാലും ഒരു എത്തും പിടിയും കിട്ടാത്തത്, പരസ്പര വിരുദ്ധമായിട്ടെല്ലാം തോന്നുന്നത്. കാരണം ഒരു ശാസ്ത്രതത്വം കഥയായിട്ട് മാക്കുമ്പോൾ അതിന് അതിൻ്റെതായ അതേ രൂപത്തിൽ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. അപ്പം ബുദ്ധി ഉപയോഗിച്ചിട്ട് അതിൻ്റെ എന്താണ് അതുകൊണ്ട് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് സയൻസിലൂടെ മനസ്സിലാക്കണം. ഇതേപോലെ തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. നമ്മളെ ഉള്ളിലുള്ള ആത്മാവിനെയെല്ലാം ഓരോ കഥാപാത്രമാക്കി ചെയ്ത് പുരഞ്ജനൻ പുരഞ്ജനി എന്നെല്ലാം പറഞ്ഞുണ്ടാക്കിയപ്പോൾ കേൾക്കുന്നവർക്കെല്ലാം ആശയക്കുഴപ്പമായിരിക്കും. അതുകൊണ്ട് അത് തീർക്കുകയാണ് ഈ അധ്യായത്തിൻ്റെ ലക്ഷ്യം. എന്നിട്ട് ഒന്നില് പ്രാചീന ബർഹിസ് പറയുകയാണ്, വിജ്ഞാനത്തിൻ്റെ അങ്ങ് എല്ലാ വിജ്ഞാനവും തികഞ്ഞ കക്ഷി തന്നെ അങ്ങ് പറഞ്ഞതൊന്നും പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലായില്ല. ആത്മീയമായിട്ട് നല്ല ജ്ഞാനമുള്ളവർക്കെല്ലാം ഇത് പറഞ്ഞാൽ മതി. കാരണം ആത്മാവിനെയെല്ലാം പറ്റിയിട്ടുള്ള പരിപാടികളാണ് അതെല്ലാം. നമ്മളാണെങ്കിൽ കർമ്മങ്ങളിൽ ബുദ്ധി ഉറച്ചു പോയതാണ്. നമ്മളെ ജനിപ്പിച്ചെന്തിനാണ്? കർമ്മം ചെയ്യാനാണ്. അപ്പം നമ്മൾ ഞാനെന്നൊരു ചിന്ത ഉണ്ടാക്കിയിട്ട് ഒരാഗ്രഹം ഉണ്ടാക്കും. ആ ആഗ്രഹം സാധിക്കാൻ നമ്മൾ അതിൻ്റെ പിന്നാലെ ഓടും. അതാണ് കർമ്മം. അങ്ങനെ അതിൻ്റെ പിന്നെ ഓടുന്ന നമുക്ക് ഇത് അത്ര മനസ്സിലാകില്ല. കർമ്മത്തിൽ മനസ്സ് മുഴുകിപ്പോയ നമ്മളുടെ ബുദ്ധിക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ട് അതൊന്ന് പറഞ്ഞ കാര്യമൊന്നും മനസ്സിലായില്ല എന്ന് പറഞ്ഞു. ഇപ്പം രണ്ടിലെ നാരദൻ പറയുകയാണ്, പുരഞ്ജനൻ എന്ന ആളെ ജീവാത്മാവായിട്ട് കാണുക. നമ്മളെ ഉള്ളിൽ നമ്മളെ നയിക്കുന്ന ഒരു ശക്തി വിശേഷമുണ്ട്. അതെന്ത് ചെയ്യുന്നു? ആദ്യം നമ്മൾ ഞാൻ എന്നൊരു ചിന്ത ഉണ്ടാക്കുന്നു. എന്നിട്ട് നമ്മളുടെ ആഗ്രഹങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പിന്നാലെ ഓടിക്കുന്നു. അങ്ങനെയാണ് അത് നമ്മളെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കുന്നത്. ആ ഞാൻ എന്ന ചിന്ത ഉണ്ടാക്കുന്നതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ആ ശക്തിക്കാണ് ജീവാത്മാവ് എന്ന് പറയുന്നത്. ആ ജീവാത്മാവിനാണ് ഇവിടെ കഥയിൽ വരുമ്പോൾ പുരഞ്ജനനായിട്ട് ചിത്രീകരിച്ചത്. അപ്പം ഈ പുരഞ്ജനൻ അല്ലെങ്കിൽ ഈ ജീവാത്മാവ് 1, 2, 3, 4 മുതലായ കാലുകളുള്ളതും, ഒരു കാലുള്ളിയുണ്ട്, 2 കാലുള്ളിയുണ്ട്, 3 കാലുള്ളിയുണ്ട്, 4 കാലുള്ളിയുണ്ട്, അനേകം കാലുകളുണ്ട്, കാലുകളില്ലാത്തതുണ്ട്. അങ്ങനെയുള്ള ശരീരങ്ങളിൽ കയറുന്നു. ആ ശരീരത്തെയാണ് പുരം എന്ന് പറയുന്നത്. ആ പുരത്തെയാണ് ഈ
പുരഞ്ജനൻ സ്വീകരിക്കുന്നത്. അപ്പോൾ ഇത് ശരീരമാണ് പുരം. കഥയിൽ വരുമ്പോൾ ഏതോ ഒരു പർവ്വതത്തിന്റെ താഴെ പോയിട്ട് അവിടെ വലിയൊരു കൊട്ടാരം കണ്ടു എന്നെല്ലാം പറഞ്ഞിട്ട് ആ കൊട്ടാരത്തിന്റെ വർണ്ണനയില്ല. അതല്ല യഥാർത്ഥത്തിൽ ഈ ശരീരത്തിന്റെ വർണ്ണനയാണ്. നമ്മളങ്ങനെ തന്നെയാണ് അവിടെ പോയിരിക്കുന്നത്. ഇനി 3 അവിടെ പറഞ്ഞിരുന്നു ഒരു അവിജ്ഞനൻ. അതെന്ന് പറയുന്നത് ജീവന്റെ സഖാവായ ഈശ്വരനാണ്. അതായത് ജീവാത്മാവിന്റെ സഖാവായ കൂട്ടുകാരനായ പരമാത്മാവാണ്. എന്താണ് ഈ പരമാത്മാവ്? പ്രപഞ്ചത്തിന്റെ പ്ലാനിനാണ് പരമാത്മാവ്. പ്രപഞ്ചം ഒരു പ്ലാൻ അനുസരിച്ചാണ് മുന്നോട്ടേക്ക് പോകുന്നത്. കോടതികളില് കേസ് നടത്തുന്നത് ഭരണഘടന അനുസരിച്ച്. അപ്പോൾ ഭരണഘടന എന്ന് പറഞ്ഞ ഒരു വലിയ പുസ്തകമുണ്ട്. അതിൽ സിവിലും ക്രിമിനലും എല്ലാം കാണും. പക്ഷെ അതൊന്നും എടുത്തിട്ട് കോടതിയിൽ ഉപയോഗിക്കില്ല. കോടതിയിൽ എടുക്കുന്ന ഏതായിരിക്കും? സിവിൽ കേസാണെങ്കിൽ ആ കോടതിയിൽ സിവിൽ ഭാഗം മാത്രമേ ഉണ്ടാവും, ക്രിമിനൽ ആണെങ്കിൽ ക്രിമിനൽ ആകെ ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യും? അതിൽ നിന്ന് ആ ഭാഗം മാത്രം എടുത്തിട്ടാണ് അവിടെ കൈകാര്യം ചെയ്യുക. വേറൊരു പുസ്തകം ഉണ്ടാവും, സിവിൽ അല്ലെങ്കിൽ ക്രിമിനൽ കേസ്, അതിൻ്റെ ബുക്ക്. അല്ലാതെ വലിയ പുസ്തകം എടുക്കില്ല. അതുപോലെ പ്രപഞ്ചത്തിനൊരു പ്ലാൻ ഉണ്ട്, അതാണ് പരമാത്മാവ്. അതിൻ്റെ പിന്നിലാണ് ആ ഈശ്വരൻ, ആ ശക്തി വിശേഷമുള്ളത്. ആ പ്ലാൻ അനുസരിച്ചാണ് ലോകത്തിലെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അങ്ങനെ നടക്കുന്ന കാര്യങ്ങളിൽ ചിലത് നമ്മളെ കൊണ്ട് ജയിപ്പിക്കുമ്പോൾ നമുക്കതിൻ്റെ ഒരു ചെറിയ ഭാഗം നമുക്ക് തരും. അതാണ് ജീവാത്മാവ്, ആ പ്ലാൻ. അതനുസരിച്ചാണ് നമ്മൾ പോകുന്നത്. അപ്പം ഈ ജീവാത്മാവും പരമാത്മാവിൽ നിന്ന് വന്നു കഴിഞ്ഞാണ് ജീവാത്മാവ്. ഇത് രണ്ടും സഖാക്കളാണ്. അതുകൊണ്ടാണ് ജീവാത്മാവിൻ്റെ സഹായകാവാണ് പരമാത്മാവ്. കോടതിയിലുള്ള സിവിൽ കോടതിയാണെങ്കിൽ സിവിൽ കേസിൻ്റെ ബുക്കിൻ്റെ സഖാവാണ് യഥാർത്ഥ നിയമപുസ്തകം. ആ തരത്തിൽ. അപ്പം അതാണ് ഈശ്വരൻ. അതിൻ്റെ സഖാവാണ് ഈശ്വരൻ. കാരണം അതിനെ ക്രിയാഗുണങ്ങൾ കൊണ്ട് അറിയാൻ കഴിയില്ല. നമ്മുടെ പ്രവൃത്തികളിലൂടെ അതിനെ മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം ജീവാത്മാവ് ആണ് നമ്മളിലൂടെ എല്ലാം ഞാനെന്ന ചിന്ത ഉണ്ടാക്കുന്നത്. ഞാനെന്ന ചിന്ത ഉണ്ടാകുമ്പോൾ നമുക്ക് ആ ജീവാത്മാവിനെ, പിന്നിലുള്ള ജീവാത്മാവിനെ മറന്നു പോകുന്നു, മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഞാനെന്ന ചിന്ത ഉണ്ടാകും, ആഗ്രഹമുണ്ട്, അതിൻ്റെ പിന്നാലെ ഓടി നടക്കാനേ സാധിക്കാനുള്ള ഓട്ടത്തിലാണ് നമ്മൾ. അതിൻ്റെ പിന്നിലുള്ള ജീവാത്മാവിനെ കർമ്മവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. ഇനി 4 ജീവാത്മാവ് പ്രകൃതിയുടെ ഗുണങ്ങളെ പൂർണ്ണ രൂപത്തിൽ സ്വീകരിക്കുവാൻ ഇച്ഛിക്കുമ്പോൾ, അപ്പം ഞാനെന്ന ചിന്തയുണ്ടായി, ജീവാത്മാവ് ഞാനെന്നൊരു ചിന്തയുണ്ടായി. അപ്പം ആഗ്രഹങ്ങളുണ്ടായി, പുറത്തെന്തെല്ലോ കാണുന്നു. പുറത്ത് കാണുമ്പോൾ അതിനോടെല്ലാം ആ വിഷയങ്ങളിൽ പലതരം, അത് ചക്കയാണ്, ഇത് മാങ്ങയാണ്, പലതരം വിഷയങ്ങൾ. ഇതെൻ്റെ ബന്ധുവാണ്, ഇതെൻ്റെ ശത്രുവാണ്. ഇങ്ങനെയുള്ള 4 ഗുണങ്ങളെ പൂർണ്ണ രൂപത്തിൽ സ്വീകരിക്കാൻ ഇച്ഛിക്കുമ്പോൾ ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നു. പുറത്തുള്ള സാധനങ്ങൾ അതെനിക്ക് വേണം, അതും എനിക്ക് വേണം. ആ പുരത്തിൽ 9 നിർഗമന മാർഗങ്ങൾ ഉള്ളതും. അപ്പോഴാണ് ആ ശരീരത്തിൽ എന്തുണ്ടാകുന്നത്? 9 നിർഗമന മാർഗങ്ങൾ. എന്തിനു വേണ്ടിയിട്ട്? ഇവയായിട്ട് ബന്ധപ്പെടാൻ. 2 കണ്ണുണ്ട്, കണ്ണിലൂടെയാണ് പോയി കാണുക, ചെവി കേൾക്കുക, മൂക്ക് മണക്കുക, ഇങ്ങനെ രുചിക്കുക, ഇങ്ങനെയെല്ലാം ഉള്ള 9 മാർഗങ്ങളിലൂടെ. പിന്നെ എന്തുണ്ട്? 2 കൈയും 2 കാലുമായിട്ട് ഉള്ള മനുഷ്യ ശരീരം. അങ്ങനെയുള്ള ഈ മനുഷ്യ ശരീരത്തെ എന്തായിട്ട് കാണുന്നു? ഏറ്റവും പ്രധാനമായിട്ട് കാണുന്നു. അപ്പം ജീവാത്മാവിന് ഞാനെന്ന ചിന്ത ഉണ്ടാകുമ്പോൾ, ഈ ദ്വാരങ്ങളിലൂടെയെല്ലാം പുറത്തുള്ള എല്ലാം കാണുമ്പോൾ ഈ ശരീരത്തോട് വലിയൊരു ആഗ്രഹം ജനിക്കുകയാണ്. അപ്പോൾ ഈ ശരീരമാണ് ഏറ്റവും വലുത് എന്ന ചിന്തയിലേക്ക് പോകുന്നു. കാരണം ഈ ആഗ്രഹം സാധിക്കണ്ടെങ്കിൽ ഒരാൾക്കൊരു അടി കൊടുക്കണ്ടെങ്കിൽ, ഇഷ്ടമില്ലാത്ത ഒരാൾക്കൊരു അടി കൊടുക്കണ്ടെങ്കിൽ കൈ വേണം. അപ്പം ശരീരത്തോട് ആഗ്രഹം ചേരുന്നു. ഇത് 5 പറയുന്നു ബുദ്ധിയെ. അപ്പം മനുഷ്യരിൽ അനലൈസ് ചെയ്യുന്ന ഒരു ബുദ്ധിയുണ്ട്, അതാണ് അവിദ്യ. ആ ബുദ്ധി എപ്പോഴും മോഡേൺ അവിദ്യയാണ്. ആറ്റങ്ങളും ഇലക്ട്രോണും എല്ലാം ബന്ധപ്പെട്ടതാണ്. നമ്മൾ ഈ പ്രപഞ്ചത്തിലെല്ലാം മനസ്സിലാക്കാൻ ശ്രമിച്ച കാണുന്ന കണ്ടെത്തുന്ന വസ്തുക്കളെല്ലാം സയൻസിലൂടെ കാണുന്ന എല്ലാം അവിദ്യയാണ്. യഥാർത്ഥ വിദ്യ എന്നാണ് ഇതിൻ്റെ പിന്നിൽ മറഞ്ഞു നിൽക്കുന്ന ആത്മാവാണ്. ഇതിൻ്റെ പിന്നിലെല്ലാം കളിപ്പിക്കുന്ന ശക്തിയാണ്.
ഈ ബുദ്ധി ശരീരത്തിന്റെ എല്ലാ അവയവുമായിട്ടും കണ്ണും മൂക്കും എല്ലായിട്ട് കാണുന്നതും കേൾക്കുന്നതും എല്ലാമായിട്ട് ബന്ധിപ്പിച്ചിട്ടാണ് ബുദ്ധി എന്നൊരു സംഗതി ഉണ്ടാകുന്നത്. ഈ ബുദ്ധിക്കാണ് പുരഞ്ജനി എന്ന് പറഞ്ഞത്. ശരീരത്തെ മുഴുവൻ നമ്മൾ ബുദ്ധിയിലൂടെയാണല്ലോ ഈ ശരീരത്തെ പറ്റി ചിന്തിക്കുന്നത്. ശരീരവും അതിൻ്റെ നെറ്റ് എഫക്റ്റ് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ബുദ്ധിയാണ് ഇവിടെ പുരഞ്ജനിയായിട്ട്, പുരഞ്ജനൻ്റെ ഭാര്യയായിട്ട്, ജീവാത്മാവിൻ്റെ ഭാര്യയായിട്ട് ഈ ബുദ്ധി എന്ന് പറയുന്ന ഈ ശരീരത്തിൻ്റെ ആകത്തുക അനലൈസ് ചെയ്യുന്ന ആ കേന്ദ്രമാണ്. അതാണ് ഞാൻ എൻ്റെ എന്ന ചിന്ത ഉണ്ടാക്കുന്നത്. അപ്പം അകത്തുള്ള ജീവാത്മാവ് ബുദ്ധിയിലൂടെയാണ് ഞാൻ എൻ്റേത് എന്ന ഒരു ചിന്തയുണ്ടാകും. അപ്പോഴാണ് പുരുഷനും സ്ത്രീയും കൂടിച്ചേർന്നിട്ടുള്ള ആ ശരിയായ രൂപം വരുന്നത്. പുരുഷനും പ്രകൃതിയും ചേരുമ്പോഴാണ് ഞാൻ എൻ്റേത് എന്ന ഒരു ചിന്തയുണ്ടാകുന്നത്. പിന്നെ ഈ ജീവാത്മാവ് ഈ ബുദ്ധിയെ ആശ്രയിച്ചാണ് ഇന്ദ്രിയങ്ങൾ വഴി പ്രകൃതി വിഷയങ്ങളെ അനുഭവിക്കുന്നത്. അപ്പം ഈ ജീവാത്മാവ് ഈ ബുദ്ധിയിലൂടെ ഈ അവയവങ്ങളെ എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഈ പുരം ശരീരത്തെ എല്ലാം ഉപയോഗിച്ചുകൊണ്ട് പ്രകൃതി വിഷയങ്ങളെ അനുഭവിക്കുന്നു. പിന്നെ 6 എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ 10 ഇന്ദ്രിയങ്ങൾ ബുദ്ധിയുടെ തോഴന്മാരാണ്. നമ്മളെ തോഴന്മാരെന്ന് പറഞ്ഞാൽ നമ്മളുമായിട്ട് ചേർന്നിട്ട് നമ്മളുമായിട്ട് സഹകരിച്ചിട്ട് എല്ലാ കർമ്മത്തിലും പങ്കെടുക്കുന്ന, അപ്പം നമ്മളെ സഹായിക്കുന്ന 10 ഇന്ദ്രിയങ്ങളാണ്. കാണുക, കേൾക്കുക, ഇതിനനുസരിച്ച് ബുദ്ധി അനലൈസ് ചെയ്തിട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന കർമ്മേന്ദ്രിയങ്ങൾ. അപ്പം 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും ഇവരുടെ തോഴന്മാരായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പം കഥയിൽ വരുമ്പോൾ തോഴന്മാരായിട്ട് ചിത്രീകരിക്കും. യഥാർത്ഥത്തിലെ തോഴന്മാരെന്ന് പറയുമ്പോൾ കഥയിൽ വരുമ്പോൾ കണ്ണും മൂക്കെല്ലാം വെച്ചിട്ടാണ് അവതരിപ്പിക്കുന്നത്. ആ നിലയിലൊന്നും കാണരുത്. നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളുമാണ് തോഴന്മാർ. അതിലൂടെ അറിവ് നേടുന്നു. ജ്ഞാനേന്ദ്രിയങ്ങളുടെ അറിവും നേടും, പ്രവർത്തിക്കുകയും ചെയ്യും. ഈ ഇന്ദ്രിയങ്ങൾ വഴി സാധിക്കുന്നു പ്രവർത്തനവും അറിവ് നേടലും പ്രവർത്തനമെല്ലാം ഈ ഇന്ദ്രിയങ്ങളിലൂടെയാണ് സാധിക്കുന്നത്. അവരുടെ പ്രവൃത്തികളെയാണ് തോഴിമാരായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പൊ ഇന്ദ്രിയങ്ങളെ കണ്ണിനെ തോഴന്മാരും കാഴ്ചയെ തോഴിമാർ. അപ്പം കർമ്മേന്ദ്രിയങ്ങൾ അവയുടെ പ്രവർത്തനങ്ങളെയാണ് തോഴിമാരായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. എന്നിട്ട് ഈ പ്രാണവായു 5 തരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിനാണ് 5 പത്തിയുള്ള സർമ്മമായിട്ട് നമ്മുടെ ഉള്ളിൽ 5 പ്രാണങ്ങൾ പ്രധാനമായിട്ടുണ്ട്. പ്രാണൻ, അപാനൻ, സമാനൻ, വ്യാനൻ ഇതെല്ലാം പറഞ്ഞുകൊണ്ട് 5 പ്രധാന പ്രാണങ്ങൾ നമ്മളെ നാഡികളിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. അതാണ് ജീവനെ നിലനിർത്തുന്നത്. അതാണ് 5 തലയുള്ള പത്തിയുള്ള സർപ്പമായിട്ട് ചിത്രീകരിച്ചത്. ഇനി 7 നാന കർമ്മ പ്രവർത്തികളെ നിയന്ത്രിക്കുന്ന മനസ്സിനെയാണ്, അത് നേരത്തെ പറഞ്ഞു തന്നെയാണ്, മനസ്സാണ് 11ാമത്തെ ഏറ്റവും ബലവാനായ ഭടൻ. ഏറ്റവും ബലമായിട്ടുള്ള ഭടൻ ഏതാണ്? മനസ്സാണ്. അതാണ് ജ്ഞാനകർമ്മങ്ങളെ പ്രവർത്തികളെയെല്ലാം നിയന്ത്രിക്കുന്നത്. അതാണ് ഏറ്റവും പറഞ്ഞ 11ാമത്തെ ഭടൻ. പിന്നെ 5 വിഷയങ്ങളാലാണ് ഈ ശരീരങ്ങൾ നിർമ്മിച്ചത്. പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ് ഈ ശരീരം നിർമ്മിച്ചത്. അതിനാണ് പാഞ്ചാല ദേശമേറ്റ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഇങ്ങനെയെല്ലാമുള്ള ഈ ശരീരത്തിലാണ് 80 ദ്വാരങ്ങളുള്ളത്. അതിലാണ് ഈ കണ്ണുമൂക്കും എല്ലാം പിടിപ്പിച്ചിരിക്കുന്നത്. പിന്നെയോ 8 പറയാണ് കണ്ണ്, മൂക്ക്, ചെവി, വായ, ലിംഗം, ഭൂതം എന്നിവയാണ് ആ 9 ദ്വാരങ്ങൾ. അതെല്ലാം നമുക്കറിയുന്ന കാര്യമാണ്. ഇതിലൂടെ ജീവൻ എന്ത് ചെയ്യുന്നു? നമ്മുടെ ജീവാത്മാവ് അതാത് ഇന്ദ്രിയങ്ങളുമായിട്ട് കൂടിച്ചേർന്ന് സഞ്ചരിക്കുന്നുണ്ട്. പുറത്തുള്ള കാണണ്ടിക്ക് കണ്ണിലൂട്ടക്കേരി പുറത്തുള്ള പോയി നോക്കിയിട്ട് വരും ജീവാത്മാവ്. അതായത് ജീവാത്മാവിന് വേണ്ട സന്ദേശമെല്ലാം കണ്ണിലൂട്ടിയാണ് കൈമാറുന്നത്.
ചെവിയിലൂട്ടിയാണ് വേണ്ട ശബ്ദങ്ങളെല്ലാം കൈമാറിക്കൊടുക്കുന്നത്. ഏതിന്? ജീവാത്മാവ്. ഉള്ളിലുള്ള ജീവാത്മാവ്, അതായത് പുരഞ്ജൻ. എന്നിട്ട് 9 പറയുകയാണ് 2 മൂക്കുണ്ട്, മൂക്കിൻ്റെ ദ്വാരം, 2 കണ്ണ്, 1 വായ. ഇതാണ് മുൻവശത്തുള്ളത്. ഇതിനാണ് ഉമ്മറങ്ങൾ എന്നായിട്ട് മുന്നിലുള്ള ഉമ്മറങ്ങൾ എന്ന് പറഞ്ഞു വെച്ചത്. പിന്നെ വലത്തേ ചെവിക്ക് തെക്കേ ഉമ്മറെന്നും പറഞ്ഞു, ഇടതേ ചെവിക്ക് വടക്കേ ഉമ്മറെന്നുള്ള പേരും കൊടുത്തു. 10 പറയുകയാണ് ഭൂതത്തിനും ലിംഗത്തിനും കൂടിയിട്ടാണ് പടിഞ്ഞാറേ നിർഗമന മാർഗങ്ങൾ. പടിഞ്ഞാറുള്ള നിർഗമന മാർഗങ്ങൾ ബുധുവാണ്, ലിംഗവുമാണ്. കദ്യോമം ആവിർമുഖം എന്നിവ 2 ഒരേ സ്ഥലത്ത് നിർമ്മിച്ച കണ്ണുകളാണ്. 2 കണ്ണുകൾക്ക് 2 കഥാപാത്രങ്ങളായിട്ട് ചിത്രീകരിക്കുന്നേ ഉള്ളൂ. അത് ഒരേ സ്ഥലത്താണുള്ളത്. പദാർത്ഥങ്ങളുടെ രൂപമെല്ലാം വിഭ്രാജിത എന്ന ദേശമായി പറയപ്പെടുന്നു. അപ്പോൾ ഇതിലൂടെ ഒരു സ്ഥലത്ത് ഒന്ന് കാണുമ്പോൾ ഒരു സ്ഥലത്താണ് അതിനെ കാണുന്നത്. ഒരു മാങ്ങനെ കാണുക ഒരു മാങ്ങയുടെ സ്ഥലമാണ്, ആ സ്ഥലമാണ് കാണുന്നത്. ആ സ്ഥലത്തെയാണ് വിഭ്രാജിതം എന്ന ദേശമായിട്ട് പറയപ്പെട്ടത്. ഇപ്പം പുരാണ കഥകളിൽ ഏതെങ്കിലും ദേശം എന്നെല്ലാം പറയുമ്പോൾ നമ്മളങ്ങ് സ്വർഗത്തിലുള്ള എന്തെല്ലോ ആണ് നമ്മൾ കാണാതെ എന്നെല്ലാം പറയും. ഇവിടെ ഈ മാങ്ങയെല്ലാം കാണുമ്പോൾ ആ മാങ്ങ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ ഒരു സ്പേസ് ഉണ്ടല്ലോ, അതല്ലേ നമ്മൾ കാണുന്നത്. അതിനാണ് വിഭ്രാജിത ദേശം എന്ന് പറയുന്നത്. ജീവാത്മാവ് എന്ത് ചെയ്യുന്നു? കണ്ണിൻ്റെ സഹായത്താൽ, അല്ലെ ഭൂമന്റെ സഹായത്താൽ രൂപങ്ങളെ, ആ വസ്തുവിൻ്റെ രൂപം ഏകദേശം മനസ്സിലാക്കുന്നു. ഇനി 11 പറയുന്നു നളിനി, നാളിനി എന്നീ 2 മൂക്ക് ദ്വാരങ്ങളുണ്ട്, നാസാദ്വാരങ്ങൾ. അപ്പം അതിനെല്ലാം കഥാപാത്രമായിട്ട് ചിത്രീകരിച്ചിരിക്കുകയാണ്. അതിലൂടെ ഗന്ധം അനുഭവപ്പെടുമ്പോൾ അതിനെയാണ് സൗരഭദേശം എന്ന് പറയുന്നത്. ഒരു ദേശത്തു നിന്നാണല്ലോ മണം വരുന്നത്. നമ്മൾ മൂക്കിലെന്താ പറയുന്നത്? എവിടെ നിന്നോ മണം വരുന്നുണ്ടല്ലോ ഒരു ദേശത്തെ. ആ ദേശത്തിനെയാണ് എന്ത് പറയുന്നത്? ഇതിൻ്റെ ആ മണം എവിടെ നിന്നാണോ വരുന്നത് ആ ദേശത്തിനാണ് സൗരഭദേശം എന്ന് പറയുന്നത്. ജ്ഞാനേന്ദ്രിയം അവധൂതനാണ്. വായ മുഖ്യ നിർഗമന മാർഗമാണ്. വായാണ് മുഖ്യ നിർഗമന മാർഗം. ഇതിലെല്ലാം ഉള്ള 9 ദ്വാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വായയാണ്. വായയിൽ എന്തുണ്ട്? സംസാരവുമുണ്ട്, രുചിക്കുന്നുമുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. അപ്പം വാഗീന്ദ്രിയത്തിനാണ് വിപണൻ എന്ന പേര് കൊടുത്തത്. രസനേന്ദ്രിയത്തിനാണ് രസജ്ഞൻ എന്ന പേര് കഥാപാത്രമായിട്ട് അവിടെ ചിത്രീകരിച്ചത്. എൻ്റെ 12 പറയാണ് വാചിക വ്യാപാരം നടത്തുന്നതിനെ ആവണനെന്നും ഭക്ഷണ പദാർത്ഥത്തെ ബഹുദനൻ എന്നും പറഞ്ഞു. വലത്തെ കാതാണ് പിതൃഗു, ഇടത്തെ കാതാണ് ദേവഗു. 13 ദക്ഷിണോത്തര പാഞ്ചാല ദേശം എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മളെ കർമ്മകാണ്ഡമായ പ്രവൃത്തി മണ്ഡലം മാർഗശാസ്ത്രവും കർമ്മകാണ്ഡമായ പ്രവൃത്തി മാർഗശാസ്ത്രവും ഉപാസനാകാണ്ഡമായ നിവൃത്തി മാർഗശാസ്ത്രത്തെയാണ് ഇവിടെ ദക്ഷിണോത്തര പാഞ്ചാല ദേശമായിട്ട് ചിത്രീകരിച്ചത്. സ്വാതന്ത്ര്യത്തെയാണ് സുധധരൻ എന്ന് പറയുന്നത്. അപ്പോൾ ജീവൻ എന്ത് ചെയ്യുന്നു? ഇതിലൂടെ എല്ലാം കേട്ടിട്ട് മനസ്സിലാക്കിയിട്ട്, ഇതിൽ നിന്നും കേൾക്കുന്ന വരുന്ന ശബ്ദങ്ങളെയെല്ലാം കേട്ട് മനസ്സിലാക്കിയിട്ട് പിതൃയാനത്തിലേക്കോ ദേവയാനത്തിലേക്കോ എല്ലാം പോകുന്നു. ആ ശബ്ദം പോയ ദിശകളിലേക്ക് ആ കാര്യങ്ങൾ, ആ ദിശകളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട്, ശബ്ദം ഏത് ദിശയിൽ നിന്നാണ് വരുന്നത് ആ ദിശകളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവയെ ഉപയോഗിക്കുന്നു. ആര്? ജീവാത്മാവ്. ഇനി 14
ലിംഗത്തെയാണ് ആസുരി എന്ന് പറഞ്ഞത്. നമ്മുടെ ലിംഗത്തെയാണ് ആസുരി എന്ന് പറഞ്ഞത്. അപ്പോൾ ഓരോ കഥാപാത്രമായിട്ട് ഓരോന്നിനും ഓരോ കഥാപാത്രമായിട്ട് പറയുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല ഇത് ഏതാണ് നമ്മൾ. അതിനാണ് ഇവിടെ വ്യാഖ്യാനിച്ചു കൊടുക്കുന്നത്. ഇതെല്ലാം ഒരു കഥാപാത്രമായിട്ട് കഥയിൽ ഇങ്ങനെയാണ് പറയുക. പക്ഷെ അത് യഥാർത്ഥ ജീവിതത്തിൽ യഥാർത്ഥ ലോകത്തിൽ എന്താണ് എന്ന് നമ്മളിങ്ങനെ ചേർത്ത് വെച്ച് മനസ്സിലാക്കിയിട്ട് വേണം പുരാണ കഥകളെ മനസ്സിലാക്കാൻ. ശ്രീസംഘത്തെ ഗ്രാമക ദേശമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നുണ്ട്. ഉപസ്ഥേന്ദ്രിയത്തെ ദുർമദൻ എന്ന മിത്രമായിട്ട് ചിത്രീകരിച്ചിരിക്കുകയാണ്. ബുധത്തെയാണ് നിര്യതി എന്നതായിട്ട് ചിത്രീകരിക്കുന്നത്. നമ്മൾ ഈ നിര്യതി ദേവൻ എന്നെല്ലാം പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഏതോ അന്ന് ലോകത്ത് ഏതോ ലോകത്തുള്ള ഏതോ ഒരു ദേവനാണ് മറ്റേ കുതിരപ്പുറത്തെല്ലാം അങ്ങനെ സഞ്ചരിക്കുകയാണെന്നുള്ളത്. യഥാർത്ഥത്തിൽ നമ്മളെ ശരീരത്തിൽ ബുധത്തെയാണ് നിര്യതി എന്ന് പറയുന്നത്. 15 നരകം എന്നതാണ് വൈശ്യസദേശം. ഉദാഹരണമായിട്ട് നമ്മുടെ ജീവിതത്തിൽ കഷ്ടപ്പാട് ദുരിതങ്ങളെല്ലാം അനുഭവിക്കുന്ന ആ ഒരു അവസ്ഥ, മാനസിക അവസ്ഥയെ ഇതായിട്ട് കാണുക, നരകമായിട്ട് കാണുക. പിന്നെ കൈകാലുകളാണ്. വായു എന്നത് ലുബ്ധകൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ കൈകാലുകളെയാണ് അന്ധകന്മാരായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. കാരണം അന്ധകന്മാർ എന്ന് പറയാൻ കാരണം അവർക്ക് ഇപ്പൊ കൈക്ക് എന്തെങ്കിലും കണ്ടിട്ട് പോയി എടുക്കാനുള്ള കഴിവൊന്നുമില്ല, അതിൻ്റെ അകത്ത് കാണാനുള്ള അവയവമൊന്നുമില്ല, അതെല്ലാം തലയിലാണ് പിടിപ്പിച്ചിരിക്കുന്നത്. അത് പറഞ്ഞിട്ട് കൈയോട് ഇന്ന ദിശയിലേക്ക് പോവുക എന്ന് പറയുന്ന അനുസരിച്ച് പോവുകയാണ് ചെയ്യുന്നത്. അല്ലാതെ അത് തന്നെ കയ്യിലൊരു കണ്ണുണ്ട് അത് പോയി നോക്കിയിട്ട് എടുക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഈ കൈക്കും കാലിനും ഇപ്പം സഞ്ചരിക്കുന്നത്, നമ്മളിപ്പോൾ അവിടെ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലിനാദേശമൊന്നും കണ്ടെത്താനൊന്നും പറ്റില്ല, അതെല്ലാം തലയോടെ കണ്ണിലൂട്ടിയാണ് കാണുന്നത്. അപ്പോൾ ഇതിന് കണ്ണും കാലും ഒന്നും ഇല്ലാതെ രണ്ട് അന്ധന്മാരാണ് കൈകാലുകൾ. അവരോട് ചേർന്നുകൊണ്ടാണ് പ്രവർത്തിക്കുകയും ചലിക്കുകയും ജീവാത്മാവ് ചെയ്യുന്നത്. ഇവരുടെ സഹായത്താലാണ് ജീവാത്മാവ് പ്രവർത്തിക്കുകയും ചലിക്കുകയെല്ലാം ചെയ്യുന്നത്. ഇനി 16 ഹൃദയമാണ് അന്തഃപുരം. മനസ്സ് എന്ന് പറഞ്ഞാൽ വിഷുജീന എന്ന പ്രധാന സേവകനാണ്. നമ്മളെ സേവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സേവകനാണ് എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതെന്താണ്? മനസ്സാണ്. അതിനൊരു കഥാപാത്രമായി വരുമ്പോൾ വിഷുജീന എന്ന പേര് കൊടുത്തു എന്നേ ഉള്ളൂ. കഥാപാത്രമായിട്ട് വിഷുജീന എന്നൊരു കഥാപാത്രമായിട്ട് നേരത്തെ ചിത്രീകരിച്ചു. ജീവൻ എന്ത് ചെയ്യുന്നു? മനസ്സിനെ സത്വാദി ഗുണങ്ങളാൽ ജീവൻ, ഈ ജീവാത്മാവ് മനസ്സിലൂടെ സത്വാദി ഗുണങ്ങളിലൂടെയെല്ലാം തിരിച്ചറിഞ്ഞിട്ടാണ് തെളിവെടുക്കുന്നതും ഉല്ലാസമുണ്ടാക്കുന്നതും. ചിലപ്പോൾ മയക്കം വരും, വല്ല തെളിവെടുക്കും. ഇതെല്ലാം മനസ്സിലൂട്ടിയാണ് ജീവാത്മാവ് ചെയ്യുന്നത്. ഇനി 17 ഏതെല്ലാം പ്രകാരം ബുദ്ധി എന്ന പുരഞ്ജനി. അപ്പം ബുദ്ധിയാണ് പുരഞ്ജനി. ഈ ബുദ്ധി എന്ന് പറയുമ്പോൾ ശരീരത്തിന്റെ നെറ്റ് എഫക്റ്റാണ് ബുദ്ധിയായിട്ട് വരുന്നത്. കണ്ണിലൂട്ടി മൂക്കിലൂട്ടി എല്ലാം കാണുന്നതും കേൾക്കുന്നതുമായ വിഷയങ്ങളെയെല്ലാം ശരീരത്തിന്റെ ഒരു പ്രത്യേക ഭാഗത്ത് വെച്ച് അനലൈസ് ചെയ്തിട്ടുള്ള ബുദ്ധിയാണ് യഥാർത്ഥത്തിൽ ഇവിടെ പുരഞ്ജനിയായിട്ട് ചിത്രീകരിക്കുന്നത്. നമ്മളെല്ലാം ബുദ്ധിയുടെ അടിസ്ഥാനത്തിലാണ് കർമ്മങ്ങൾ. അപ്പം ശരീരത്തിന്റെ ആകത്തുക കേന്ദ്രീകരിക്കുന്നത് ബുദ്ധിയിലൂടെയാണ് ജീവാത്മാവുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നത്. അപ്പം ബുദ്ധി എന്ന പുരഞ്ജനി വികാരപ്പെടുക, വികാരം കൊള്ളുകയോ ചെയ്യുമ്പോൾ ആ ഗുണങ്ങളുമായി ചേർന്ന പുരഞ്ജനൻ എന്ന ജീവാത്മാവ് അത്തരം വൃത്തികളെ സാക്ഷിയായിട്ട് സാക്ഷികളായിട്ട് ഇരിക്കുകയാണെങ്കിലും യഥാർത്ഥത്തിൽ അതിനെ അനുകരിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് നേരത്തെ പറഞ്ഞത്, ശരീരം ഭക്ഷണം കഴിക്കുമ്പോൾ പുരഞ്ജനൻ ഭക്ഷണം കഴിക്കുന്നത്. അതായത് ബുദ്ധി എന്ന വികാരത്തിന് അടിമപ്പെട്ടിട്ട് എന്ത് ചെയ്യുന്നു? എന്തെങ്കിലും എല്ലാം ചെയ്യുമ്പോൾ, അപ്പം തിന്നണമെന്ന് തോന്നുമ്പോൾ, ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കണമെന്ന് തോന്നും. അപ്പം ബുദ്ധിയിലൂടെ ശരീരത്തിൻ്റെ കാര്യങ്ങളെല്ലാം എടുത്ത്
ഇപ്പം വിശപ്പ് ദാഹമുണ്ടാകുമ്പോൾ വയറ്റിൽ നിന്നാണ് ദാഹത്തിൻ്റെ, അതായത് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് വയറ്റിൽ. അപ്പോൾ ഒരു സന്ദേശം ബുദ്ധിയിലേക്ക് വരും. ബുദ്ധിയാണ് ദാഹം എന്നൊരു വിഹാരം ഉണ്ടാക്കുന്നത്, എന്നിട്ട് കുടിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ശരീരമാണ് കുടിക്കുന്നത്, ബുദ്ധിയാണ് കുടിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ബുദ്ധിയാണ് വികാരത്തിന് അടിമപ്പെട്ട് എന്തെല്ലോ ചെയ്യുമ്പോൾ ജീവാത്മാവ് യഥാർത്ഥത്തിൽ അതിനെന്താണ്? സാക്ഷിയാണ്. ജീവാത്മാവ് അതിനൊന്നും കയറി നേരിട്ട് ഇടപെടുന്നില്ല. ബുദ്ധി അനുസരിച്ചാണ് എല്ലാം പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഈ ജീവാത്മാവ് ആക്ച്വലി എന്ത് ചെയ്യാണ്? അതിനെ അനുകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ പത്നിയെ ശരീരത്തിൻ്റെ ആവശ്യത്തെ എല്ലേ ബുദ്ധിയാൽ ചിന്തിച്ചിട്ടുണ്ടാകുന്ന വിചാരങ്ങൾക്കനുസരിച്ച് ശരീരം പ്രവർത്തിക്കുമ്പോൾ ഞാനെന്നതിൻ്റെ പിന്നിലുള്ള ആ ജീവാത്മാവ് സാക്ഷിയായിട്ടാണെങ്കിലും അത് എന്ത് ചെയ്യുന്നുണ്ട്? അതിനെല്ലാം കൂട്ടുനിന്നുകൊണ്ട് അതിൻ്റെ പിന്നാലെ ദാസിവേല ചെയ്ത് നടക്കുന്നത് പോലെ, അല്ല പത്നീൻ്റെ പിന്നാലെ നടക്കുന്നത് പോലെ അത് പുരഞ്ജനനും അതിൻ്റെ പിന്നാലെ ജീവാത്മാവും അതിൻ്റെ പിന്നാലെ അനുകരിക്കുന്നുണ്ട്. ഈ പാട്ട് 19 ഇതിൽ ശരീരമെന്ന രഥം ജ്ഞാനേന്ദ്രിയങ്ങളാകുന്ന 5 കുതിരകളുള്ളതാണ്. നേരത്തെ പറഞ്ഞ കാര്യമാണ്, 5 കുതിരകളെ രഥത്തെ വലിച്ചെടുക്കുന്നു. അപ്പൊ ഇവിടെ ശരീരമെന്ന രഥത്തെ ജ്ഞാനേന്ദ്രിയങ്ങളായ 5 കുതിരകൾ കാണുക, കേൾക്കുക, ഇതിനനുസരിച്ചാണ് നമ്മളെ ശരീരത്തെ വലിച്ചു കൊണ്ടുപോകുന്നത്. നമ്മളെന്തെങ്കിലും ഒന്ന് കാണുമ്പോൾ അതിൻ്റെ പിന്നാലെ ചാടിപ്പോകും. അപ്പോൾ ഈ കുതിരകൾ ജ്ഞാനേന്ദ്രിയങ്ങളാകുന്ന 5 കുതിരകളാണ് ശരീരമെന്ന രഥത്തെ വലിച്ചു കൊണ്ടുപോകുന്നത്. എങ്ങനെ? ഏതിലൂട്ടിയാണ്? കാലത്തിലൂട്ടിയാണ് വലിച്ചുകൊണ്ടുവന്നത്. അപ്പോൾ സംവത്സരം എന്ന ഗമനവേഗ, സംവത്സരം അതാണ് ഗമനവേഗമുള്ളതാണ്. ഇതിൻ്റെ വേഗത വലിച്ചു കൊണ്ടുപോകുന്നത്, നമ്മളെ വലിച്ചു കൊണ്ടുപോകുന്നത് സംവത്സരങ്ങളിലൂടെയാണ്. അങ്ങനെ വലിച്ചു കൊണ്ടുപോകുമ്പോൾ പുണ്യവും പാപവും എന്ന നിലയിലുള്ള 2 ചക്രങ്ങളുണ്ട്. വലിച്ചു കൊണ്ടുപോകുന്നത് നല്ല കർമ്മത്തിലൂട്ടിയും പാപകർമ്മത്തിലൂട്ടിയും വലിച്ചു കൊണ്ടുപോകാം. നമ്മൾ ഇതിൻ്റെ അടിമപ്പെട്ടിട്ട് പോകുമ്പോൾ അതിൽ പുണ്യകർമ്മമുണ്ട്, പാപങ്ങളായ 2 ചക്രങ്ങളുണ്ട്. അപ്പോൾ പുണ്യവും പാപവും 2 ചക്രങ്ങളാണ്. അതാണ് വലിച്ചു കൊണ്ടുപോകുന്നത്. അപ്പം നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ ചിലപ്പം പുണ്യമായിരിക്കും, പാവമായിരിക്കും. ആ രഥത്തിന് 3 കൊടികളുണ്ട്. എന്താണ്? സത്വരജോ തമോ ഗുണങ്ങളായ 3 ഗുണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആ രഥം പോകുന്നത്. നമ്മുടെ ജീവിതം മുന്നോട്ടേക്ക് പോകുന്നത് സത്വരജോ തമോ ഗുണങ്ങളാണ്. അല്ലെങ്കിൽ ന്യൂട്ടന്റെ 1st, 2nd, 3rd ലോ ആണ്. ഒന്നിക്ക് നമ്മൾ ചുമ്മാ ഇരിക്കും, ചിലപ്പോൾ എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നും. ചെയ്യണമെന്ന് തോന്നുമ്പോൾ ഒരു ശക്തി പിന്നോട്ടേക്ക് വലിക്കും, വേണ്ട പഴയത് തന്നെ മതി എന്ന് പറയും. എന്നിട്ട് കെട്ടുകയറുകൾ എന്ന് പറയുന്നത് 5 പ്രാണങ്ങളാണ്. നേരത്തെ 5 പ്രാണങ്ങളെ നമ്മൾ സർപ്പത്തിൻ്റെ തലയായി ചിത്രീകരിച്ചെങ്കിലും ഇവിടെ രഥത്തിൻ്റെ കെട്ടുകയറുകളായിട്ട് ഈ 5 പ്രാണങ്ങളെയാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിനെയാണ് അവിടെ കടിഞ്ഞാണായിട്ട്, രഥമായിട്ട് ശരീരത്തെ ചിത്രീകരിക്കുമ്പോൾ അതിൻ്റെ കടിഞ്ഞാണ് മനസ്സാണ്. ബുദ്ധിയാണ് സാരഥി. ബുദ്ധി സാരഥി എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ കക്ഷി പുരഞ്ജനി. ഹൃദയമാകുന്ന ഏക ഇരിപ്പിടം, ഇതിൻ്റെ എല്ലാ ഇരിപ്പിടം എവിടെയാണ്? ഹൃദയത്തിലാണ്. ഈ ശരീരത്തിൻ്റെ എല്ലാ നാഡീവ്യൂഹങ്ങളെയും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഹൃദയത്തിലാണ്. 2 നുഖങ്ങളുണ്ട്, അത് സുഖവും ദുഃഖവുമാണ്. 2 നുഖങ്ങൾ. 5 ഇന്ദ്രിയാദി ആയുധങ്ങളുമുണ്ട്. 7 ധാതുക്കളാൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഈ ശരീരം 7 ധാതുക്കളാൽ നിർമ്മിച്ചതാണ്. ഇനി 20 പറയുകയാണ്, ഈ ഹൃദയത്തിലാണ് ആ ജീവാത്മാവ് ഇരിക്കുന്നത്. അപ്പം ജീവാത്മാവ് 11 ഇന്ദ്രിയങ്ങളോടുകൂടിയ സേനകളോടൊത്തുകൂടിയാണ് ഈ ജീവാത്മാവ് ഉള്ളിലിരിക്കുന്നത്. 11 ഇന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും, പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നുണ്ടല്ലോ മനസ്സ്. മനസ്സിനെയും വെച്ചുകൊണ്ടാണ് ഈ
ജീവൻ, ജീവാത്മാവ് അകത്തിരിക്കുന്നത്, ആ രഥത്തിൽ ഇരിക്കുന്നത്. അങ്ങനെ അയാൾ അതിലിരുന്നു കൊണ്ട് ഈ പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് വിഷയസുഖങ്ങളെയെല്ലാം ചിന്തിച്ചുകൊണ്ട് അതിൻ്റെ പിന്നാലെ മനസ്സിനെ നയിച്ചു കൊണ്ടുപോവുകയാണ്. ഈ വിഷയസുഖങ്ങളുടെ പിന്നാലെ മനസ്സിനെ നയിച്ചുകൊണ്ട് അദ്ദേഹം പോവുകയാണ്. അതാകട്ടെ മായാലോകത്തിൽ ഒരുതരം വിഭ്രമത്തിൽ അകപ്പെട്ടുകൊണ്ടാണ് പോകുന്നത്. കാരണം ഇതൊരു മായാലോകമാണ്. യഥാർത്ഥ സത്യം നമ്മളെ കൊണ്ട് അത് ജയിപ്പിക്കുകയാണ്. പക്ഷെ നമ്മളതറിയുന്നില്ല. നമ്മൾ നമുക്ക് വേണ്ടിയാണ് എന്ന നിലയിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അതുകൊണ്ട് ഈ പുരഞ്ജനൻ അല്ലെങ്കിൽ ഈ ജീവാത്മാവ് നമ്മളെ ഈ മായാലോകത്തിൽ ഭ്രമിച്ചുകൊണ്ട് നമ്മൾ അതിലെ നയിച്ചുകൊണ്ട് പോവുകയാണ്, ഈ രഥത്തെ അല്ലെങ്കിൽ ഈ ശരീരത്തെ. എന്നിട്ട് 21 പറയുന്നു, കാലത്തിൻ്റെ ഉപജ്ഞാതാവായ ആ സംവത്സരം, ഒരു വർഷം. നമ്മൾ ആയുസ് ഓരോ വർഷം വെച്ചാണ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കാലം ആയിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പം കാലത്തിൻ്റെ ഉപജ്ഞാതാവായി വരുന്ന ആ സംവത്സരത്തെയാണ് ഇവിടെ ഒരു കഥാപാത്രമായി ചിത്രീകരിച്ചത്. അതാണ് ചണ്ഡവേഗൻ എന്ന ഗന്ധർവരാജൻ. അദ്ദേഹവും പകലും രാത്രി എന്ന ഗന്ധർവന്മാരും ഗന്ധർവിമാരും, പകല് ഗന്ധർവന്മാര്, അവർ കുറെ ശിഷ്യന്മാരുണ്ട് അവർക്ക്, രാത്രി ഗന്ധർവിമാരും. അങ്ങനെ ഒരു വർഷത്തിൽ എത്ര പകലും രാത്രിയുണ്ട്? 360 വെച്ച് അവരുണ്ട്. അങ്ങനെ 360ഓളം ഗന്ധർവന്മാരും ഗന്ധർവിമാരും എന്ത് ചെയ്യുന്ന പലവട്ടം ഇങ്ങനെ കറങ്ങിക്കൊണ്ട് അവൻ്റെ മനുഷ്യൻ്റെ ആയുസ്സിനെ കറന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം കഴിയുമ്പോഴും ഓരോ വർഷം കഴിയുമ്പോഴും അതിനനുസരിച്ച് അവൻ്റെ ആയുസ് കറന്നെടുത്ത് കൊണ്ടുപോവുകയാണ് ഈ വത്സരം അല്ലെങ്കിൽ ചണ്ഡവേഗനും എന്ന രാജാവും അതിൻ്റെ ശിഷ്യന്മാർ, ദിനങ്ങൾ രാത്രിയും പകലും, അതായത് ഗന്ധർവന്മാരും ഗന്ധർവിമാരും. ഇങ്ങനെ 360 ഗന്ധർവന്മാരും ഗന്ധർവിമാരും കൂടിയിട്ട് അവൻ്റെ ആയുസ് ഇങ്ങനെ ഓരോ ദിവസവും ഓരോ വർഷവും കഴിയുമ്പോൾ കുറച്ചുകൊണ്ട് പോവുകയാണ്. ഇനി 22 പറയുന്നത്, കാലത്തിൻ്റെ മകള് എന്ന് പറഞ്ഞത് വാർദ്ധക്യത്തെയാണ് കാലത്തിൻ്റെ മകളായിട്ട് ചിത്രീകരിച്ചത്. അവളെ ആരും അഭിനന്ദിക്കുകയില്ല. അവളെ ആർക്കും ഇഷ്ടമല്ല, വാർദ്ധക്യത്തെ ആർക്കും ഇഷ്ടമല്ല. മരണമാകുന്ന യവനരാജാവ്. അപ്പോൾ ആര് സ്വീകരിക്കാത്തപ്പോൾ മരണമെന്ന യവനരാജാവ് ലോക സംഹാരത്തിനായിക്കൊണ്ട്, ലോകത്തെ ഇല്ലാതാക്കാൻ വേണ്ടി അവളെ സോദരിയായി സ്വീകരിച്ചു. പിന്നെ ഇവർക്കുന്നുണ്ട് ഈ മരണരാജാവിന് ആദിവ്യാധി മുതലായ കുറെ പടകൾ ഉണ്ട്. കാലാൾപ്പടയുണ്ടാവുമല്ലോ എല്ലാ സേനക്കും. അപ്പോൾ ഈ മരണമാകുന്ന രാജാവിന്, യവരാജാവിന് എന്തുണ്ട്? കുറെ കാലാൾപ്പടയുണ്ട്. അത് ആദിയും വ്യാധിയെല്ലാണ്. അതായത് വയസ്സാം കാലത്ത് മനുഷ്യരിൽ വ്യാധിയെല്ലാം പിടിപെടുന്നത് ഈ അദ്ദേഹത്തിൻ്റെ ഈ വില്ലാളി വീരന്മാരായ ഈ കാലാൾപ്പടയാണ് എന്ന് പറയുകയാണ്. അപ്പോൾ അവരെല്ലാം ഓരോ കഥാപാത്രങ്ങളായിട്ട് ചിത്രീകരിക്കുകയാണ്. ഇനി പ്രാണികളെ പീഡിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തുണ്ട്? 2 തരം ശീതോഷ്ണ പനികളുണ്ട്. ശരീരം തണുത്തു പോവുക അല്ലെങ്കിൽ ചൂടാവുക, ഇങ്ങനെ ശരീരത്തെ പീഡിപ്പിക്കുന്ന 2 തരം പനികളുണ്ട് എന്ന് പറയുകയാണ്. 2 തരം ശീതോഷ്ണ പനികളുണ്ട് പറയുകയാണ്. അതാണ് പ്രജ്വലൻ. അത് ഇവരെ കൂട്ടിന് ഉണ്ട്. ഇനി 24-25 ഈ ജീവാത്മാവിനെ തമോ ഗുണത്തിൽപ്പെട്ട ജീവാത്മാവ് എന്ന് പറയുകയാണ്. സാധാരണ ഭൗതിക ലോകത്തിൽ
ജീവിക്കുന്നവര്, ഭൗതിക ലോകത്തിൽ ജീവിക്കുന്നവര് സുഖിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ജീവാത്മാവിന്റെ താല്പര്യം എന്തായിരിക്കും? സുഖിക്കണമെന്നാണ്. അല്ലാതെ അതുകൊണ്ടാണ് തമോ ഗുണത്തിൽപ്പെട്ട ജീവാത്മാവ് എന്ന് പറയുന്നത്. അവര് അതിദൈവം, അതിഭൂതം, ആധ്യാത്മികം എന്നിവ നിമിത്തീകരിച്ച് നാനാതര ദുഃഖങ്ങളിൽ കേശിക്കപ്പെടും. അപ്പോൾ തമോ ഗുണങ്ങളിലാണ് ഈ ജീവാത്മാവ് പെടുന്നതെങ്കിൽ മനുഷ്യരിൽ തന്നെ തമോ ഗുണത്തിൽപ്പെട്ടവരുമുണ്ട്, രജോ ഗുണത്തിൽപ്പെട്ടവരുമുണ്ട്, സത്വ ഗുണത്തിൽപ്പെട്ടവരുമുണ്ട്. അപ്പോൾ തമോ ഗുണത്തിൽപ്പെട്ടവരുടെ ജീവാത്മാവ് എന്തു പറ്റും? നാനാതരത്തിലുള്ള ദുഃഖങ്ങളിൽ, ഈ ജീവിതത്തിൽ നാനാതരത്തിലുള്ള അതിദൈവം, അതിഭൂതം, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളുടെയും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രേരക ശക്തികളുടെയും, പിന്നെ ഈ ദേവതകൾ, പലതരം ദേവതകളുണ്ടല്ലോ, ആധ്യാത്മികപരമായ കാര്യത്തിൻ്റെ പേരിലും എല്ലാം ഇടപെട്ട് അതിലെല്ലാം കൊണ്ട് നട്ടം തിരിഞ്ഞുകൊണ്ട് ദുഃഖങ്ങൾ അനുഭവിക്കും എന്ന് പറയുകയാണ് തമോ ഗുണത്തിൽപ്പെട്ടവരാണെങ്കിൽ. അപ്പോൾ അങ്ങനെയുള്ള ജീവാത്മാവ് യഥാർത്ഥത്തിൽ ഈ ജീവാത്മാവിന് വലിയ ഗുണങ്ങളൊന്നുമില്ല. ജീവാത്മാവും പരമാത്മാവും നിർഗുണമാണ്. പക്ഷേ അത് ഈ ശരീരത്തിൽ കയറി ഈ അവയവങ്ങളും വിഷയങ്ങളും എല്ലാം ബന്ധപ്പെടുമ്പോഴാണ് അതിന് ഗുണം വരുന്നത്. അല്ലെങ്കിൽ അത് നിർഗുണമാണ്. അപ്പം ആ നിർഗുണമാണെങ്കിലും പ്രാണ ഇന്ദ്രിയ മനസ്സുകളുടെ ധർമ്മങ്ങളായ ഈ പ്രാണനും, ജീവനാന്റെ പ്രാണനും, ഇന്ദ്രിയങ്ങളും, ശരീരത്തിൻ്റെ ഇന്ദ്രിയങ്ങളും മനസ്സും എല്ലാം ബന്ധപ്പെടുമ്പോഴാണ് ഈ നിർഗുണമായ ജീവാത്മാവിന് ഇത്തരം വികാരങ്ങളെല്ലാം ഉണ്ടാകുന്നത്. എന്തു തരം വികാരം? ശരീരത്തിനുണ്ടാകുന്ന ദാഹം, കാമാദികൾ എന്നിവയെല്ലാം സ്വയം ആത്മാവിനെ അത് ഏറ്റെടുക്കും. അത് അതിൽ ഭ്രമിച്ചിട്ട് അതിൻ്റെ പിന്നാലെ ഓടും. അത് നേടാനായിക്കൊണ്ട് ഓടിയിട്ട് ഞാനെന്നും എൻ്റേതെന്നുമുള്ള ചിന്ത അപ്പോൾ അവനിൽ ഉണ്ടാകുന്നു. അതിന് ഞാൻ എൻ്റേത് എന്ന ചിന്തയുണ്ടായി, ഈ ശരീരമാണ് ഞാൻ എൻ്റെ എന്ന ചിന്ത ഉണ്ടാക്കുന്നത്. എന്നിട്ട് ശരീരത്തിൻ്റെ ആഗ്രഹത്തിന്, ദാഹം, കാമം, ഇതിൻ്റെയെല്ലാം പിന്നാലെ സുഖദുഃഖങ്ങളെ, സുഖവിഷയങ്ങളെ കൊതിച്ചുകൊണ്ട് അത് നേടാൻ വേണ്ടിയിട്ട് പല കർമ്മങ്ങളും ചെയ്തിട്ട് 100 വർഷത്തോളം മനുഷ്യ ശരീരത്തിൽ അതങ്ങ് കിടക്കും. ആ ജീവാത്മാവ് ഈ ശരീരത്തിൻ്റെ ആഗ്രഹങ്ങളെ നേടാൻ വേണ്ടിയിട്ട് കർമ്മങ്ങൾ ചെയ്തുകൊണ്ട്, നേടാൻ വേണ്ടിയിട്ടാണ് കർമ്മം ചെയ്യുന്നത്. 100 വർഷത്തോളം ആ ശരീരത്തിൽ ജീവാത്മാവ് അങ്ങ് കിടക്കും. ഇനി 26, 27 പറയുകയാണ്, ഈ ജീവാത്മാവ് സ്വയം പ്രകാശിക്കാൻ കഴിവുള്ളവനാണ്. അതിനെ ശരിക്കും ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ജീവാത്മാവിന് ഉണർന്ന് പ്രകാശിക്കാൻ കഴിയും. അപ്പൊ സ്വയം പ്രകാശിക്കാൻ കഴിവുള്ളവൻ തന്നെയാണ് ആ ജീവാത്മാവ്. എങ്കിലും അങ്ങനെ ഉണർന്നിട്ട് അതിൻ്റെ പിന്നിലുള്ള ശക്തിവിശേഷത്തെ മനസ്സിലാക്കാൻ, ആ ഭഗവാനെ മനസ്സിലാക്കാൻ കഴിയാത്തിടത്തോളം, അപ്പം അതിന് വേണമെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഭഗവാനെ, ഈശ്വരനെ, അല്ലെ പരമാത്മാവിനെ എല്ലാം മനസ്സിലാക്കാൻ പറ്റും ഇതിലൊന്നും വീഴാതെ. പക്ഷെ അത് ചെയ്യാത്തിടത്തോളം കാലം പ്രകൃതിയുടെ ഗുണങ്ങളുമായിട്ട് ആസക്തനായിട്ട് കഴിയേണ്ടി വരും. പ്രകൃതിയുടെ ഗുണങ്ങളിൽ ഈ കാണുന്നതിലെല്ലാം ഭ്രമിച്ചിട്ട് അതിൽ ആസക്തനായിട്ട് കഴിയേണ്ട അവസ്ഥ വരും. അവൻ യഥാർത്ഥ പിന്നിലുള്ള സത്യത്തെ, ആ ഈശ്വരനെ അല്ലെങ്കിൽ ആ പരമാത്മാവിനെ തിരിച്ചറിയാൻ ശ്രമിക്കാത്തിടത്തോളം കാലം. അങ്ങനെ മമതയിൽ അകപ്പെട്ടുകൊണ്ട് അവൻ എന്ത് ചെയ്യും? 3 വിധ ഗുണങ്ങൾ ത്രിഗുണാത്മകമായിട്ട്, അത് നമ്മൾ നേരത്തെ പറഞ്ഞ ത്രിഗുണം, ന്യൂട്ടന്റെ 3rd ലോവും സത്വരജോ തമോ ഗുണങ്ങൾ അനുസരിച്ചാണ് കർമ്മങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ കർമ്മങ്ങൾ ചെയ്തിട്ട് മരിക്കും. പിന്നെ എന്ത് ചെയ്യും? മറ്റ് പിറവികളും തുടർന്ന് അങ്ങനെ എടുത്തുകൊണ്ടേയിരിക്കും. ഏത് കാലത്തോളം? മറ്റേ ആ ബ്രഹ്മത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കാത്തിടത്തോളം കാലം ജനിച്ച് മരിച്ച് ഇങ്ങനെ ജീവിക്കേണ്ടതായിട്ട് വരും. ഇനി 28. എന്നാലും 28 പറയാണ്, വേണമെങ്കിൽ ചിലപ്പോൾ സത്വകർമ്മത്തിൻ്റെ പ്രകാശബാഹുല്യത്താൽ, സത്വഗുണം എന്ന് പറഞ്ഞാൽ ശാന്തമായ, അതായത്
നിഷ്കാമ കർമ്മം എന്നെല്ലാം വേണമെങ്കിൽ പറയാം. ഇന്നുള്ള അവസ്ഥയിൽ തുടരുക, അതായത് വേണ്ട അധികം ഒന്നും വേണ്ട അങ്ങനെയുള്ള. അതേസമയം അതിനെ നേരെ എതിർക്കുന്ന സ്വഭാവമൊന്നുമില്ല. അങ്ങനെയുള്ള സത്വ കർമ്മ ഗുണത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണ്ടത് ചെയ്ത് ജീവിക്കുവാൻ നമ്മളുടെ കർമ്മം ചെയ്തു കൊടുക്കുന്നു. ഞാൻ ജനിച്ച ഒരു കർമ്മം ചെയ്യാനാണ്, ആ കർമ്മം ചെയ്തു കൊടുക്കുന്നു. അങ്ങനെയുള്ള സത്വഗുണത്തിൻ്റെ പ്രകാശ ബാഹുല്യത്താൽ എന്ത് സംഭവിക്കാം? സ്വർഗാദി സുഖങ്ങൾ ചിലപ്പോൾ ചിലർക്ക് ലഭിക്കാം. അപ്പോഴും മനസ്സിന് നല്ല ശാന്തതയും സമാധി തന്നെയാണ് സ്വർഗം. എന്നാൽ രജോ ഗുണ കർമ്മഫലത്തിൽ ഏർപ്പെടും ചിലവരാണെങ്കിൽ എന്തെങ്കിലും ലോകം നന്നാക്കണം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഇറങ്ങിത്തിരിക്കും, പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ അങ്ങനെ ഇങ്ങനെയെല്ലായിട്ട് രജോ ഗുണത്തിൽ നീങ്ങുന്നവര് കർമ്മക്ലേശത്തിലും ദുഃഖത്തിലും ഏർപ്പെടും. അതിൽ ഇറങ്ങിത്തിരിക്കാൻ പുതിയ എന്തെങ്കിലും വേണ്ടിയിട്ട് പോകുമ്പോൾ എന്തുണ്ടാവും? എതിർപ്പുണ്ടാവും. ന്യൂട്ടന്റെ തേർഡിലോ എന്തിനും ഒന്നിനെ ഇറങ്ങിത്തിരിക്കുമ്പോൾ പിന്നൊന്ന് ശക്തി വലിക്കും, വേണ്ട അതിനൊന്നും പോകാണ്. അപ്പൊ ഏറ്റുമുട്ടലുണ്ട്. അപ്പൊ എപ്പോഴും ദുഃഖങ്ങളും ക്ലേശങ്ങളും ആയിരിക്കും. അങ്ങനത്തെ ലോകത്തിൽ അകപ്പെടും. തമോ ഗുണത്തിലാണെങ്കിൽ അതിദുഃഖപൂർണമായ ലോകത്തെയും പ്രാപിക്കും. തമോ ഗുണത്തിലാണെങ്കിൽ അവർക്കൊന്നും ചെയ്യാൻ താല്പര്യമില്ല, ഒന്നും വേണ്ട, പിന്നോട്ടേക്ക് കാലത്തെ പിന്നോട്ടേക്ക് അടിപ്പിക്കുന്ന സ്വഭാവമുള്ളവരാണ്. അവർക്കെന്തുണ്ടാവും? അതിദുഃഖം ഉണ്ടാവും. അപ്പം അതിദുഃഖമുള്ള സ്ഥലത്തേക്കാണ് അവർ പതിക്കുക. തിരക്കുകളുടെ രോഗത്തേക്കാണ്. അതിനാണ് തിരക്കുകളുടെ രോഗം എന്ന് പറയുന്നത്. അതിലേക്ക് പതിക്കും. ഇനി 29. 29 പറയുന്നു, ദേവനായിട്ടോ മനുഷ്യനായിട്ടോ പക്ഷിയായിട്ടോ, അതായത് ഏത് പക്ഷി മൃഗാദികളായിട്ടോ ജനിക്കുന്നവര് അന്ധബുദ്ധിയാണെങ്കിൽ, അതായത് ജ്ഞാനം നേടാതെ അന്ധതയിൽ ജീവിക്കുന്നവരാണെങ്കിൽ അവർ ചിലപ്പോൾ പുരുഷനായിട്ട് ജനിക്കും, അല്ലെങ്കിൽ സ്ത്രീയായിട്ട് ജനിക്കും. അടുത്ത ജന്മത്തിൽ ചിലപ്പം പുരുഷനായിട്ട് ജനിക്കാം, ചിലപ്പം സ്ത്രീയായിട്ട് ജനിക്കാം, അല്ല ആണും പുരുഷനും സ്ത്രീയും അല്ലാത്ത അവസ്ഥയിൽ ജനിക്കാം. അതെല്ലാം കർമ്മത്തിൻ്റെ അനുസരിച്ചാണ് സംഭവിക്കുക എന്ന് പറയുകയാണ്. അടുത്ത ജന്മത്തിൽ എന്ത് ജനിക്കും? ഇവരെപ്പോഴും ജനിക്കും മരിച്ചിരിക്കുമല്ലോ, ബ്രഹ്മസാക്ഷാത്കാരം നേടിയിട്ടില്ലെങ്കിൽ. അപ്പം അത് പുരുഷനായിട്ടോ സ്ത്രീയായിട്ടോ അടുത്ത ജന്മത്തിൽ ഏതാണെന്നൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ പുരുഷനായിരിക്കില്ല, സ്ത്രീയായിരിക്കില്ല, അത്തരത്തിലായിരിക്കും. അത് മൃഗമായിട്ട് ഏതുമായിട്ട് ജനിക്കാം. അത് കർമ്മം ചെയ്യുന്നതിൻ്റെ ഫലമനുസരിച്ചാണ് ജന്മം, അടുത്ത ജന്മം വരുന്നത്. 30 ഒരു ഉപമാസഹിതം പറയുകയാണ്. ഏത് പ്രകാരം വിശന്ന ഒരു ശാവ് വീടുപോറും നടന്നിട്ട് അത് വിശന്നിട്ട് എല്ലാ വീടുകളും കയറി ഇറങ്ങുമ്പോൾ ചിലയിടത്ത് വെച്ചിട്ട് എന്താണ് കിട്ടുക? തല്ല് കിട്ടും. ചിലയിടത്ത് വെച്ചിട്ട് ചിലപ്പം ഭക്ഷണം കിട്ടും. അതുപോലെ തന്നെ ഭോഗ താല്പര്യതയോടുകൂടി, സുഖഭോഗ താല്പര്യതയോടുകൂടി മനുഷ്യൻ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുമ്പോൾ ചിലപ്പോൾ മുകളിലേക്ക് ഉയർന്നു പോകും, ചിലപ്പോൾ താഴത്തേക്ക് വരും, ചിലപ്പോൾ മധ്യത്തിലായി അലഞ്ഞ് കർമ്മമനുഷ്ഠിച്ച് അതിനനുസരിച്ചിട്ട് ചിലപ്പോൾ സുഖം കിട്ടും, ചിലപ്പോൾ ദുഃഖം കിട്ടും. അങ്ങനെ സുഖ ദുഃഖങ്ങൾ അനുഭവിച്ചുകൊണ്ട് ജീവിക്കും. ഇനി 31 പറയുന്നതെന്ന് വെച്ചാൽ അതിദൈവം, അതിഭൂതം, ആധ്യാത്മികം എന്നിവയും നിമിത്തീകരിച്ച് അതിനെ അടിസ്ഥാനമാക്കിയുള്ള ദുഃഖങ്ങളിൽ ഏതെങ്കിലും ചിലതിനോട് താൽക്കാലിക പരിഹാരം സംഭവിക്കാമെങ്കിലും ആത്യന്തികമായി അവയുമായുള്ള വിയോഗം സംഭവിക്കുകയില്ല. അതിദൈവം എന്ന് പറയുമ്പോൾ ശരീരം, മനസ്സ്, ബുദ്ധി മുതലായവയുടെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുന്ന കാര്യങ്ങൾ. അപ്പം മനുഷ്യരെല്ലാം നമ്മളെല്ലാം സാധാരണ ശരീരം, മനസ്സ്, ബുദ്ധിയുടെ അടിസ്ഥാനത്തിലാണ് ചിന്തിക്കുന്നത്. കാരണം നമ്മൾ ആത്മീയതയിലേക്ക്, ബ്രഹ്മസാക്ഷാത്കാരത്തിലേക്ക് പോകുമ്പോഴാണ് ഈ ശരീരത്തെയും മനസ്സിനെയും എല്ലാം കളയുന്നത്. അല്ലാതെ മനുഷ്യരെല്ലാം ശരീരവും മനസ്സും ബുദ്ധിയെല്ലാം ചേർത്ത് വെച്ചിട്ടാണ് ചിന്തിക്കുന്നത്. അതുമൂലം ദുഃഖങ്ങൾ ഉണ്ടാകാം. അല്ലെ അതിഭൂതം എന്ന് പറയുന്നത് നശ്വരമായത്, നശിക്കുന്നത്. നശിക്കുന്ന വസ്തുക്കളിലാണ് നമ്മളെ താല്പര്യമുള്ളത്. ഈ പ്രപഞ്ചത്തിലെല്ലാം നശിക്കും, ഈ പ്രപഞ്ചം അടക്കം നശിക്കും ഒരു ദിവസം.
അപ്പൊ അതിന് താല്പര്യം വെക്കുമ്പോൾ അതുമൂലം നമുക്ക് ദുഃഖങ്ങൾ ഉണ്ടാകും. ആധ്യാത്മികം എന്ന് പറയുമ്പോൾ ജീവാത്മാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഈ ജീവാത്മാവാണ് നമ്മളെ എല്ലാ പ്രവൃത്തിക്കും പിന്നിലുള്ള, നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മത്തിന്റെ പിന്നിലും ഈ ജീവാത്മാവാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട എന്ത് കർമ്മം ഉണ്ടാകും. അപ്പൊ ഈ മൂന്ന് രൂപത്തിൽ ഏതിലെങ്കിലും എല്ലായിരിക്കും നമുക്ക് ദുഃഖങ്ങൾ ഉണ്ടാവും. ഇതിന് ഏതെങ്കിലും ഒന്നുമായിട്ട് ബന്ധപ്പെട്ടതിന് ചിലപ്പോൾ ചെറിയ പരിഹാരങ്ങൾ കാണാൻ പറ്റിയെങ്കിലും അടിസ്ഥാനപരമായിട്ട് നമുക്കിതിൽ നിന്ന് മോശമൊന്നും കിട്ടാൻ, ദുഃഖങ്ങളൊന്നും ഇല്ലാതാകാൻ പറ്റില്ല ഈ ഭൗതിക ജീവിതത്തിൽ. ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിലും നമുക്ക് ആ ദുഃഖത്തിൽ നിന്ന് മോചനം ഇല്ല. ഏത് പ്രകാരം എന്നാണ് 33-ല് തലയിലെ ഭാരം ഭയങ്കര, തലയിലൊരു വെയിറ്റ് ഭാരം കയറ്റി വെച്ചിരിക്കുക, ചുമട് വെച്ചിരിക്കുകയാണ്. തല കഴക്കുമ്പോൾ അതിനെടുത്തിട്ട് ചുമല് വെക്കും. വല്ല കാര്യമുണ്ടോ? ചുമല് വെച്ചാൽ ബാലൻസും അതിലും പ്രയാസമായി. അതുപോലെ ദുഃഖ നിവൃത്തിക്ക് വേണ്ടി എന്ത് പരിഹാരം ചെയ്തു കഴിഞ്ഞാലും അതല്ല അതുപോലെ തന്നെ ഈ അവരിൽ നിന്നും മോചനമൊന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പൊ ഈ ജീവിതത്തില് പരിഹാരങ്ങൾക്കൊന്നും വലിയ കാര്യമൊന്നുമില്ല. തലയിലെ ചുമടെടുത്ത് തോളിൽ വെക്കുന്നതിന് സമാനമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. ഒരു പരിഹാരവും അതിന് യഥാർത്ഥത്തിൽ ഈ ജീവിതത്തിൽ ഇല്ല, ഈ ദുഃഖങ്ങൾക്കൊന്നും. 34 വേറൊരു ഉദാഹരണം പറയുകയാണ്. സ്വപ്നത്തിൽ കാണുന്നു, നമ്മൾ സ്വപ്നത്തിൽ വേറൊരു സ്വപ്നം കാണുന്നു എന്ന് വെച്ചാൽ അതുപോലെയാണ് കർമ്മങ്ങൾക്ക് പകരമായ മറ്റൊരു കർമ്മമില്ല. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് പകരമായിട്ട് വെക്കാൻ വേറെ കർമ്മമൊന്നുമില്ല. നമ്മൾ ചെയ്യേണ്ട നമ്മൾ ചെയ്ത് തീർത്തേ പറ്റൂ. അപ്പോൾ അത് ചെയ്യുമ്പോൾ അതിൻ്റെതായ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഉണ്ടാകും. കാരണം അത് അവിദ്യയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ, ആധുനിക ലോകത്തിലെ ഭൗതിക ലോകത്തിലെ തത്വങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അത് നമ്മൾ ചെയ്തു പോവുക, അതിന് പകരമായിട്ട് വേറൊന്നും ഇല്ല. നമ്മൾ ജനിച്ചത് കർമ്മം ചെയ്യാനാണ്, ആ കർമ്മം ചെയ്തത് തീർത്തു കൊടുത്തേക്കുക. ഇനി 35 എന്താ പറയുന്നതെന്ന് വെച്ചാൽ, സ്വപ്നത്തിൽ മനോമയ സൂക്ഷ്മ ശരീരത്തിൽ പ്രപഞ്ചം പ്രതിഭാസിക്കുന്നത് പോലെ. നമ്മൾ സ്വപ്നം കാണുമ്പോൾ മനസ്സിൽ ഒരു പ്രപഞ്ചം ഉണ്ടായിട്ട് അതിലുള്ള പല കാര്യങ്ങളും നമ്മൾ അനുഭവിക്കുന്നുണ്ട്. യഥാർത്ഥത്തിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, എങ്കിലും അപ്പോഴും നമ്മളത് അനുഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ദേഹാദി ദിവ്യ പദാർത്ഥങ്ങൾ വാസ്തവത്തിൽ ഈ ശരീരം ഇതെല്ലാം ആ ബ്രഹ്മം തന്നെയാണ് ഇത് ആയി മാറിയത്. ആകെ ബ്രഹ്മമേ ഉള്ളൂ, അതൊരു പല രൂപത്തിലായി വ്യാപിച്ചു എന്നതുകൊണ്ട് സംഗതി അതെല്ലാം തന്നെയാണ്. അപ്പൊ ഈ ദുഃഖമൊന്നും ഉണ്ടാകാൻ പാടില്ല എന്നാണ്. അങ്ങനെയൊന്നല്ല. ജനന മരണം നടക്കുന്ന പ്രക്രിയയിൽ സംസാര ദുഃഖം അനുഭവിച്ചേ പറ്റും. അപ്പോൾ ഇവിടെ നടക്കുന്ന ഈ സംസാരത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ദുഃഖം എല്ലാം മിഥ്യയാണ്, അങ്ങനെ ദുഃഖമൊന്നും ഇല്ല എന്ന് വിചാരിക്കാൻ നമുക്ക് പറ്റുമോ? അത് പറ്റില്ല. സ്വപ്നത്തിലും നമുക്ക് പറ്റുന്നില്ല. ആ പ്രപഞ്ചത്തിലും നമ്മൾ പേടിക്കുകയോ സന്തോഷിക്കുകയോ എന്തെല്ലാം ചെയ്യുന്നുണ്ട്. അതേപോലെ ഈ പ്രപഞ്ചവും ഉണ്ടായി ഇല്ലാതാകുന്നു, അങ്ങനെയുള്ളൊരു പ്രതിഭാസമാണ്, വെറും മിഥ്യയാണ്. എങ്കിലും അതിലുണ്ടാകുന്ന ദുഃഖങ്ങളും മിഥ്യയായിട്ട് നമുക്ക് കരുതാനൊന്നും പറ്റില്ല. കാരണം ഈ ജീവിതത്തിൽ നമ്മളത് സാഗരത്തിലെ ഈ സംസാര ദുഃഖം നമ്മൾ അനുഭവിച്ചേ പറ്റൂ, അതിൽ നിന്ന് മാറിപ്പോകാൻ പറ്റില്ല. അപ്പൊ ഇതെല്ലാം മിഥ്യയാണെങ്കിൽ ഈ ദുഃഖവും നമുക്കുള്ള ഈ ദുഃഖങ്ങൾ, കഷ്ടപ്പാടുകൾ, രോഗം എല്ലാം നമുക്ക് മിഥ്യയാണെന്ന് ചിന്തിച്ച് പോകാൻ പറ്റില്ല. നമ്മളിൽ നിന്ന് അത് മാറിപ്പോകില്ല. ഇനി 36. അതുകൊണ്ട് 36 പറയുകയാണ്, യഥാർത്ഥത്തിലുള്ള ഈ പരമാത്മാവ്, ആ പരമാത്മാവിൽ നിന്നാണ് ആത്മാവ് ഉണ്ടായിരിക്കുന്നതെങ്കിലും ആത്മാവുണ്ടായിരിക്കുന്നത് ഈ പരമാത്മാവിൽ നിന്ന് തന്നെയാണ്. പക്ഷേ അതിന് ഈ അവിദ്യ നിമിത്തം, ഈ ഭൗതിക ലോകത്തിലെ ജ്ഞാനനിമിത്തം എന്ത് നടക്കുന്നുണ്ട്? ജനന മരണത്തിലൂടെയുള്ള ദുഃഖങ്ങളെല്ലാം സംഭവിക്കുന്നുണ്ട്. അപ്പൊ ഇത് മിഥ്യാലോകമാണെന്ന് പറഞ്ഞാലും ഈ ആത്മാവിന്, പരമാത്മാവിൽ നിന്ന് മാറി വരുന്ന നാം എന്ന ആത്മാവിന് ജനന മരണമെല്ലാം സംഭവിക്കുകയാണ് ഈ ലോകത്തിൽ. അപ്പൊ അതിൻ്റെ ഫലമായിട്ടുള്ള ദുഃഖവും നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്.
അതിൽ നിന്നും മുക്തി ലഭിക്കാൻ ഏക വഴി ശ്രീഹരിയുടെ ഭക്തിയിൽ മാത്രമാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് മോക്ഷം ലഭിക്കാനുള്ള ഒരൊറ്റ വഴി എന്താണ്? ആ ബ്രഹ്മത്തെ തന്നെ ആശ്രയിച്ച് മനസ്സതിൽ കേന്ദ്രീകരിക്കുക. അതിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിനെ വിട്ട് വന്നിരിക്കുന്ന ബ്രഹ്മത്തെ തന്നെ കയറി അങ്ങ് പിടിച്ചേക്കുക. അപ്പോഴേ അതാണ് ശ്രീഹരിയായിട്ട് ഇവിടെ പറയുന്നത്. അപ്പോൾ മോക്ഷം ലഭിക്കും. ആ പരമാത്മാവിൽ നിന്നും അകന്ന് ജീവാത്മാവായിട്ട് ഞാൻ എന്ന ചിന്തയുണ്ടാക്കി എനിക്ക് എന്ന ചിന്തയോടുകൂടി പോകുമ്പോഴാണ് സംസാരം ഉണ്ടാകുന്നതും ദുഃഖങ്ങൾ ഉണ്ടാകുന്നതും ശരീരവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്. തിരിച്ച് ശരീരത്തിൽ നിന്നെല്ലാം വേർപെട്ട് ആ പരമാത്മാവിലേക്ക് തന്നെ പോവുകയാണെങ്കിൽ ഈ സംസാര ദുഃഖത്തിൽ നിന്ന് മറികടക്കാം. അതിനെന്താണ് ചെയ്യേണ്ടതെന്ന് 37 പറയുന്നു. ആ ബ്രഹ്മാവിൽ, ആ ശ്രീഹരിയിൽ ഏകാഗ്രമായ ബുദ്ധിയെ അതിൽ തന്നെ അർപ്പിച്ച്, ബുദ്ധിയെ പഞ്ചേന്ദ്ര കണ്ണിൽ നിന്നും അവിടെ നിന്ന് ഇവിടുന്ന് കേൾക്കുന്നതും കാണുന്നതിൽ നിന്നും മാറ്റിയിട്ട് ആ ബ്രഹ്മത്തിൽ തന്നെ അർപ്പിച്ച് നിരന്തരമായ അതിനെപ്പറ്റി തന്നെ യോഗം മൂലം, അതിനെപ്പറ്റി ഭക്തിയോഗം എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ മനസ്സർപ്പിച്ച് നിൽക്കുക. എന്നിട്ട് വൈരാഗ്യം ഉണ്ടാക്കുക. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാത്തോടും ഒന്നും എനിക്ക് കാണണ്ട, കേൾക്കണ്ട, ഒരു ബന്ധവും ഇല്ല, ഇങ്ങനെ ഒരു വൈരാഗ്യം ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെ നീങ്ങിക്കഴിഞ്ഞാൽ ആത്മജ്ഞാനം ജനിക്കും. ഈ ആത്മജ്ഞാനം നമുക്ക് കൈവരിക്കാൻ പറ്റും. അതിനുള്ള ഏക വഴി എന്ന് പറഞ്ഞാൽ ഭക്തിഭാവം ശ്രീഹരിയുടെ ലീലാ കഥകളെ ആശ്രയിച്ച് കാലതാമസം കൂടാതെ ഉണ്ടാകും. ആ ശ്രീഹരിയുടെ കഥകൾ എപ്പോഴും വായിച്ചിട്ട് അതിൽ തന്നെ മനസ്സ് ഏകാഗ്രമാക്കി ഇരുന്ന് കഴിഞ്ഞാൽ പതിവായി അത് വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നവന് ആ യോഗം ഉണ്ടാകും. അത് മനസ്സിലാക്കാൻ വലിയ പാടൊന്നുമില്ല. വീട്ടിൽ എന്ത് പ്രശ്നങ്ങളുണ്ട്, കഷ്ടപ്പാടുകളുണ്ട്, ദാരിദ്ര്യമുണ്ട്, ഒന്നും അറിയാതെ ഈ കഥ വായിച്ചിരുന്നു കൊണ്ട് ഒരു മൂലക്കാരുമില്ലാതെ ശല്യം ചെയ്യാതെ സന്യാസത്തിലേക്ക് പോകുന്നവരതാണ് ചെയ്യേണ്ടത്. അതെല്ലാം വിട്ടിട്ട് ഏതെങ്കിലും മൂലക്ക് പോയിട്ട് ശ്രീഹരിയുടെ കഥയും ഇങ്ങനെ ഓർത്തുകൊണ്ടിരുന്നാൽ പിന്നെ എന്താ പ്രശ്നം? വീട്ടുകാരും ബന്ധങ്ങളിലേക്കെല്ലാം അകലും അടുക്കുമ്പോഴാണ് പ്രശ്നം. അതിൽ നിന്ന് മോക്ഷം വലിക്കാൻ വളരെ സിമ്പിളാണ്. വീട്ടിൽ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും ഒന്നും എനിക്കറിയണ്ട, ഞാനിതാ പോകുന്നത് നമ്മൾ എവിടെയെങ്കിലും പോയിരുന്നിട്ട് ഈ കഥയും കേട്ടിട്ട് അതിൽ രസിച്ചുകൊണ്ടങ്ങ് ഇരുന്ന് കഴിഞ്ഞാൽ ശാന്തി തന്നെ ഈ ലോകത്തിലുള്ള. അത് തന്നെയാണ് വിരക്തി ഉണ്ടാവുക. അതോടുകൂടി വീട്ടുകാരെ എല്ലാം മറക്കും. ഇത് വളരെ ലളിതമാണ് കാര്യങ്ങൾ. ഇനി 39-40 എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, ഏതെങ്കിലും ദിക്കിൽ ശ്രീഹരിയുടെ ഗുണങ്ങളെ ചൊല്ലി വാഴ്ത്തുന്നതിലും ശ്രമിക്കുന്നതിലും തിടുക്കപ്പെടുന്ന ഭക്തന്മാരുടെ സജ്ജനങ്ങളുടെയും സമ്മേളനം നടക്കുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഭക്തന്മാരുടെ സമ്മേളനങ്ങൾ ഒരു സ്ഥലത്ത് എത്തുന്നു, ശ്രീഹരിയുടെ കഥ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വെച്ചോളൂ. അവിടെ മഹാമാരുടെ മുഖത്തു നിന്നും വരുന്ന കഥാമൃതമാകുന്ന വാക്കുകൾ, വായിൽ നിന്ന് നല്ല കഥകൾ, ശ്രീഹരിയുടെ കഥകളെല്ലാം ഇങ്ങനെ വരുമ്പോൾ എമ്പാട് മുഴുകും. കേട്ടാലും തൃപ്തി വരാതെ മാറി ആടിയിരിക്കണം. അവയെ പാനം ചെയ്യുമ്പോൾ അവിടെ പോയിരുന്ന് കേട്ടാലും മര്യാദ തരാത്ത പോലെ അത് തന്നെ കേട്ടുകൊണ്ടിരുന്നാൽ അവനെ മോഹമോ ദാഹമോ ഭയാശങ്കകളോ സ്പർശിക്കില്ല. പിന്നെ അവനെന്നില്ല, മോഹമില്ല, മോഹമില്ല, ദാഹമില്ല, ഭയാശങ്കകളോ ഇല്ല. ഇപ്പം വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ എന്താ ചെയ്യേണ്ടത്? എവിടെയെങ്കിലും ഇങ്ങനെ ശ്രീഹരിയുടെ കഥകൾ ഇങ്ങനെ ഭംഗിയിൽ പറഞ്ഞു കേൾക്കുന്നുണ്ടെങ്കിൽ വീട്ടിലെ പ്രശ്നമെല്ലാം അവിടെ കിടക്കട്ടെ. ചിലപ്പോൾ അമ്മ ഭയങ്കര രോഗം പിടിച്ച് കിടക്കുകയായിരിക്കും, മരുന്ന് വാങ്ങാൻ പൈസയുമില്ല, ആകെ കഷ്ടപ്പെട്ടിരിക്കുകയാണ്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ആ പ്രശ്നത്തിൽ നിന്ന് ഇവിടെ ഒറ്റ വഴിയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. മനസ്സിലാക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. ഇതെല്ലാം മിഥ്യയാണ്, അതെല്ലാം അർത്ഥമൊന്നുമില്ല എന്നും പറഞ്ഞു പോയി ഏതെങ്കിലും സങ്കേതത്തിൽ ഇരുന്നിട്ട് ശ്രീഹരിയുടെ കഥയിലങ്ങനെ മനസ്സർപ്പിച്ച് കഴിഞ്ഞാൽ എന്താ ദുഃഖം? നമ്മൾ ഇതിൽ നിന്നെല്ലാം വിടുകയാണ് ചെയ്യുന്നത്. ആ തത്വം അതാണ് ശാശ്വതമായ സമാധാനം കിട്ടുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് അത് ശരിയാണോ? അത് ശരിയല്ല. അങ്ങനെ അവന് പോകാൻ പറ്റില്ല. മനുഷ്യനാണെങ്കിൽ അങ്ങനെ പോകാൻ പറ്റൂ? അമ്മ കഷ്ടപ്പെടുന്ന സമയത്ത്
മരുന്ന് വാങ്ങാനും പൈസയില്ല. എങ്ങനെ എവിടെയും കാര്യം കാല് പിടിച്ച് അല്ലെങ്കിൽ വല്ല ആശുപത്രിയിലും ഗവൺമെൻറ് ആശുപത്രിയിലും പോയിട്ട് കൊണ്ടിട്ടെല്ലാം എടുത്തു കൊണ്ടുപോയി പൈസ ഒന്നും ഇല്ലെങ്കിൽ കൊണ്ടുപോയി ചികിത്സിക്കുകയാണ് മനുഷ്യന്റെ ധർമ്മം. അവിടെ സന്യാസത്തിലേക്ക് ഇങ്ങനെ പോകാൻ ആരും ഉപദേശിച്ചിട്ടില്ല. കാരണം അവരെ ജനിപ്പിച്ചിരിക്കുന്നത് അതിനെല്ലാം തന്നെയാണ്, വീട്ടുകാരെല്ലാം പരിപാലിക്കാൻ തന്നെയാണ്, കുടുംബമായിട്ട് പോകാൻ തന്നെയാണ്. അവനോട് ആത്മീയതയിലേക്കൊന്നും പോകാൻ ആരും ഉപദേശിച്ചിട്ടില്ല. ഇതൊന്നും ഉപദേശിക്കുന്നുമില്ല. ഇതുപദേശിക്കുന്ന ആർക്കാണ്? ഇങ്ങനെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഓടാൻ വേണ്ടിയുള്ളവർക്കല്ല. നമുക്ക് വിരക്തി വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അതിലേക്ക് പോകേണ്ടത്. നമുക്ക് ജീവിത ധർമ്മങ്ങളെല്ലാം തീർന്നു, അമ്മയെല്ലാം സുഖമായിട്ട് വീട്ടിലിരിക്കുന്നു, എല്ലാവർക്കും ഒരു പ്രശ്നവുമില്ല, സുഖമാണ്, ഒന്നിനും ഒരു കുറവുമില്ല. നമുക്കും തോന്നുന്നു ഇനി നമുക്ക് കർമ്മങ്ങളൊന്നും ചെയ്യാനില്ല. എന്താ ചെയ്യാനുള്ളത്? വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് വിരക്തി വരും. ആ പോകുന്നവർക്കാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഏതോ ഒരു കഥയിൽ ശ്രീനിവാസൻ എന്ന കഥാപാത്രം ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഇട്ടെറിഞ്ഞ് ഓടിയതല്ല. പക്ഷെ അതേസമയം അങ്ങനെ ഓടിയാണെങ്കിലോ ഇവർ പറയുന്നത് എന്താണ്? ഈ പ്രപഞ്ചമായിട്ടുള്ള ബന്ധങ്ങളെല്ലാം മറന്ന് മനസ്സ് ഏകാഗ്രമായിട്ട് അതിൽ തന്നെ ചിന്തിച്ച് ബാക്കിയുള്ളതിലൊന്നും ചിന്തിച്ചില്ല എങ്കിൽ നമ്മൾ ഈ ലോകമായിട്ടുള്ള ബന്ധം പോയി. നമ്മൾ സന്യാസത്തിലൂടെ ബ്രഹ്മസാക്ഷാത്കാരത്തിൽ എത്തിച്ചേരും, അത്രേ പറയുന്നുള്ളൂ. പക്ഷേ വീട്ടിലെ അമ്മ ഒരു വല്ല അവസ്ഥയിലിരുന്ന് ശ്വാസം മുട്ടിയിരിക്കുകയാണ്, മരുന്നിന് വൈദ്യുതി എങ്ങനെ ഉണ്ടാക്കുന്നുള്ള അവസ്ഥയിൽ നമുക്ക് ഇങ്ങനെ പോകാൻ തോന്നില്ല. അതുകൊണ്ട് ജീവിതവുമായി മത്സരിക്കുന്ന ഈ പ്രപഞ്ചത്തില് കഷ്ടപ്പാടുമായിട്ട് പല പ്രശ്നങ്ങളെയും തരണം ചെയ്ത് ജീവിക്കുന്ന മനുഷ്യർക്കൊന്നും പറഞ്ഞതല്ല ആത്മീയത. ആത്മീയത അവനവന്റെ ധർമ്മങ്ങളെല്ലാം തീർത്ത് ഈ ജന്മത്തിലും അടുത്ത ജന്മത്തിലും ഒരു കർമ്മവുമില്ലാതെ വരുന്നവർക്കുള്ളതാണ് ആത്മീയത. അല്ലാതെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഏർപ്പെട്ട് ഒളിച്ചോടാനുള്ളതല്ല ആത്മീയത. ഞാൻ ഈ ഉദാഹരണം പറഞ്ഞതെന്ന് വെച്ചാൽ, അങ്ങനെ നമ്മൾ ഏതെങ്കിലും ഒരു അവസരത്തിൽ എല്ലാം മറന്നുകൊണ്ട് ആ ശക്തിയെ മാത്രം ചിന്തിക്കുകയാണെങ്കിൽ നമുക്കെന്താ ദുഃഖം? നമുക്ക് തിന്നാൻ വേണ്ട, കുടിക്കുകയും വേണ്ട, ഒന്നും വേണ്ട, അങ്ങനെ സമാധാനത്തിൽ എന്നാൽ ശാന്തിയാണ്. അതാണ് യഥാർത്ഥ ബ്രഹ്മതത്വത്തിലേക്കുള്ള വഴി. അവനെ ദുഃഖമോ ദാഹമോ ഭയാശങ്കകളോ ഒന്നും ബാധിക്കില്ല. അതൊരു സത്യം തന്നെയാണ്. പക്ഷെ അതിൻ്റെ പേരിൽ ആ സിനിമയിൽ ശ്രീനിവാസൻ എന്ന കഥാപാത്രത്തിലൂടെ പറഞ്ഞു തന്ന സത്യതാണ്. വീട്ടിലുള്ള നമ്മുടെ മുമ്പിലുള്ള പ്രശ്നങ്ങൾ സോൾവ് ചെയ്യേണ്ടതിൽ നിന്നും ഒളിച്ചോടി എന്നതല്ല ആത്മീയത. അർജുനൻ തന്നെ യുദ്ധക്കളത്തിൽ വെച്ചിട്ട് ഭീഷ്മരെയെല്ലാം കൊല്ലണം, നമ്മളെ ബന്ധുക്കളെയെല്ലാം കൊല്ലണം എന്ന് ഓർത്തപ്പോൾ, എന്നാൽ പിന്നെ ഞാൻ സന്യാസത്തിലേക്ക് പോയി കളയാം, അതല്ലേ ഏറ്റവും നല്ല വഴി എന്ന് ചോദിച്ചപ്പോൾ കൃഷ്ണൻ എന്താണ് പറഞ്ഞത്? നിന്നെ അതിനല്ല സൃഷ്ടിച്ചിരിക്കുന്നത്, നിനക്ക് വേറെ ജോലിയുണ്ട്, അത് പോയി ചെയ്യും. അപ്പൊ ഇത് എല്ലാവർക്കും ഉള്ളതല്ല, വിരക്തി വന്നവന് മാത്രമുള്ളതാണിത്. നമ്മൾക്കൊന്നും അതിന് പറ്റില്ല. ഇനി 41 പറയുകയാണ്, പ്രകൃതിജന്യമായ ഈ ദാഹാദികളെല്ലാം ആഗ്രഹങ്ങളെല്ലാം ശല്യം ചെയ്യുമ്പോൾ പ്രാണികൾക്ക് ശ്രീഹരിയുടെ കഥാമൃത ബിന്ദുവിൽ ആസക്തിയെ ചെയ്യുന്നില്ല. കഷ്ടപ്പാടിലും പ്രകൃതിജന്യമായ കഷ്ടപ്പാടിലും ദുഃഖത്തിലും ദാഹത്തിലും എല്ലാം ഒരാൾ വലിയുന്ന അവസരത്തില് അവർക്ക് അതിൽ നിന്നും മുക്തിയെ നേരെ ശ്രീഹരിയുടെ കഥാമൃതത്തിലേക്ക് പോയിട്ട് ആസക്തി അതിൽ ലയിക്കുവാൻ പറ്റില്ല. നടക്കുന്ന കാര്യമല്ല ആ ചിന്തയിലേക്ക്. ഞാനിപ്പോൾ എങ്ങനെയെങ്കിലും ഈ അധ്യായം എത്രയാണ്, 29ാമത്തെ അധ്യായം തീർക്കണമെന്ന് വെച്ചിരിക്കുമ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് എനിക്ക് എല്ലാം വിട്ടിട്ട് അങ്ങ് പോയി കളയാനൊന്നും തോന്നില്ല. കാരണം എൻ്റെ മുമ്പിൽ ഇപ്പോൾ എന്തേ ഉള്ളൂ, ഇതെങ്ങനെയെങ്കിലും ഈ അധ്യായം തീർക്കണം എന്നാണ്. ആ സമയത്ത് എനിക്ക് ഇട്ടെറിഞ്ഞിട്ട് പോകാൻ പറ്റില്ല. ഓരോ ആളും അതേപോലെ ജീവിതത്തിൽ ഓരോ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക, അതിൽ മുഴുകിയിരിക്കുക. ആ സമയത്തൊന്നും അങ്ങനത്തെ ചിന്ത വരില്ല. അതുകൊണ്ട് ഇതൊന്നും ആത്മീയതയൊന്നും
നമുക്കൊന്നും പറഞ്ഞതല്ല. ഇനി 42, 43, 44 ഇതിൽ ഉദാഹരണ സഹിതം പറയുകയാണ്. പ്രജാപതിമാരുടെ പിതാവായ ബ്രഹ്മദേവൻ, ശ്രീ ശങ്കരൻ, സ്വയംഭൂ, മനു, ദക്ഷൻ, സനകാദികൾ, മരീചി, അത്രി, അങ്കീരസ് മുതലായ വേദവാദികൾ സമസ്ത വാങ്മയത്തിൻ്റെ അധിപതികളായി ഇവരെല്ലാം വേദങ്ങളിലും എല്ലാം പ്രാവീണ്യം നേരം വലിയ മഹാന്മാരാണ്. അവരെ തപസ്, ഉപാസന, സമാധി എന്നീ മാർഗങ്ങളിലൂടെ നോക്കുന്നുണ്ടെങ്കിലും അവരെല്ലാം ഈ മാർഗങ്ങളുടെ ഈ സത്യത്തെ, ബ്രഹ്മരഹസ്യത്തെ മനസ്സിലാക്കാൻ, ബ്രഹ്മത്തെ മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവർക്കും പരമേശ്വരനെ ദർശിക്കുവാനായിട്ടില്ല. അതായത് ബ്രഹ്മദേവനും ശ്രീ ശങ്കരനും സ്വയംഭൂ മനുവിനും ദക്ഷനും സനകാദികൾക്ക് ഒന്നും തന്നെ, മരീചിക്കും അത്രിയും മഹർഷികൾക്ക് ഒന്നും, വേദവ്യാസനും ഒന്നും, അവർ ഈ വഴികളെല്ലാം സമാധിയും തപസ്സു ഉപാസനയെല്ലാം ചെയ്തവരാണെങ്കിലും അവർക്കും ശ്രീ പരമേശ്വരനെ ദർശിക്കുവാനായിട്ടില്ല. പിന്നെ നമ്മൾ ഈ മാർഗത്തിലേക്ക് തിരിഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ബ്രഹ്മസാക്ഷാത്കാരം ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. അവനവൻ്റെ ജോലി നോക്കിയിട്ട് പോയിക്കൊള്ളുക, അവരവരെ സൃഷ്ടിച്ചിരിക്കുന്ന ഓരോ കർമ്മം ചെയ്യാനായി ചെയ്തു കൊള്ളുക. ഇനി 45 കാരണം 45 പറയുന്നു, അതിവിശാല ജ്ഞാനമായ വേദത്തിൽ വിശാലമായി പ്രപഞ്ചത്തിന്റെ ഭൗതിക ലോകത്തിലെ എല്ലാ ജ്ഞാനങ്ങളും ഉണ്ട്. റോക്കറ്റ് ഉണ്ടാക്കേണ്ട കാര്യം അടക്കം എല്ലാം എഴുതി പിടിപ്പിച്ച് ചിന്തിച്ചുകൊണ്ട് ഇന്ദ്രാദി ദേവന്മാരുടെ രൂപത്തിൽ ഈശ്വരനെ ഭജിക്കുമ്പോൾ അവര് ഈ ഈശ്വരനെ എങ്ങനെയായിട്ടാണ് ഇതിലതെല്ലാം വിവരിച്ചിരിക്കുന്നത്. ആ ഈശ്വരൻ ഇന്ദ്രനായി, ബ്രഹ്മാവായി, അഗ്നിയായി, ജലമായി, അതായത് എല്ലാം വിഭജിച്ച് പ്രപഞ്ചമായി മാറുന്നതിലാണ് അവരുടെ ചിന്ത മുഴുവൻ പോയിരിക്കുന്നത്. അതായത് ആധുനിക സയൻസിലേക്കാണ് അവരെ ആ നിർഗുണമായ ബ്രഹ്മം ആറ്റമായി, ഇലക്ട്രോണായി, പ്രോട്ടോണായി, ഇങ്ങനെയെല്ലാം എന്തെല്ലാമായി മാറി. അതെങ്ങനെ മനുഷ്യനായി, മനുഷ്യനിൽ രോഗം എങ്ങനെ ഉണ്ടാകുന്നു, അതിനെപ്പറ്റി എല്ലാം ഈ ഭൗതിക കാര്യങ്ങളിൽ ചിന്തിച്ച് നടക്കുന്ന അവർക്ക്, ആ ഋഷികൾക്ക് എന്തു പറ്റിയിട്ടില്ല? പരമേശ്വരനെ തത്വപ്രകാരം മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. അവർ ആ ബ്രഹ്മത്തെ പറ്റി, നിർഗുണമായ അതിന് രൂപവും ഭാവമില്ല, ആ ഒരു സംഗതിയെപ്പറ്റി അവർക്ക് താത്വികമായി മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. അവരത് പറഞ്ഞിട്ട് തന്നെയുണ്ട്. പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായ അത് ബ്രഹ്മത്തിൽ നിന്നാണ്. അതിന് രൂപവും ഭാവമില്ല, അതിന് ഒരു ഗുണവുമില്ല. പക്ഷെ അതിനെ പൂർണ്ണമായിട്ട് ആർക്കും മനസ്സിലാക്കാനും പറ്റില്ല എന്നും പറഞ്ഞു വെച്ചിരിക്കുന്നു ആര്? ഋഷികൾ. കാരണം അവർ ഈ ആധുനിക സയൻസെല്ലാണ് ഈ വേദങ്ങളിൽ പിടിപ്പിച്ചിരിക്കുന്നത്. 46 പറയുന്നു, സർവേശ്വരൻ ഹൃദയത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ട്. അപ്പം നമ്മളെ നിയന്ത്രിക്കുന്ന ശക്തിവിശേഷം എവിടെ തന്നെയാണുള്ളത്? നമ്മളെ ഹൃദയത്തിലാണുള്ളത്. എന്നിട്ട് അവിടെ ഇരുന്നുകൊണ്ട് എപ്പോൾ ഒരാളെ അനുഗ്രഹിക്കുന്നു, ആ ശരി, നീ ഇനി ആ ബ്രഹ്മത്തെ മനസ്സിലാക്കുക, ബ്രഹ്മസാക്ഷാത്കാരം നേടുക, നീ ജീവിതം എല്ലാം ഉപേക്ഷിച്ചിട്ട്, അല്ല ഈ കുടുംബം എല്ലാം ഉപേക്ഷിച്ചിട്ട് ബ്രഹ്മത്തിൽ പോയി ലയിച്ചു കൊള്ളുക എന്ന് അനുഗ്രഹിക്കുമ്പോൾ അപ്പോഴവൻ ലോക വ്യവഹാരത്തിലും കർമ്മത്തിലും ഊന്നിയുള്ള ബുദ്ധിയുടെ ശ്രദ്ധയെ വിട്ടുകളയുന്നു. അപ്പൊ ഉള്ളിലുള്ള ആ പരമേശ്വരൻ തന്നെ, പരമാത്മാവ് തന്നെ പറയണം, മതി, നീ ഇനി ഈ ലോകത്തിൽ കർമ്മങ്ങളൊന്നും ചെയ്യണ്ട, നിന്റെ ജോലിയെല്ലാം തീർന്ന്, അതുകൊണ്ട് നിന്നിൽ ഇനി ആ ബ്രഹ്മത്തെ പറ്റിയുള്ള ചിന്തയുണ്ട്, നിന്നിൽ ഞാനെന്ന ചിന്ത അങ്ങ് എടുത്തു കളയാം, കാണാനും കേൾക്കാനുള്ള കഴിവുകളെല്ലാം അങ്ങ് എടുത്തു കളയാം, ഞാനെന്ന ചിന്ത ഇല്ലാതാക്കാം. ഞാനെന്ന ചിന്ത ഉണ്ടാകുമ്പം ഞാനുമില്ല, നീയുമില്ല, കുടുംബവുമില്ല, ബന്ധുവില്ല, ഒന്നുമില്ല, പിന്നെ എന്തേ ഉള്ളൂ? ആ നിർഗുണമായ ബ്രഹ്മമേ ഉള്ളൂ. അങ്ങനെ അത് അനുഗ്രഹിക്കുമ്പോൾ മാത്രമേ നമുക്ക് വിരക്തി ഉണ്ടാവുകയും നമ്മൾ ബ്രഹ്മസാക്ഷാത്കാരത്തിൽ പോവുകയുള്ളൂ. അത് വിചാരിച്ചവർക്കേ പറ്റുകയുള്ളൂ. എല്ലാത്തവർക്കൊന്നും അങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ പറ്റില്ല. അത് തന്നെ വിചാരിക്കണം, ഇവനെ ഇനി കൊണ്ടൊരു കർമ്മം ചെയ്യിപ്പിക്കാറില്ല, ഇവൻ പോയിട്ട് ബ്രഹ്മസാക്ഷാത്കാരം നേടിക്കോട്ടെ. അപ്പോൾ അവന് വിരക്തി ഉണ്ടാവും. അവനെല്ലാം കളഞ്ഞു കെട്ട്, ഉടുതുണി അടക്കം കളഞ്ഞു കെട്ടിയിട്ട് നേരെ ബ്രഹ്മമേ ശരണം എന്ന് പറഞ്ഞ് ഏതോ പല ഗുഹയിലും പോയിരുന്നിട്ട് ആ ബ്രഹ്മത്തിൽ അങ്ങ് ലയിക്കും. അവൻ്റെ ശരീരം ദ്രവിച്ച് പോകും. അതുകൊണ്ട് 47 അതുകൊണ്ട്
അജ്ഞാനം മൂലം പരമാത്മാവിനാൽ പ്രകാശിക്കുന്നവ. ആ പരമാത്മാവിൽ തന്നെയാണ്, പരമാത്മാവാണ് നമ്മളെ കൊണ്ട് കർമ്മങ്ങളെല്ലാം ചെയ്യിപ്പിക്കുന്നത്. അതാണ് പ്രകാശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പരമാത്മാവ് നമ്മളെ തോന്നിക്കും. നീ പോയി ഒരു വീട് വെക്കുക, അല്ലെ കല്യാണം കഴിക്കുന്നുണ്ട്. അപ്പം ഞാനെന്ന ചിന്ത ഉണ്ടാക്കിയിട്ടേ ഉണ്ടാക്കും. അപ്പം ഞാൻ അതിൻ്റെ പിന്നാലെ പോകും, കർമ്മത്തിൻ്റെ പിന്നാലെ പോകും. അപ്പം പരമാത്മാവിനാൽ പ്രകാശിക്കുന്ന ആ ചിന്താഗതികളും കാതുകൾക്ക് ഇമ്പം, കാതിലൂട്ട നല്ലത് കണ്ണിലൂട്ട കാണും, കാതിലൂട്ട ഇമ്പെല്ലാം കേൾക്കുമ്പോൾ പരമാർത്ഥതയുടെ സ്പർശമില്ലാത്ത, യഥാർത്ഥ സത്യമല്ലാത്ത കർമ്മങ്ങളിൽ, ഇപ്പം ഇങ്ങനെയുള്ള കർമ്മങ്ങളിൽ കേൾക്കുക, കാണുക, അപ്പോൾ അതിൻ്റെ പിന്നാലെ ഓടുക, നല്ല സന്തോഷം തോന്നുക, അതിൻ്റെ പിന്നാലെ എന്തൊക്കെ കാണുമ്പോൾ കൊള്ളാം, അതിൻ്റെ പിന്നാലെ ഓടുക. ഇതെല്ലാം ആരാണ്? ഉള്ളിൽ നിന്ന് പരമാത്മാവ് പ്രേരിപ്പിച്ചിട്ടാണ്, ഞാനെന്ന ചിന്ത ഉണ്ടാക്കിയിട്ടാണ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. അങ്ങനെയുള്ള കർമ്മങ്ങളിൽ ബുദ്ധിയെ അംഗീകരിക്കരുത്. അതാണ് യഥാർത്ഥ ബുദ്ധി എന്ന് ചിന്തിക്കരുത്. നമ്മളെ ബുദ്ധി വെച്ചിട്ടാണ് പിന്നെ അതിൻ്റെ പിന്നാലെ ഓടുന്നത്. ആ ബുദ്ധിയിൽ മനസ്സ് അർപ്പിക്കരുത്. പിന്നെ എന്ത് വേണം? ഇതിനെയെല്ലാം കളഞ്ഞിട്ട് ഒന്നിലും താല്പര്യമില്ലാത്ത അവസ്ഥയിലേക്ക് മനസ്സിനെ ആക്കണം. 48. എന്നിട്ട് 48 പറയുന്നു, ചില മലിന ബുദ്ധികൾ വേദത്തെ കർമ്മപരമായി വ്യാഖ്യാനിക്കുന്നു. ഈ വേദം രണ്ടും പറയുന്നുണ്ട്. ഭൗതിക ലോകവും ആത്മീയ ലോകവും രണ്ടും പറയുന്നുണ്ട്. പക്ഷേ ചില മലിന ബുദ്ധികൾ വേദത്തെ കർമ്മപരമായി വ്യാഖ്യാനിക്കുന്നു. വേദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പ്രഭാഷണങ്ങളിലെല്ലാം കാണാം. പണ്ട് നമ്മൾ എത്ര പാട് കേട്ടിട്ടാണ് സ്കൂളിലെല്ലാം പോയിരുന്നത്. ഇപ്പം നമ്മൾ മക്കളെ ഇങ്ങനെ സുഖിച്ചിട്ടാണ്. ആ മക്കളിപ്പം നമ്മളെ തിരിഞ്ഞു നോക്കുന്നുണ്ടോ? ഇതെല്ലാം പറയുമ്പോൾ കേൾക്കുന്നവർക്ക് എന്താണ്? നല്ല സുഖ. വേദങ്ങൾ മനുഷ്യന്മാരെ നന്നാക്കേണ്ട കാര്യം, മക്കളിങ്ങനെയാണ്, മക്കളെ ഒരാൾ ഉപദേശിക്കുന്ന കാര്യമാണ്. മക്കൾ ഇത് കേട്ടിരുന്നെങ്കിലും പിറ്റേ ദിവസം മക്കളെയും പിടിച്ചുകൊണ്ടേയിരുന്നു ഇത് കേൾക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയെല്ലാം വേദത്തെ കർമ്മപരമായി വ്യാഖ്യാനിക്കുന്നുണ്ട്. വേദത്തെ ഇങ്ങനെയൊന്നല്ല വ്യാഖ്യാനിക്കേണ്ടത്. അവർ വേദവാക്യങ്ങളുടെ അർത്ഥം അറിഞ്ഞവരല്ല. ആത്മീയ പ്രഭാഷണത്തിലാണ് ഇത് പറയുന്നത്. അല്ലാതെ സയൻസിലൂടെ വേദം പറയുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. വേദത്തിലൂടെ അവ കേൾക്കേണ്ടത് എന്താണ്? നമ്മളിപ്പോൾ കേൾക്കുന്ന കാര്യങ്ങൾ എന്താണ്? ഒരു പ്രത്യേക തരത്തിലാണ് വേദത്തെ നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രപഞ്ചത്തിന്റെ പിന്നിലുള്ള എല്ലാ രഹസ്യമുണ്ട്. പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായോ ആ ബ്രഹ്മത്തിന്റെ രഹസ്യമുണ്ട്. അത് നമ്മളെ കൊണ്ട് കളിപ്പിക്കുകയാണ് ഈ ഒരു ലോകം ഉണ്ടാക്കിയിട്ട് എന്ന സത്യവും പറഞ്ഞുകൊണ്ടാണ് വേദം പോകുന്നത്. അപ്പൊ ഇത് മനസ്സിലാക്കിയവര് പിന്നെ കർമ്മം ചെയ്യുന്ന എന്താണ്? അവൻ കർമ്മം ചെയ്യുമെങ്കിലും ആ ശക്തിയാണ് എന്നെ കൊണ്ട് ഇത് ചെയ്യിക്കുന്നത്, അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത് എന്നുള്ള നിലയിൽ ഒരു കമ്പ്യൂട്ടർ കണക്കെ വർക്ക് ചെയ്യും. ഇതാണ് ഗീത ഉപദേശിക്കുന്ന തത്വം. നമ്മൾ കർമ്മം ചെയ്യണം. ലോകത്തിൽ അനീതി ഉണ്ടെങ്കിൽ അതിനെതിരായിട്ട് യുദ്ധം ചെയ്യുക തന്നെ വേണം. പക്ഷേ അതെല്ലാം ലോക നന്മക്ക് വേണ്ടിയായിരിക്കണം, നമുക്ക് വേണ്ടിയായിരിക്കരുത്. നമ്മുടെ കുടുംബത്തെ ചിന്തിച്ചുകൊണ്ടായിരിക്കരുത്. ലോകമേ തറവാടെന്ന നിലയിൽ ചിന്തിച്ചുകൊണ്ട് ആകണം. ഇതാണ് വേദം നൽകുന്ന സന്ദേശം. ഇതല്ല. അവർ വേദാർത്ഥങ്ങളെ പരമാത്മാവുമായി ബന്ധപ്പെട്ട് കാണുന്നില്ല. വേദം പറയുന്ന അർത്ഥങ്ങൾ, വേദം സയൻസാണ്, കർമ്മം ചെയ്യാൻ തന്നെയാണ് പറയുന്നത്. പക്ഷെ അത് പരമാത്മാവുമായി ബന്ധപ്പെട്ട് കാണുന്നില്ല. ആ പരമാത്മാവ് ഈ കർമ്മം ചെയ്യാനാണ് എന്നെ ഇവിടെ വിട്ടിരിക്കുന്നത്, അതുകൊണ്ട് ഞാനിത് ചെയ്തു തീർക്കുക. അർജുനനോട് ഉപദേശിച്ച അതാണ്. നിന്നെ ബന്ധുക്കളെ നോക്കാനല്ല നിന്നെ അവിടെ വിട്ടിരിക്കുന്നത്, അധർമ്മികളെ വധിക്കുക, എന്നിട്ട് ലോകത്തെ രക്ഷിക്കുക. അതാണ് നിന്റെ ധർമ്മം. അല്ലാതെ അവിടെ ബന്ധങ്ങളൊന്നും ചിന്തിക്കാൻ പാടില്ല. നിന്നെ സൃഷ്ടിച്ച അതിനാണ്. അവർ ഓരോ വ്യക്തിയെ സൃഷ്ടിച്ചത് അവന്റെ സുഖസൗകര്യത്തിനോ അവന്റെ മനസ്തൃപ്തിക്കോ വേണ്ടിയല്ല, ലോകത്തിന്റെ പുരോഗതിക്ക് കർമ്മം ചെയ്യാനാണ്. അത് ചെയ്യുക, പോവുക. അതാണ് വേദം നിർദ്ദേശിക്കുന്ന വഴി. അത് ഏതിലൂട്ടിയാണ്? പരമാത്മാവിനെ ചിന്തിച്ചുകൊണ്ടാണ്. എന്ത് ചെയ്യുമ്പോഴും ഇത് ഞാനിപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിലും എന്താണ് ചിന്തിക്കേണ്ടത്? എന്നെ ഈ വേദങ്ങളുടെ അർത്ഥം എനിക്ക് മനസ്സിലാകുന്ന തരത്തിൽ ഈ യൂട്യൂബിലൂടെ അപ്ലോഡ് ചെയ്യുക. അത് ആള് കാണുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ എന്നൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല.
നിന്നെ സൃഷ്ടിച്ചത് ഇത് നിനക്ക് മനസ്സിലാകുന്ന തരത്തിൽ ലോകത്തോട് പറയുക എന്ന് പറയാനാണ്. അതാണ് ഞാൻ ചെയ്യുന്നത്. ആ ശക്തി ഉദ്ദേശിച്ചുകൊണ്ട് എന്നെ സൃഷ്ടിച്ചത്. അങ്ങനെ ചിന്തിച്ചിട്ടാണോ ഞാനിപ്പോൾ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും അല്ല. ഉള്ള കാര്യം അത് മനുഷ്യന് അധികമൊന്നും പറ്റില്ല. എനിക്കൊരു രസമാണ്. ശരി, എനിക്കറിയുന്ന ഇങ്ങനെയെല്ലാം വേദങ്ങളുടെ അർത്ഥമുണ്ട്, അതൊന്ന് പറയാമെന്നല്ലാതെ ആ പരമാത്മാവിന് വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നതെന്നുള്ള നിലയിലൊന്നും അല്ല ഞാനും ചെയ്യുന്നത്. പക്ഷെ ചെയ്യേണ്ടത് എങ്ങനെയാണ്? എന്നെ സൃഷ്ടിച്ചത് ഇതിനു വേണ്ടിയാണ്, അതുകൊണ്ട് ഞാനിത് ചെയ്യുന്നു. ആ നിലയിൽ ചെയ്യുക. രണ്ടും തമ്മിൽ വ്യത്യാസമാണ്. അതാണ് വേദം നിർദ്ദേശിക്കുന്ന പരമാത്മാവുമായി ബന്ധപ്പെട്ട് കാണുന്നില്ല. നമ്മളുടെ ചെയ്യുന്ന കർമ്മം പരമാത്മാവ് എന്നെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുകയാണ് എന്നുള്ള ചിന്ത കാണുന്നില്ല. ഇനി 49. കിഴക്ക് തലയാക്കി ദർഭപ്പുല്ല് കൊണ്ട് ഭൂമിയെ മുഴുവൻ മൂടി. ഭൂമിയുടെ കിഴക്ക് ദർഭപ്പുല്ല് വെച്ചിട്ട് ഭൂമി മുഴുവൻ മൂടിയിട്ട് യജ്ഞപശു ഹിംസയിൽ കൂടി, യജ്ഞപശു എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണുകളെ അതിലൂടെ വൈദ്യുതി കടക്കുമ്പോൾ അതിന് ചുറ്റുമാണ് മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാവുക. അതുകൊണ്ടാണ് വടക്ക് കിഴക്ക് ഭൂമിക്ക് ചുറ്റും ഒരു കാന്തിക മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ട് എന്ന് പറയുന്നത്. അത് കിഴക്ക് പടിഞ്ഞാറ് ദർഭപ്പുല്ല് വെച്ച് കറണ്ട് പോകുന്നതിന് സമാനമായ ഒരു പ്രക്രിയയിലൂടെയാണ് ഉണ്ടാകുന്നത്. അതിലൂടെയാണ് ജീവജാലങ്ങൾ ഉണ്ടാകുന്നത്. അതെല്ലാം ഇങ്ങേര് ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് മുമ്പ് പറഞ്ഞിരുന്നു. അപ്പൊ അങ്ങേര് ഈ കർമ്മം ചെയ്തിരിക്കുന്നത് അങ്ങേർക്ക് തോന്നിയിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. അങ്ങേര് ശരിയായ കർമ്മം തന്നെയാണ് ചെയ്തത്. ഇപ്പം ഞാൻ ഈ യൂട്യൂബിൽ തൊട്ട് ഈ ഭാഗവതം അപ്ലോഡ് ചെയ്യുമ്പോൾ ചെയ്യുന്നത് പോലെ തന്നെ അത് അങ്ങേർക്ക് വേണ്ടി അങ്ങേര് ചെയ്തു, ഞാൻ എനിക്ക് വേണ്ടി എനിക്ക് അങ്ങനെ തോന്നി ചെയ്യുന്നു എന്ന പോലെ ആണ് ചെയ്യുന്നത്. അത് യഥാർത്ഥ കർമ്മത്തെ അറിയുന്നില്ല. പക്ഷെ ശരിയായ കർമ്മത്തെ അറിഞ്ഞുകൊണ്ടല്ല അങ്ങ് ഇതുവരെ അത് ചെയ്യുന്നത്. പിന്നെയോ ശ്രീഹരിയെ സന്തോഷിപ്പിക്കുന്ന കർമ്മമാണ് യഥാർത്ഥ കർമ്മം. അപ്പൊ അങ്ങനെ അങ്ങ് ഭൂമിയിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാക്കുന്നതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഈ ശക്തി വിശേഷത്തോടാണ് ഇത് പറയുന്നത്. അതാണ് ജീവജാലങ്ങൾ ഉണ്ടാകുന്നതിന് കാരണം. അപ്പൊ അങ്ങത് ചെയ്തത് അങ്ങേർക്ക് വേണ്ടിയാണ്. പക്ഷേ ശ്രീഹരിയെ സന്തോഷിപ്പിക്കുന്ന കർമ്മമാണ് യഥാർത്ഥ കർമ്മം. അതിനാൽ ചിത്തം വിലയിപ്പിക്കുന്നതാണ് ഉപാസന. അപ്പം മനസ്സിനെ ഈ കർമ്മം ചെയ്യുമ്പോഴും ശ്രീഹരിക്ക് വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത്. ഞാനിത് അപ്ലോഡ് ചെയ്യുമ്പോഴും അത് ആ ശ്രീഹരി എന്നെ സൃഷ്ടിച്ചത് ഇതിനു വേണ്ടിയാണ്, അതിനു വേണ്ടിയാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് എന്ന ചിന്തയിൽ ചെയ്താൽ മാത്രമേ അത് യഥാർത്ഥ കർമ്മമാവുകയുള്ളൂ. കാരണം ശ്രീഹരി എല്ലാറ്റിൻ്റെയും ആ ശക്തി വിശേഷ ബ്രഹ്മമാണ് എല്ലാറ്റിൻ്റെ ആത്മാവ്. നമ്മളെ ഉള്ളിലും ആ ആത്മാവ് എന്ന് പറയുന്ന ആ ബ്രഹ്മം തന്നെയാണ്. അതിനെ നിയന്ത്രിക്കുന്നതും ആ ബ്രഹ്മമാണ്. എല്ലാറ്റിൻ്റെ എന്നെ സൃഷ്ടിച്ചതിൻ്റെ പിന്നിലുള്ള കാരണവും അത് തന്നെയാണ്. അതിനാൽ അതിൻ്റെ പാദങ്ങളെ നമിച്ചു മാത്രമേ രക്ഷയായിട്ടുള്ളൂ. അതുകൊണ്ട് രക്ഷയായിട്ടുള്ളത് എന്താണ്? അതിൻ്റെ പാദത്തിനെ നമിച്ചുകൊണ്ട്, ശരി, നീ എന്നെ സൃഷ്ടിച്ചിട്ട് നീ തന്നെയാണ് ഞാനായി മാറിയത്, നീ എന്നെ സൃഷ്ടിച്ചിരിക്കുന്നു, എന്നെ കൊണ്ട് എന്തോ കർമ്മം ചെയ്യിപ്പിക്കാൻ, ഇതാ ഞാൻ നമിച്ചുകൊണ്ട് ആ കർമ്മം നിനക്കായി ചെയ്യുന്നു. അങ്ങനെ പ്രവർത്തിക്കുന്നതിൽ മാത്രമേ രക്ഷയായിട്ടുള്ളൂ. അല്ലെങ്കിൽ ദുഃഖം അനുഭവിക്കും. നമ്മൾ ഉദ്ദേശം ഒരിക്കലും സാധിക്കാൻ പോകുന്നില്ല. ഇതാകുമ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ എനിക്കെന്താ പ്രശ്നം? അത് നന്നായാലും ശരിയായാലും ഞാൻ ചെയ്യേണ്ട ചെയ്തു, അതിന് ഫലം കിട്ടും. ഇപ്പോൾ ഒരു ജോലിക്കാരനെ വിളിച്ചിട്ട് കളച്ചിട്ട് തെങ്ങ് നട്, ആ മുട്ടക്കുന്നിൽ തന്നെ നട് എന്ന് പറയുമ്പോൾ അവൻ ഉള്ളിൽ വിചാരിക്കും അവിടെ പെടുന്നാലും മുളക്കുമോ. പാറ തുറന്നിട്ട് അവിടെ തെങ്ങ് വെക്കാൻ പറഞ്ഞാൽ അവൻ വിചാരിക്കാം, കാരണം അവന് കുറേ എക്സ്പീരിയൻസ് ഉണ്ടാവും. എന്നാൽ വിളിച്ചാൾ പറയല്ലേ അവിടെ വെക്കാം, അവൻ്റെ ജോലി വെച്ചു കൊടുക്കും, അവനെ പോവും. അത് മുളച്ചാലെന്ത്, മുളച്ചിട്ടില്ലെങ്കിൽ നന്നായാലെന്ത്, നന്നായിട്ടില്ലെങ്കിൽ. അതുപോലെ ആ ശക്തി നമ്മളോട് പറയുന്നത് ഞാൻ ഭംഗിയായിട്ട് വെച്ചു കൊടുക്കും. മനുഷ്യർക്ക് അത് മാത്രമാണ് സ്ഥിരമായിട്ടുള്ളത്. മനുഷ്യർക്ക് രക്ഷപ്പെടേണ്ടെങ്കിൽ ആ
ഒരു ദുഃഖങ്ങളിൽ നിന്ന് കരകയണ്ടിക്ക് ആ വഴിയേ ഉള്ളൂ. ഇനി 51. യാതൊരുവനിൽ നിന്നും അണുമാത്ര ഭീതി ഉണ്ടാകുന്നില്ലയോ, ആരിൽ നിന്നും ഒരു ഭീതിയും ഉണ്ടാകുന്നില്ലയോ, അവൻ തന്നെയാണ് പ്രിയപ്പെട്ടവനും ആത്മാവും. അതിനു വേണ്ടിയാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. അതാണ് എന്നെ സൃഷ്ടിച്ചത്, എന്നെ നയിക്കുന്നത് അതാണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭയം എന്തിനാണ്? അവൻ തന്നെയാണ് പ്രിയപ്പെട്ടവൻ. ആത്മാവ് എന്ന് അറിയുന്ന അവനാണ് ജ്ഞാനി. യഥാർത്ഥ ജ്ഞാനി ആരാണ്? അവനെ ഭയക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഈശ്വരനെ ഭയക്കേണ്ട ആവശ്യമില്ല. കാരണം ഈശ്വരൻ തന്നെയാണ് ഞാൻ. എന്നിലിരുന്നുകൊണ്ട് എന്നെ കൊണ്ട് എല്ലാം ചെയ്യിപ്പിക്കുന്നു അതാണ്. എന്നെ എവിടെ വരെ കൊണ്ടുപോകണം, എപ്പോഴും തട്ടണം എന്നെല്ലാം തീരുമാനിക്കുന്ന അതാണെങ്കിൽ ആ തത്വം അറിയുന്നവനാണ് ജ്ഞാനി. അവൻ പരമഗുരുവാണ്, അവനാണ് യഥാർത്ഥ ഗുരു. അവൻ ശ്രീഹരി തന്നെയാണ്, അവൻ തന്നെയാണ് ബ്രഹ്മം. ഈ സത്യം മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ. ഇനി 52 എൻ്റെ നാരദൻ പറയുകയാണ്, അങ്ങയുടെ ചോദ്യത്തിനുള്ള ഉത്തരമെല്ലാം ശരിയായ മുഴുവനായിട്ട് ഞാൻ പറഞ്ഞു തന്ന് ഇത് ശരിയായി ധരിക്കുക. എന്നിട്ട് 53 ഒരു ഉദാഹരണം പറയാണ്. മുൻവശത്ത് ഒരു പുൽമേട്ടില് പുല്ലെല്ലാം മേഞ്ഞുകൊണ്ട് ഇണയോടൊത്ത് ഇണയും ചേർന്നുകൊണ്ട് എല്ലാം മതിമറന്ന് നിൽക്കുന്ന ഒരു മാൻപേട, അതിൻ്റെ മുൻവശത്ത് ഇതിനെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് എല്ലാ ജീവികളെയും തിന്നുന്ന ഒരു ചെന്നായി നിൽക്കുന്നത് അറിയാതെ, മുന്നിലൊരു ചെന്നായി ഉണ്ട്, അതിനെ അവൻ അറിയുന്നില്ല, ഈ മാൻപേടെ അറിയുന്നില്ല. അത് നല്ല പുല്ലെല്ലാം മേഞ്ഞുകൊണ്ട് ഇണയായിട്ട് ചേർന്നിട്ട് അങ്ങനെ മതിമറന്ന് നിൽക്കുമ്പോൾ അപ്പുറം ഒരു ചെന്നായെ കടിച്ചു തിന്നാൻ വേണ്ടി നിൽക്കുകയാണ്. അതേസമയം പിന്നിൽ നിന്ന് ഒരു വേടം വന്നിട്ട് എന്ത് ചെയ്യാണ്? അതിനെ അമ്പ് ചെയ്തിട്ട് ശരീരം പിളരുകയാണ്. ഈ കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കൂ എന്ന് പറയാണ്. മനുഷ്യന്റെ അവസ്ഥയും ഇങ്ങനെ തന്നെയാണ്. അതുപോലെ സ്ത്രീജനങ്ങളിൽ ആസക്തരായിട്ട്, അതായത് കാമത്തിന് അടിമപ്പെട്ടിട്ട് ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി ഭക്ഷണം മുതലായ കാമത്തിന് പിന്നാലെയും ഭക്ഷണങ്ങളുമെല്ലാം കഴിയുന്നവർ, മക്കളും ഭാര്യയുമായിട്ടുള്ള ജീവിതത്തിൽ മനസ്സ് വെച്ചവർ, അപ്പോൾ കാമത്തിന് അടിമപ്പെട്ടവർ, സ്ത്രീജനങ്ങളെ ആസക്തിയുള്ളവർ, നല്ലോണം തിന്നി കുടിക്കണം എന്നുള്ളതിൽ താല്പര്യമായിരിക്കുന്നവര്, ഭാര്യനെയും മക്കളെയും എല്ലാം ചിന്തിച്ച് കഴിയുന്നവര്, ആയുസ്സിനെ കറന്നെടുക്കുന്ന, അവരുടെ ആയുസ് എന്താകുന്നു? ഓരോ ദിവസവും ആയുസ്സിനെ കവർന്നെടുക്കുന്ന പകലുകളെയും, ഓരോ പകൽ കഴിയുമ്പോഴും ഒരു ദിവസം ആയുസ് കുറഞ്ഞു. പിന്നിൽ നിന്ന് കാലമാകുന്ന അസ്ത്രം പിളർക്കുന്നത് ചിന്തിക്കുന്നില്ല. ആയുസ്, ഈ ഓരോ ദിവസവും ആയുസ് കറന്നുകൊണ്ടിരിക്കുകയാണ്. കാലം എന്ത് ചെയ്യാണ്? പിന്നിൽ നിന്ന് അസ്ത്രം അയച്ചിട്ട് കൊല്ലാൻ വേണ്ടി നിൽക്കുകയാണ്. ഇതൊന്നും അവർ അറിയുന്നില്ല. ഇനി 55. അതുകൊണ്ട് 55 പറയുകയാണ്, തന്നിലെ മൃഗീയ ചേഷ്ടകളെ ചിന്തിച്ച്, ആദ്യം എന്ത് വേണം? തന്നിലുള്ള ഈ മൃഗീയമായ ഈ ചേഷ്ടകളുണ്ടല്ലോ, വേണ്ടാത്ത ചേഷ്ടകൾ, കാമക്രോധം, ഇങ്ങനത്തെ എല്ലാം ഉള്ളത്, അതിനെപ്പറ്റി ശരിക്കൊന്ന് ചിന്തിക്കുക. എന്നിട്ട് ഹൃദയത്തിൽ ചിത്തത്തെ കേന്ദ്രീകരിക്കുക. ചിത്തത്തിൽ ഇന്ദ്രിയങ്ങളെ കേന്ദ്രീകരിച്ച് ഇന്ദ്രിയങ്ങളിൽ നിന്ന് വരുന്ന, ബാഹ്യമായിട്ട് വരുന്ന എല്ലാറ്റിനെയും നിയന്ത്രിക്കുക. അപ്പൊ കാണുക, കേൾക്കുക, ഇതിനെല്ലാം നിയന്ത്രിക്കണം. കാണിയും വേണ്ട, എനിക്ക് കാണിയും വേണ്ട, കേൾക്കുകയും വേണ്ട, ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകണം. കണ്ണും ചെവിയെല്ലാം നമ്മൾ ഉപേക്ഷിക്കുകയാണ്. സന്യാസത്തിലേക്ക് പോകുന്നവരെ കാണാനും കേൾക്കാനും നിൽക്കരുത്. എല്ലാം ഉപേക്ഷിക്കുക. ഒന്നും കാണിയും വേണ്ട, കേൾക്കുകയും വേണ്ട, അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് മാറണം. കണ്ണെല്ലാം പോട്ടേന്ന്, കണ്ണിന്റെ ആവശ്യമൊന്നുമില്ല, ചെവിന്റെ ആവശ്യമില്ല, അതിനെല്ലാം ഉപേക്ഷിക്കുക. ആ അവസ്ഥയിലേക്കാണ് പോകുന്നത്.
ദുർവൃത്തന്മാർ ചർച്ച ചെയ്യുന്ന ഗൃഹസ്ഥാശ്രമത്തെ ഉപേക്ഷിക്കുക, വീട് കുടുംബം ഉപേക്ഷിക്കുക, ഗൃഹസ്ഥാശ്രമ ധർമ്മം ഉപേക്ഷിക്കുക. ദുർവൃത്തന്മാർ ചർച്ച ചെയ്യുന്ന, അവിടെ മുഴുവൻ ദുർവൃത്തന്മാരാണ് ചർച്ച ചെയ്യുന്നത്. വേണ്ടാത്ത കാര്യങ്ങൾ, അനാവശ്യ കാര്യമാണ് വീട്ടിലിരുന്ന് ചർച്ച നടത്തുന്നത്. ആ കുടുംബ ജീവിതം ഉപേക്ഷിക്കുക. പരമഹംസാശ്രയമായ ശ്രീഹരിയെ പ്രസാദിപ്പിക്കുക. എന്നിട്ട് ആ ശ്രീഹരിയെ, ആ ബ്രഹ്മത്തെ, നിർഗുണമായ ബ്രഹ്മത്തെ പ്രസാദിപ്പിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ക്രമത്തിൽ സർവ വിഷയങ്ങളിൽ നിന്നും വിരക്തനാകാം. പിന്നെ ഒരു വിഷയത്തിലും താല്പര്യം ഉണ്ടാവില്ല, വിരക്തി ഉണ്ടാകും. അങ്ങനെ സ്വയം എല്ലാറ്റിൽ നിന്നും പിൻവാങ്ങിപ്പോവുക. ഇതാണ് സന്യാസം, വേറെ വഴിയില്ല. പക്ഷെ ഇത് നമ്മൾ ആരോടെങ്കിലും പറയാൻ പറ്റുമോ? വീട്ടുകാരും കുടുംബക്കാരും എല്ലായിട്ട് പ്രാരബ്ധമെല്ലായിട്ട് കഴിയുന്നവരടുത്ത് പോയിട്ട് നീ ഇതെല്ലാം വിട്ടിട്ട്, ഭാര്യയും വീട്ടുകാരെ എല്ലാം വിട്ടിട്ട് നീ പോടാ, നീ പോയിട്ട് വല്ല ഇത് ശരിയായ ധർമ്മം ഇതേമാതിരി എല്ലാം വിട്ടു പോകുക എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവം? അവിടെ സ്ത്രീകൾ തന്നെ കയറിയിട്ട് കൈകാര്യം ചെയ്യും. സംശയമൊന്നും വേണ്ട. കാരണം ഇതൊന്നും അവിടെയൊന്നും പറയേണ്ട വിഷയമല്ല. ഇത് വേദങ്ങൾ എന്ന് പറഞ്ഞ സയൻസാണ്, പ്രപഞ്ച രഹസ്യമാണ്, ഭൗതിക കാര്യങ്ങളാണ്. അത് പറഞ്ഞു കൊടുക്കുക. അല്ലാതെ ഈ ബ്രഹ്മസാക്ഷാത്കാരം എന്നത് വാക്ക് പോലും ഉപയോഗിക്കരുത് ഈ സാധാരണ ജനങ്ങളുടെ മുമ്പിൽ. അപ്പം വിരക്തി വരേണ്ടവർക്ക് അവർക്ക് വേണ്ടി വിളിച്ചിരുത്തിയിട്ട് രഹസ്യമായിട്ട് പറഞ്ഞു കൊടുക്കുക. ആരെങ്കിലും വന്നിട്ട് പറയാണ് എനിക്ക് ഈ കുടുംബ ജീവിതം അടുത്ത് എന്ത് ഈ ജീവിതത്തിൽ അർത്ഥം, ഇതെല്ലാം മിഥ്യ എന്ന് പറഞ്ഞാൽ അന്നർത്ഥമില്ല, ഞാൻ പറഞ്ഞുതരാം, നീ എല്ലാം ഉപേക്ഷിക്കുക, അവരോട് പറഞ്ഞു കൊടുക്കുക. അല്ലാതെ കുടുംബമായിട്ട് നടക്കുന്ന എടുത്തു പോയിട്ട് ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാലോ. എൻ്റെ 56. ഇപ്പം 56 രാജാവ് ഇതെല്ലാം കേട്ടു. രാജാവോടല്ലേ പറഞ്ഞത്, അങ്ങ് അരുളി ചെയ്ത കാര്യങ്ങളെല്ലാം ഞാൻ കേട്ടു, നല്ലവണ്ണം ഞാൻ ചിന്തിച്ചു, പരിചിന്തനം ചെയ്യപ്പെട്ടു. കർമ്മോപദേഷ്ടാക്കളായ ആചാര്യന്മാർ, നമുക്ക് കുറേ നാട്ടിൽ ആചാര്യന്മാരുണ്ടല്ലോ, ആ ആചാര്യന്മാര് കൊന്നും ഇതറിയില്ല. അദ്ദേഹം തന്നെ പറയാണ്, ഈ നാട്ടിൽ കുറെ എല്ലാ ആചാര്യന്മാരുണ്ട്, കർമ്മോപദേഷ്ടക്കാരായ, കർമ്മത്തിനെ ഉപദേശിക്കുന്ന ആചാര്യന്മാരാണ്. എല്ലാവരും കർമ്മം ചെയ്യാനാണ് ഉപദേശിക്കുന്നത്. ഏത് ആചാര്യന്മാരും ഉപദേശിക്കുന്നത് എന്താണ്? വീട്ടില് അച്ഛനും അമ്മയും പ്രായമായ അച്ഛനുണ്ട്, അവരെത്ര പാടുപെട്ടിട്ടാണ് മക്കൾ പൊറ്റെന്നറിയാൻ കൊണ്ട് മക്കള് അച്ഛനമ്മമാരോട് നല്ലോണം പെരുമാറണം, നല്ല ഭക്ഷണങ്ങളെല്ലാം വാങ്ങിക്കൊടുക്കണം, നല്ല ഉടുപ്പുകളെല്ലാം വാങ്ങിക്കൊടുക്കണം. ഇതെല്ലാണ് പറയുന്നത്. വേദം സന്യാസത്തിലേക്ക്, വേദമല്ല എല്ലാവരും പറയുന്നത് എന്താണ്? വേദത്തിലെ ഏത് സ്ഥലത്തും പറയുന്നതാണ് 4 മാർഗങ്ങളാണ്: ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. അവസാന മോക്ഷത്തിലേക്കാണ് ലക്ഷ്യം. ഏതിലൂട്ട്? ബ്രഹ്മചര്യം, വാനപ്രസ്ഥ, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥ, സന്യാസം. പഠിക്കുക, ബ്രഹ്മചര്യം, ഗൃഹസ്ഥാശ്രമം, ഭാര്യയെ മക്കളെയെല്ലാം പോറ്റുക, കുടുംബം പോറ്റുക, മക്കളെ വലുതാക്കുക. മക്കള് വലുതാകുമ്പോൾ വാനപ്രസ്ഥം, എല്ലാം മക്കളെ ഏൽപ്പിച്ചിട്ട് പോകണം. പിന്നെ അവിടെ നിന്നുകൂടാ. നിൽക്കുന്നത് നിങ്ങൾക്ക് എന്നെ മോശമാണ്, നിങ്ങൾ തന്നെ അനുഭവിക്കും. അതുകൊണ്ട് വാനപ്രസ്ഥം, അത് കഴിഞ്ഞിട്ട് സന്യാസം. ഒരു സമയം കഴിയുമ്പോൾ മക്കളെ ഏൽപ്പിച്ചിട്ട് പോവുക. പിന്നെ മക്കൾ തിരിഞ്ഞു നോക്കണം, നമുക്ക് പാൽപ്പായസം തരണം എന്നല്ല ചിന്തിക്കേണ്ടത്. വാനപ്രസ്ഥത്തിൽ എന്താണ് വേണ്ടത്? ഒന്നും വേണ്ട. എനിക്ക് മക്കളെ എന്തിനാണ് അതിൻ്റെ എല്ലാ ആവശ്യം? ധൈര്യമായിട്ട് പോവുക, അവനവൻ്റെ കാര്യം നോക്കി പോവുക. പിന്നെ മക്കളെ ലോകമാണ്, അവർ കൈകാര്യം ചെയ്യട്ടെ. എല്ലാം മക്കളെ ഏൽപ്പിച്ചിട്ട് ഏതെങ്കിലും മൂലം വീട്ടിൽ തന്നെ എവിടെയെങ്കിലും രാമരാമെന്നും പറഞ്ഞിരുന്ന് ജയിച്ചുകൊണ്ടിരിക്കുക. അവരുടെ കാര്യത്തിൽ ഒന്നും തലയിടാതിരിക്കുക. അവർ വന്ന് തരുകയോ ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ വാങ്ങുകയോ ഉപയോഗിക്കുക. അല്ലാതെ കൊണ്ടുവരുന്നുണ്ടോ? ഇന്നലെ 8 മണിക്കാണല്ലോ ഒന്ന്, ഇന്ന് 9 ആയാലും അപ്പൊ എന്നെ പറ്റിയുള്ള ചിന്ത മറന്നുപോയി. ഇങ്ങനെയല്ല ഇരുന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അവനവൻ നശിക്കുകയേ ചെയ്യുള്ളൂ. അതുകൊണ്ട് വയസ്സാകുമ്പോൾ ഇട്ടെറിഞ്ഞ് ഓടുക. വാനപ്രസ്ഥം തന്നെയാണ് നല്ലത്. അതുകൊണ്ട് കാട്ടിൽ പോകണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. എല്ലാത്തിനും മാനസികമായി വിട്ടുപോവുക. അതിന്റെ മക്കൾ നോക്കട്ടെ, ഭാര്യമാര് നോക്കട്ടെ, അവരെല്ലാം നോക്കട്ടെ. നമ്മളെ കർമ്മം കഴിഞ്ഞു, നമ്മളുടെ വഴിക്ക് പോവുക. അത് കഴിഞ്ഞിട്ട് സന്യാസത്തിലേക്ക് പോവുക. ഇത് നടക്കുന്ന കാര്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നടക്കാൻ കുറച്ച് പാടില്ല. ഇതല്ലേ എനിക്ക് ഇവിടെ പറയുന്നത്, ഞാൻ പറയുന്നതേ ഉള്ളൂ. ഏതുപോലെ എന്നാൽ നമ്മളെ ക്ലാസ്സിൽ അധ്യാപകരുണ്ട്.
അധ്യാപകന്മാർ ശുദ്ധമായ ദൈവവിശ്വാസികളും ഉണ്ടാവും, ദൈവത്തിൽ വിശ്വാസമില്ലാതെ നിരീശ്വരവാദികളും ഉണ്ടാവും. അവരും പഠിപ്പിക്കുമ്പോൾ എന്ത് വേണം? കൃഷ്ണകഥ പഠിപ്പിക്കുമ്പോൾ നിരീശ്വരവാദിയാണെങ്കിൽ ക്ലാസ്സിൽ കൃഷ്ണനെ കുറ്റം പറഞ്ഞുകൊണ്ട് പഠിപ്പിക്കാൻ പറ്റുമോ? എനിക്ക് പിന്നെ ജോലി ചെയ്ത് പിടിച്ച് വിളിക്കുക. അപ്പൊ എന്താണ് കൃഷ്ണന്റെ ആ കാവ്യത്തിന്റെ മധുരമായ തരമായിട്ട് ആ കാര്യങ്ങളെല്ലാം അങ്ങനെ വിവരിച്ചു പോകും. ഭക്തിയിലൂടെ തന്നെ എങ്ങനെയാണോ ആ പാഠമുള്ളത് അതുപോലെ തന്നെ അവതരിപ്പിച്ച് കുട്ടികളെ മനസ്സിലാക്കിപ്പിച്ചിട്ട് പോകും. എല്ലാവരും വെള്ളം ഒഴിച്ച് ഈ കൃഷ്ണനൊന്നും അല്ല, തള്ളിപ്പൊളി അതെല്ലാം വെറുതെ തട്ടിപ്പുകളാണ്, പഴയ ആൾക്കാരെന്തെല്ലാം എഴുതിയിട്ടതാണ്, അതുകൊണ്ട് നിങ്ങളിതൊന്നും പഠിക്കണ്ടെന്ന് പറയാൻ പറ്റുമോ? അവിടെ പറ്റില്ല. അതുപോലെ തന്നെ ഞാനിവിടെ ഇതെല്ലാം പറയുന്നതെന്ന് വെച്ചിട്ട് ഞാൻ ഇതേപോലെയാണ് ജീവിക്കുന്നതെന്ന് എനിക്ക് പോലും വിശ്വാസമില്ല, നടക്കുന്ന കാര്യമല്ല. അല്ലെങ്കിൽ ഞാനിപ്പോഴെപ്പോ അവിടെ സന്യാസത്തിന് പോകേണ്ട സമയമൊക്കെ കഴിഞ്ഞു, നടക്കുന്ന കാര്യമാണ്. പക്ഷെ യഥാർത്ഥത്തിൽ എന്താണ്? വിട്ടുപോവുക. വിട്ടുപോകുമ്പോഴും ഈ വിട്ടുപോകുക എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാം വിടുക, മക്കൾക്കും ഭാര്യക്കും വിട്ടുകൊടുത്തേക്കുക, അവരെന്തോ ആക്കട്ടെ. നമ്മുടെ സമയത്ത് നമ്മളുടേതായ വശത്തോടുകൂടി ഈ ലോകത്തുനിന്ന് മാറി മാറി ഇപ്പം വായിക്കാനല്ലേ പറഞ്ഞിരിക്കുന്നത്, ഞാനും വായിക്കുന്നേ ചെയ്യുന്നത്. എന്ത് ഭാഗവതം അതിന്റെ കൂട്ടത്തിൽ കുറച്ച് പറയുന്നു, ചൊല്ലുന്നു, പഠിപ്പിക്കുന്നു എന്നല്ലാതെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു ഫീൽഡിൽ, നമുക്ക് ഇഷ്ടമുള്ള ഫീൽഡിൽ, വേദം എന്ന് പറഞ്ഞാൽ സയൻസാണ്, നമുക്ക് ഇഷ്ടമുള്ള ശാസ്ത്രജ്ഞനാണെങ്കിൽ അത് അവരുടെ ചിന്തയിലൂടെ പത്രങ്ങൾ വായിച്ചോ ആ ജ്ഞാനം നേടിയോ അങ്ങനെ ജീവിതം പോവുക. പിന്നെ ഈ ഭൗതിക കാര്യങ്ങളിൽ അധികം കണ്ട് തലയിടരുത്. അതാണ് വാനപ്രസ്ഥവും സന്യാസവും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ എന്താ രാജാവ് പറയുന്നത്? ഈ ആത്മജ്ഞാനം നമ്മുടെ കർമ്മോപദേഷ്ടാക്കളായ ആചാര്യന്മാർക്കൊന്നും അറിയില്ല. അറിയാമായിരുന്നെങ്കിൽ അവർ ഇതെല്ലാം പറഞ്ഞു തരുമായിരുന്നു. ഇതാരെങ്കിലും പറഞ്ഞു തന്നിട്ട് കേട്ടിട്ടുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കുക. ഇനി 57. ഇതെല്ലാം ആര് തന്നെ പറയുകയാണ്? ഭാഗവതം തന്നെ പറയുകയാണ്. എന്നിട്ട് രാജാവ് എന്ത് പറയാണ്? രാജാവിന് നല്ല ബുദ്ധിയുള്ള രാജാവ് തന്നെയാണ്. അദ്ദേഹം പറയാണ്, അവർ എന്നിൽ ഉണ്ടാക്കിയ സന്ദേശങ്ങൾ ആ വാക്കിനാൽ എന്നിൽ തറക്കപ്പെട്ടു. അങ്ങ് പറഞ്ഞു തന്ന വാക്കുകളെല്ലാം എൻ്റെ ഹൃദയത്തിൽ നല്ലവണ്ണം കൊണ്ടിട്ടുണ്ട്. ഈ ആത്മതത്വം മന്ത്രഭ്രഷ്ടാക്കളായ മുനിമാർ പോലും അറിയാതെ ഉഴലുന്നു. അവർ ഈ മന്ത്രങ്ങളെല്ലാം ഈ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും അവർക്കും യഥാർത്ഥത്തിൽ അതിന്റെ സത്യം മനസ്സിലാക്കാതെ അവരും ഉഴലുന്നുണ്ട്. അതായത് ഞാനിപ്പോ പറഞ്ഞല്ലേ, ഞാനിതെല്ലാം പറയുന്നുണ്ടെങ്കിലും ഇതൊന്നും പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് പോകാൻ പറ്റില്ല. ഋഷികളും ഈ ശാസ്ത്രതത്വങ്ങളെല്ലാം എഴുതി വെച്ചെങ്കിലും അവർക്കും ഈ മന്ത്രഭ്രഷ്ടാക്കളായ മുനികന്മാർക്ക് പോലും അറിയാതെ ഉഴലുകയാണ്. ഈ പറയുന്ന സംഗതി എന്താണെന്ന് ശരിക്കൊന്നും പിടിയിട്ടില്ല. കാരണം പഞ്ചേന്ദ്രിയങ്ങളിലൂടെയുള്ള പ്രവർത്തനം ഇതിന് സഹായകരമല്ല. നമ്മളെ ജ്ഞാനേന്ദ്രിയം കാണുകയും കേൾക്കുകയും ഈ ലോകത്തിലുള്ള സംഭവങ്ങൾ കാണുകയും കേൾക്കുകയും രുചിക്കുകയും എല്ലാം ചെയ്യുമ്പോൾ നമുക്കിത് സംഭവ്യമല്ല, നടക്കില്ല. അവരും കണ്ടും കേട്ടുമെല്ലാം തന്നെയാണ് ഇതെല്ലാം എഴുതി വെച്ചത്. അവർക്കും കിട്ടിയ ജ്ഞാനം അവർ കൈമാറി. ഇങ്ങനെയെല്ലാം ഉണ്ട്, വേണ്ടിക്കൊന്ന് പരിശ്രമിച്ച് നോക്ക്. അവർക്ക് പറ്റിയിട്ടില്ല. അവരുടെ ജോലി എന്ന് പറഞ്ഞാൽ അവരെ ശ്രദ്ധിച്ചിരിക്കുന്ന വേദങ്ങൾ മുഴുവൻ സയൻസ് മുഴുവൻ ഇങ്ങനെ എഴുതി പിടിപ്പിക്കാനാണ്. അവർ അത് ചെയ്തു. അല്ലാതെ അവർക്കൊന്നും സാക്ഷാത്കാരം കിട്ടിയിരുന്നെങ്കിൽ അവരിത് എഴുതൂല്ല. അവർ വല്ലയിടത്തും പോയിട്ട് ബ്രഹ്മത്തിൽ ലയിക്കുകയുള്ളൂ. ഈ പുസ്തകമൊന്നും പുറത്തു വരില്ല. അപ്പൊ അവരെല്ലാം നമ്മളെ പോലെ തന്നെ, അവർക്ക് ഇതിനെപ്പറ്റി പിടിയൊന്നും കിട്ടിയിട്ടില്ല. അത്ര ദുർലഭമാണിത്. ഋഷികൾക്ക് പോലും ഇത് മനസ്സിലായിട്ടില്ല. ബ്രഹ്മജ്ഞാനം അത് അപൂർവം വിരക്തി വന്നവർക്കേന്ന് നടക്കൂ. ജീവിതം മടുക്കണം, ഒന്നിലും തലയിടാതവന് അവർക്ക് ഇത് പറ്റൂ, അല്ലാതെ അവർക്ക് പറ്റില്ല. ഋഷികൾക്കും പറ്റില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ എന്ത് ആത്മീയതയാണ് ഉപദേശിക്കേണ്ടത്? നമ്മൾ ആൾക്കാരെ വിളിച്ചിട്ട് ജീവിതത്തിന്റെ ലക്ഷ്യം ബ്രഹ്മസാക്ഷാത്കാരമാണ്, ഇത് കേട്ടുകൊണ്ടിരുന്നാൽ മതി. ഇനി 58, 59. എന്നിട്ട് രാജാവ് ഒരു സംശയം ചോദിക്കുകയാണ്. ജീവൻ ഈ ലോകത്തിൽ ഏതൊന്നിലൂടെ കർമ്മങ്ങൾ ആരംഭിക്കുന്നുവോ, അവൻ ജനിക്കുന്നത് ഓരോ കർമ്മം ചെയ്യാനാണ്. അപ്പൊ കുറെ കർമ്മങ്ങളെല്ലാം ചെയ്യുന്നു. എന്നിട്ട് ഈ ശരീരം വിട്ട് പരലോകത്തിൽ പോയി കഴിഞ്ഞാൽ അവർ വേറൊരു ശരീരം സ്വീകരിച്ചുകൊണ്ട് ഈ കർമ്മങ്ങളെല്ലാം അവൻ അനുഭവിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ ചെയ്തേണ്ട കർമ്മഫലം പരലോകത്തിൽ അവൻ അനുഭവിക്കുമോ എന്നാണ് അങ്ങേർക്ക് അറിയേണ്ടത്. വേദജ്ഞന്മാർ പറയുന്നത് ഇത് സത്യമോ? വേദം അങ്ങനെ പറയുന്നുണ്ട്, പരലോകത്തിൽ അനുഭവിക്കുന്നു.
വേദോക്തമായ കർമ്മം ചെയ്യപ്പെടുന്നത് വേദോക്തമായ കർമ്മം ചെയ്യപ്പെടുന്നത് അതായത് വേദോക്തമായ കർമ്മം എന്ന് പറഞ്ഞാൽ ഈ വേദത്തിൽ പറയുന്ന തരത്തിൽ കർമ്മം അനുഭവിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് അപ്രത്യക്ഷമായി കാണപ്പെടുന്നില്ല, അപ്രത്യക്ഷമായിട്ട് പ്രകാശിക്കുന്നില്ല. കാരണം നമ്മളൊരു കർമ്മം ചെയ്തിട്ട് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അപ്രത്യക്ഷമായിട്ട് പ്രകാശിക്കുന്നതായിട്ട് അത് കാണുന്നില്ല. നമുക്ക് മരിച്ചു കഴിഞ്ഞാൽ അതെന്താണ് സംഭവിക്കുന്നത്? ആ കർമ്മത്തിൻ്റെ ഫലം നമ്മൾ ആ രൂപത്തിൽ പ്രകാശിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല. മരിച്ചാൽ എന്താ സംഭവിക്കുന്നത് നമുക്കറിയില്ല. അപ്പൊ അവിടെ വെച്ചിട്ട് നമ്മൾ അനുഭവിക്കുന്നുണ്ടോ? അതാണ് ചോദിക്കുന്നത്. മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ സംഭവിക്കുന്നത്? പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാൻ പറ്റില്ല. അപ്രത്യക്ഷമായ രൂപത്തിലും ഒരു തരത്തിലും പ്രകാശിക്കുന്നുമില്ല. അത് അപ്രത്യക്ഷമാവുകയാണ്. മരിച്ചാൽ അപ്രത്യക്ഷമാവുകയാണ്. അത് അവിടെ കിടന്നിട്ട് ഏതൊരു രൂപത്തിൽ പ്രകാശിക്കുന്നതായിട്ടൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. പരലോകത്തെ പറ്റി നമുക്കറിയില്ല. അതുകൊണ്ട് അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞു തരുക എന്ന് പറയുകയാണ്. അപ്പൊ നാരദൻ പറയുകയാണ്, മനുഷ്യൻ ഏതൊന്നുകൊണ്ട് കർമ്മം ആരംഭിക്കുന്നത്? ഒരാൾ കർമ്മം ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? ആ ബ്രഹ്മം, എനിക്കൊരു കർമ്മമുണ്ട്, അത് ചെയ്യാൻ വേണ്ടിയാണ് എന്നെ ശരീരം, ആ ബ്രഹ്മം തന്നെ വന്ന് ഒരു ശരീരരൂപം സരിച്ചിട്ട് ഞാൻ എന്നൊരു ചിന്തയുണ്ടാക്കിയിട്ട് കർമ്മം ചെയ്യുകയാണ്. ഉദാഹരണമായിട്ട് ഒരു റോഡ് വെട്ടുകയാണ് അതിൻ്റെ ലക്ഷ്യം. ഞാൻ റോഡ് വെട്ടി എന്നിട്ട് മരിക്കുന്നു. മരിച്ചു കഴിഞ്ഞാൽ ആ ആത്മാവ് എന്നെ സംബന്ധിച്ചിടത്തോളം ആ റോഡ് ആവശ്യം തന്നെയാണ്. ആ റോഡ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ആ ബ്രഹ്മം തന്നെയാണ് ഈ ആത്മാവ്. അത് തന്നെയാണ് വന്നിട്ട് എന്നെ കൊണ്ട് കർമ്മം ചെയ്തിട്ട് ഒരു റോഡ് വെട്ടിച്ചിട്ട് ഈ ശരീരം കളയുകയാണ് ചെയ്യുന്നത്. ആത്മാവിന് മാറ്റമൊന്നുമില്ല. അപ്പോൾ ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം ഒരു റോഡ് വെട്ടിയിട്ടുണ്ട്. ആ റോഡ് വെട്ടാൻ വേണ്ടിയിട്ട് ഒരു ശരീരം വേണം. അതുകൊണ്ട് ആ ഒരു ശരീരം എടുത്തിട്ടിട്ട് റോഡ്, ഉദാഹരണമായിട്ട് എനിക്ക് ഒരു മണ്ണ് കളക്കണമെന്ന് വെച്ചോ, ഞാൻ ഒരു മൺവെട്ടി എടുത്ത് കൈമ പിടിച്ചിട്ട് ഒരു മണ്ണ് കളച്ചിട്ട് മൺവെട്ടി അങ്ങ് കളയുകയാണ്. എൻ്റെ കാര്യം സാധിച്ചിട്ടുണ്ട്. അതുപോലെ ആ ജീവാത്മാവ് ഒരു കർമ്മം ചെയ്യാനായിട്ട് ഒരു ശരീരമാവുന്ന എൻ്റെ അടുത്ത് ഒരു ശരീരം ഉണ്ടാക്കിയിട്ട് അതിൽ കയറിയിട്ട് കർമ്മം ചെയ്തിട്ട് ആ ശരീരം എടുത്ത് കളയുന്നു ആവശ്യം കഴിഞ്ഞപ്പോൾ. പക്ഷെ ആ കർമ്മമാടെ പൂർത്തീകരിച്ചിട്ടുണ്ട്. അത് വന്നിരിക്കുന്ന കർമ്മം ചെയ്യാനാണ്. ആരാണ് യഥാർത്ഥത്തിൽ ആരാണ് ഈ മണ്ണ് വെട്ടിയിരിക്കുന്നത്? ഈ പരമാത്മാവാണ്, ഈ ശ്രീഹരിയാണ്. അത് തന്നെയാണ് ഞാനായിട്ട് വന്നത്. അതുകൊണ്ട് മനഃപ്രധാനമായ ലിംഗശരീരം കൊണ്ട് അനുഭവിക്കുന്നു. അത് അനുഭവിക്കുന്നുണ്ട്. മരിച്ചു കഴിയുമ്പോൾ അവിടെ ഇരുന്നു കൊണ്ട് ആ ബലം, ഏതൊരു ശക്തിയാണോ, ആ നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മളെ ഉള്ളിൽ ചിന്തകൾ പോകുന്നുണ്ട്. ഞാൻ ജനിക്കുന്ന ഇന്ന് എന്ന കാര്യങ്ങൾ ചെയ്യാനാണ്. മരിക്കുമ്പോഴും ചെയ്ത കാര്യങ്ങളും ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലൂടെ ഭാഗത്തിൽ പോകുന്നുണ്ട്, കടന്നു പോകുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ അറിയുന്നുണ്ട്, ഞാൻ ഈ ശരീരമല്ല, ഞാൻ ആത്മാവിന് മരണമില്ല. അതുകൊണ്ട് അത് അനുഭവിക്കുന്നുണ്ട്, എപ്പോഴും അത് അനുഭവിക്കുന്നുണ്ട്. ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ അതിനാടെ തൃപ്തി തന്നെയാണ്. ഇപ്പൊ യുദ്ധത്തില് ശത്രുക്കളെ കൊല്ലാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇപ്പം ഞാനാണ് മിലിറ്ററിയിലാണ് ജോലി. ആ ജോലി ചെയ്താൽ ശത്രുക്കൾ വരുന്നുണ്ട്, അവിടെ വെടിവെച്ച് കൊല്ലണം എന്ന് വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? ആ യൂണിഫോം ഇട്ടിട്ട് അവിടെ പോയിട്ട് ശത്രുക്കളെയെല്ലാം കൊന്നിട്ട് യൂണിഫോം എല്ലാം അയച്ചിട്ട് വീട്ടിൽ വരും. ഞാൻ തൃപ്തിയാണോ എന്ന് കഴിഞ്ഞാൽ തൃപ്തിയാണ്. ഞാൻ പോയിട്ട് കൊന്നിട്ടുണ്ട്. ആ യൂണിഫോം ഇട്ടിട്ടാണ് കൊല്ലാൻ പറ്റുക. അതുപോലെ ആ ജീവാത്മാവ് വന്നു, ഒരു ശരീരം എടുത്തിട്ടു, കർമ്മം ചെയ്തു, തിരിച്ചുപോയി. അതുണ്ട്. അതുകൊണ്ട് മനഃപ്രധാനമായ ലിംഗശരീരം കൊണ്ട് അനുഭവിക്കുന്നുണ്ട്. ഏതൊരു പ്രകാരം എന്നാൽ സ്വപ്നത്തില് ജീവൻ, നമ്മൾ സ്വപ്നത്തില് ഈ ശരീരം ഉപേക്ഷിക്കും. എന്നിട്ട് നമ്മൾ എന്തെല്ലോ ആസ്വദിക്കുന്നുണ്ട്. സ്വപ്നത്തിൽ നമ്മൾ ഈ ശരീരം ഉപേക്ഷിച്ചിട്ട് നമ്മൾ ആസ്വദിക്കുകയാണ്. നമ്മൾ വലിയൊരു സിനിമ നടനെല്ലായിട്ട് അഭിനയിക്കുന്നതായിട്ട് ആസ്വദിക്കുകയാണ്. ഈ ശരീരമുള്ളവർ അത് ആസ്വദിക്കാൻ പറ്റില്ല. ശരീരം എടുത്ത് കളഞ്ഞപ്പോൾ ആസ്വദിക്കുന്നുണ്ട്.
അതുപോലെ ആ ജീവാത്മാവ് ശരീരം എടുത്തിട്ട് ഒരു കർമ്മം ചെയ്തിട്ട് ശരീരം എടുത്ത് കളയുമ്പോൾ അടിയിരുന്നിട്ട് ആ കർമ്മത്തെ നോക്കിയിട്ട് ആസ്വദിക്കുന്നുണ്ട്. ഇനി 62 പറയുകയാണ്, ഇവർ എൻ്റേതാണ്, ഞാൻ ഇന്നവനാണ് എന്നെല്ലാം ചിന്തിച്ചുകൊണ്ട് മനസ്സിനാൽ ഏതേതു കർമ്മത്തെ എടുക്കുന്നുവോ, നമ്മൾ മനസ്സിൽ പല കർമ്മങ്ങളും ചെയ്യുകയാണ്. ഇന്ന കർമ്മമെല്ലാം എൻ്റെതാണ്, ഇത് ചെയ്യണം, മനസ്സിൽ ഈ കർമ്മം ചെയ്യണം എന്നെല്ലാം ചിന്തിച്ചുകൊണ്ട് ഏതേത് കർമ്മത്തെ എടുക്കുന്നുവോ അതെല്ലാം തൻ്റെ കർമ്മം തന്നെയാണ്, ആ പരമാത്മാവിൻ്റെ കർമ്മം തന്നെയാണ്, ആ പരമാത്മാവായ ശക്തി തന്നെയാണ് ഞാനായിട്ട് വന്നിരിക്കുന്നത്. അത് ഞാൻ എന്ന വ്യക്തിയിലൂടെ സ്വീകരിച്ചിട്ട് നടപ്പാക്കുകയാണ്. ആ ഞാൻ എന്ന ഒരു വ്യക്തി ഞാനായിട്ട് ചിന്തിച്ചുകൊണ്ട് എൻ്റെ വർക്കായിട്ട് ചിന്തിച്ചുകൊണ്ട് ഞാൻ വന്നിട്ട് കർമ്മം ചെയ്യുകയാണ്. അത് എൻ്റെ കർമ്മം തന്നെയാണ്. പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? പുനർജന്മവും വേണ്ടി വരുന്നുണ്ട്. കാരണം ഈ ജന്മത്തിൽ തീർക്കാൻ പറ്റാത്ത കർമ്മമാണെങ്കിൽ അടുത്ത ജന്മത്തിലും വന്നിട്ട് ബാക്കിയും ചെയ്യേണ്ടി വരും. അപ്പം നമ്മൾ പിന്നെയും ജനിക്കേണ്ടി വരും. ഈ കർമ്മം തന്നെ എന്നിലൂടെയാണ് നാളെ ബാക്കി ചെയ്യേണ്ടെങ്കിൽ നാളെ ഞാൻ ജനിക്കേണ്ടതായി വരും. ഈ കർമ്മം തന്നെ വേണമെന്നില്ല. വലിയൊരു കർമ്മത്തിന്റെ ഒരു ചെറിയ ഭാഗമാണ് ഇവിടെ നാം ചെയ്യുന്നത്. അടുത്ത ജന്മത്തിൽ ഒരു വലിയ കർമ്മം അങ്ങനെ യുഗങ്ങളോടുകൂടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ലോകം പുരോഗമിക്കുകയാണ്. അപ്പൊ അടുത്ത ജന്മത്തിൽ വേറൊരു, അതെല്ലാം തുടർച്ചയായ എല്ലാ പ്രപഞ്ച നിർമ്മിതിയുടെ ഭാഗമായിട്ടുള്ള കർമ്മങ്ങളുടെ ചെറിയ ചെറിയ ഭാഗങ്ങളാണ് നമ്മൾ നിർവഹിക്കുന്നത്. ഇനി 63 എന്താണ് പറയുന്നത്? ഇപ്രകാരം 2 പ്രകാരമുള്ള ജ്ഞാനകർമ്മം ഇന്ദ്രിയ ചേഷ്ടകളാല്, ഇങ്ങനെ 2 തരത്തിലുള്ള ജ്ഞാനത്തിലൂടെയും ഇന്ദ്രിയങ്ങളിലൂടെയും എല്ലാം ചെയ്യുന്ന കർമ്മങ്ങളുടെ ചിത്തം പൂർവദേഹ സംബന്ധിയായ കർമ്മം അനുഷ്ഠിക്കപ്പെടുന്നു. പണ്ട് ചെയ്ത കർമ്മത്തിന്റെ തുടർച്ചയായിട്ട് തന്നെയാണ് നമ്മൾ ഈ ജന്മത്തിലും കർമ്മം ചെയ്യുന്നത്. കാരണം ലോകം കൃതയുഗം കൃതയുഗം എന്ന് പറഞ്ഞാൽ ഗോത്ര കാലഘട്ടം, കൊളോണിയലിസം, ഇന്നത്തെ മുതലാളിത്തം, കമ്മ്യൂണിസം, പിന്നെ സുന്ദരമായ ഒരു വസുദൈവ കുടുംബം, ഈ ക്രമത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സൃഷ്ടിക്രമത്തിൽ ഓരോ ഘട്ടത്തിലും നമ്മൾ ജനിച്ചിട്ട് കർമ്മങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തതിൻ്റെ തുടർച്ചയായിട്ട് ചെയ്യേണ്ടതായി വരികയാണ്. 64 പറയുകയാണ്, ഈ ദേഹത്തിൽ ഒരിക്കലും ഒരിടത്തും അനുഭവപ്പെടാത്ത കാര്യങ്ങൾ, നമ്മളെ ജീവിതത്തിൽ ഒരിക്കലും ചെയ്യാതെ അനുഭവപ്പെടാത്ത കാര്യങ്ങൾ ചിലപ്പോൾ സ്വപ്നത്തിൽ അനുഭവപ്പെട്ടേക്കാം. സ്വപ്നത്തിൽ ചിലപ്പോൾ നമ്മൾ കണ്ടെന്ന് വരാം. ഈ ജന്മത്തിൽ ചെയ്ത കാര്യമായിരിക്കില്ല, ഈ ജന്മത്തിൽ ചെയ്ത കാര്യങ്ങളൊന്നും തന്നെ ആകണമെന്നില്ല. ഇനി 65 അതുകൊണ്ട് 65 പറയുകയാണ്, അത് കുറച്ച് മനസ്സിലാക്കാൻ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ദേഹാഭിമാനിയായ ജീവനെ ഈ ജന്മത്തിൽ ഒരു ശരീരം സ്വീകരിച്ചിട്ടുണ്ട്, കഴിഞ്ഞ ജന്മത്തിലും ഒരു ശരീരം സ്വീകരിച്ചിട്ടുണ്ട്. അങ്ങനെ പല ശരീരങ്ങൾ സ്വീകരിച്ചു കൊണ്ടുപോവുകയാണ്. ലിംഗദേഹം അതിൽ അഭിമാനിച്ചിരിക്കുന്ന വ്യക്തിയാണ്. ഇപ്പം പൂർവ്വജന്മത്തിലുള്ള അനുഭവത്തിലൂടെ സംഭവിച്ചത് ചിലപ്പോൾ സ്വപ്നത്തിൽ ദർശിച്ചേക്കാം. അപ്പം പണ്ടത്തെ ജന്മത്തില്, കഴിഞ്ഞ ജന്മത്തില് വേറൊരു ശരീരം എടുത്തിട്ട് അനുഭവിച്ച കാര്യങ്ങൾ ചിലപ്പോൾ സ്വപ്നത്തിൽ ദർശിച്ചേക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ സ്വപ്നത്തിൽ കാണുന്ന സംഭവങ്ങൾ ഈ ജന്മത്തിലാകണമെന്നില്ല, കഴിഞ്ഞ ജന്മത്തിൽ സംഭവിച്ച ചില കാര്യങ്ങളും, കാരണം ഇതൊരു ചെയിനായിട്ട് പോവുകയാണ്. അത് വേദത്തിൽ തന്നെ പറയുന്നുണ്ട്, ജനിക്കുന്ന സമയത്ത് കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത കാര്യങ്ങളെല്ലാം മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. ജനിക്കുമ്പോൾ അതങ്ങ് മറന്നു പോവുകയാണ്. അതൊരു ചെയിനാണ്, ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ തുടർന്ന് ചെയ്തു പോവുകയാണ്. പക്ഷെ ഞാനെന്ന ചിന്ത വരുമ്പോൾ മറന്നു പോകുന്നു. അപ്പോൾ കഴിഞ്ഞ ജന്മത്തിലെ സംഭവങ്ങളും ചിലപ്പോൾ ഈ ജന്മത്തിലൂടെ സ്വപ്നത്തിലൂടെ ഓടി മറിഞ്ഞെന്ന് വരാം എന്നാണ് ഇവിടെ
പറയുന്നത്. അതെല്ലാം വലിയ ഗവേഷണം. എങ്ങനെ ഗവേഷണം നടത്തുമോ എന്തോ. മുമ്പ് അനുഭവിച്ചിട്ടില്ലാത്ത കാര്യം മനസ്സിൽ സ്ഫുരിക്കില്ല. അതുകൊണ്ട് മുൻപ് അനുഭവിക്കാതെ, ജീവിതത്തിൽ അനുഭവിക്കാത്ത ഒരു കാര്യവും മനസ്സിൽ ഇങ്ങനെ സ്ഫുരിക്കില്ല എന്ന് പറഞ്ഞു വെക്കുകയാണ്. ഇനി 66. കാരണം മനസ്സ് തന്നെയാണ് മനുഷ്യന്റെ കഴിഞ്ഞുപോയ ശരീരാകാരങ്ങളെയും ഭാവിയിൽ ഉണ്ടാകാവുന്നതിനെയും ഉണ്ടാവാനിടയില്ലാത്തതിനെയെല്ലാം വെളിവാക്കുന്നത്. മനസ്സിലൂടെയാണ് എല്ലാം വെളിവാകുന്നത്. ഉണ്ടായതും ഉണ്ടാകാനിരിക്കുന്നതും ഭാവി കഴിഞ്ഞ കാലത്തിൽ ഉണ്ടായതുമെല്ലാം മനസ്സിലൂടെയാണ് വെളിവാകുന്നത് എന്ന് പറയുകയാണ്. ഇനി 67. എന്നാൽ ഇവിടെ വേറൊന്നും കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. സ്വപ്നത്തിൽ ചിലപ്പോൾ മനസ്സിൽ മുമ്പ് കാണാത്തതും കേൾക്കാത്തതുമായ കാര്യങ്ങൾ, കാണാനും കേൾക്കാനും സാധ്യമല്ലാത്ത ചില കാര്യങ്ങൾ, ഉദാഹരണമായിട്ട് ഒരു തെങ്ങിന്റെ മേലെ ഒരു ആന കയറി നിന്നു എന്നുള്ളൊരു സ്വപ്നം കണ്ടെന്ന് വെച്ചോ. തെങ്ങിന്റെ മേലെ ആന കയറി നിൽക്കുകയാണ്. സ്വപ്നം കണ്ട്, സ്വപ്നത്തിലത് കാണാൻ, അത് പണ്ട് ഒരു കാലത്തും നമ്മൾക്ക് കാണാൻ സാധ്യതയില്ല. അല്ലെ അങ്ങനത്തെ എന്തോ സംഭവങ്ങൾ, സ്ഥലം, സമയം, ക്രിയ എന്നിവയെ ആശ്രയിച്ച് കാണപ്പെട്ടത് അങ്ങനെ വല്ലതും കാണപ്പെടുന്നുണ്ടെങ്കിൽ അത് മനസ്സിൽ സംഭവിക്കുന്ന ഏതോ നിദ്രാദോഷം കൊണ്ട് സംഭവിച്ചതാണെന്ന് മനസ്സിലായിക്കൊള്ളണം. അപ്പം മനസ്സിൽ ഉറക്കം ശരിയല്ലാത്ത അവസരങ്ങളിൽ, ഉറക്കമൊന്നും ശരിയാത്ത സമയത്തെല്ലാം ചിലപ്പോൾ എന്തെങ്കിലും കണ്ടെന്ന് വരും. അത് ആ നിദ്രാദോഷം കൊണ്ടുണ്ടാകുന്ന സ്വപ്നങ്ങളാണ്. അതിനൊന്നും കയറിയിട്ട് എടുത്തേക്കരുത്. കഴിഞ്ഞ ജന്മത്തിൽ അനുഭവിച്ചത് ഇത് പറഞ്ഞത് കൊണ്ട്, അപ്പം ചിലതെല്ലാം കഴിഞ്ഞ ജന്മത്തിൽ കാണുന്നതെല്ലാം മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട് എന്ന് പറയാം. ഈ ജന്മത്തിലും കഴിഞ്ഞ ജന്മത്തിലും നമ്മൾ തന്നെ പല സ്വപ്നങ്ങളും കഴിഞ്ഞ സംഭവങ്ങളിൽ ചിലതെല്ലാമായിട്ട് അതിന് ബന്ധമുണ്ടാവും. അത് കഴിഞ്ഞ ജന്മമല്ല, ഈ ജന്മത്തിലെ കഴിഞ്ഞ ചില സംഭവങ്ങളിലായിട്ട് ബന്ധമുണ്ടാവും. അത് കഴിഞ്ഞ ജന്മത്തിൽ ആകാമെന്ന് പറയുകയാണ്. പക്ഷെ അതുകൊണ്ട് എല്ലാം കയറി അങ്ങനെയൊന്നും ചിന്തിച്ചേക്കരുത്. നടക്കാൻ ഒട്ടും സാധ്യതയില്ലാത്ത കാര്യങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞാൽ അത് നിദ്രാദോഷം കൊണ്ട് സംഭവിക്കുന്നതാണ്. അപ്പം മനസ്സിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? 68 പറയുകയാണ്, ഇന്ദ്രിയങ്ങൾക്ക് വിഷയീഭവിക്കുന്ന സംഭവങ്ങളെല്ലാം ക്രമത്തിൽ വന്നു പോകുന്നുണ്ട്. നമ്മുടെ മനസ്സിൽ നമ്മൾ കാണുന്ന ഒരാൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ കാണുന്ന മനസ്സിൽ ഇങ്ങനെ ക്രമത്തിൽ വന്ന് പെടുന്നുണ്ട്. പക്ഷേ എല്ലാം ക്രമത്തിൽ വന്നു ചേരുന്നുണ്ട്. പലതും നമ്മൾ നടന്നു പോകുമ്പോൾ പലതും കാണുന്നുണ്ട്. പക്ഷേ ഭോഗാനന്തരം അതിൻ്റെ ആവശ്യം കഴിയുമ്പോൾ എന്ത് പറ്റുന്നു? കൂട്ടത്തോടെ മനസ്സിൽ നിന്നും അത് അകന്നു പോവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ മനസ്സിലത് നിൽക്കുന്നില്ല. ആവശ്യമുള്ളത് മാത്രമേ അവിടെ പിടിച്ചു വെക്കും, ബാക്കിയെല്ലാം എടുത്ത് ദൂരെ കളയാം. എല്ലാ ജീവന്മാർക്കും എന്തുണ്ട്? മനസ്സും ഉണ്ട്. ഇനി 69 ഭഗവത് സമീപത്ത് വർത്തിക്കുന്ന വിശുദ്ധ സാത്വിക മനസ്സ്, നമ്മൾ ഭഗവാന്റെ ചിന്തയിൽ തന്നെ, ആ ബ്രഹ്മത്തിന്റെ, നിർഗുണമായ ബ്രഹ്മത്തിന്റെ ചിന്തയിൽ മുഴുകിക്കൊണ്ട് ശാന്തമായി നിൽക്കുക. സാത്വികമെന്നാണ് അതിൽ ഉറച്ചു നിൽക്കുന്ന മനസ്സ് വിശ്വം മുഴുവൻ ഉൾക്കൊണ്ട പോലെ. അപ്പോൾ എന്തായിരിക്കും? ആ മനസ്സ് വിശ്വം മുഴുവൻ വ്യാപിച്ച പോലെ. ഏതുപോലെ എന്നാൽ ചന്ദ്രഗ്രഹണത്തിന് രാഹു വന്ന് മൂടുന്നത് പോലെ, രാഹു മുഴുവൻ കവർ ചെയ്യുന്ന പോലെ ആ ഒരവസ്ഥയിലേക്ക് മനസ്സായിത്തീരും. ഇനി 70 എന്നിട്ട് പിന്നെ ജീവാത്മാവിനെ പറ്റി പറയുകയാണ്. ബുദ്ധി, മനസ്സ്, ഇന്ദ്രിയങ്ങൾ, അവയുമായി ബന്ധപ്പെട്ട എല്ലാം ചേർന്ന ലിംഗശരീരം. ഈ ശരീരം ഞാൻ എൻ്റേത് എന്ന ദൈവികമായ ജീവാത്മാവിൽ നിന്നും അകന്നിരിക്കുന്നില്ല. ഈ ജീവാത്മാവ് ഈ ശരീരവും ഇന്ദ്രിയങ്ങളും എല്ലാമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് വർത്തിക്കുന്നത്. ഏത്? ഭൗതിക ലോകത്തിൽ. 71 എന്നാൽ സുഷുപ്തിയിൽ ഞാനില്ല. മോഹാലസ്യം വരുമ്പോഴും ഈ ഞാനെന്ന ചിന്തക്ക് ഭംഗം വരുന്നുണ്ട്. ജീവാത്മാവ് ഞാനെന്നൊരു ചിന്ത ഉണ്ടാക്കുന്നില്ല.
വിരഹദുഃഖം, വലിയ വിരഹദുഃഖം ഉണ്ടാകുമ്പോഴും മൃത്യു, കഠിന ജ്വരം, നല്ല ജ്വരം പിടിക്കുക എന്നിവയിലും ഇന്ദ്രിയങ്ങളുടെ വ്യാകുലത കാരണം. അപ്പൊ ഇന്ദ്രിയങ്ങൾ വ്യാകുലപ്പെട്ട് കിടക്കുന്ന അവസരങ്ങളിൽ ഞാൻ എന്ന പ്രതീതി സുവ്യക്തമാകുന്നില്ല. അപ്പോൾ ഞാൻ എന്ന ചിന്തക്ക് കുറച്ച് മങ്ങലുണ്ടാകുന്നുണ്ട്. അപ്പോൾ വിരഹദുഃഖം, അതുകൊണ്ടാണ് വിരഹത്തിലൂടെയാണ് ഞാൻ എന്ന ചിന്ത ഇല്ലാതാകുന്നത്. വിരഹം, ഒരാൾ വിരഹദുഃഖം ഉണ്ടാകുമ്പോൾ അവർക്ക് പിന്നെ തിന്നാനും കുടിക്കാനും ഉള്ള ഒരു താല്പര്യമില്ല, വസ്ത്രം പോലും ചിന്തിക്കില്ല. അപ്പോഴാണ് വിരക്തി എന്നൊരു ഭാവത്തിലേക്ക് ഒരു താൽക്കാലികമായിട്ടെങ്കിലും ഒരു വിരക്തി എന്ന അവസ്ഥ ഉണ്ടാകുന്നത്. ഞാൻ എന്ന ഒരു ചിന്ത ക്രമത്തിൽ മങ്ങലേൽക്കുന്നുണ്ട്. അപ്പൊ ഇന്ദ്രിയങ്ങളെല്ലാം എന്താകുന്നുണ്ട്? വ്യാകുലതപ്പെടുന്നുണ്ട്. എപ്പോഴെല്ലാം? സുഷുപ്തിയിലും മോഹാലസ്യം ഉണ്ടാകുമ്പോഴും വിരഹദുഃഖത്തിലും മൃത്യു സമയത്തും കഠിന ജ്വരമെല്ലാം ഉള്ളപ്പോൾ ഈ ഞാൻ എന്നതിന് ചെറിയ ഭംഗം സംഭവിക്കുന്നുണ്ട്. ഇനി 72 കർത്തവാവിന്റെ ദിവസം ചന്ദ്രനെ കാണാത്തതുപോലെ യുവത്വം വന്നവരെന്തുണ്ട്? അഹന്താസ്വരൂപമായ ലിംഗശരീരമുണ്ട്. ഒരാൾ യുവാവാകുമ്പോഴാണ് അഹന്ത, ഞാനെന്ന അഹന്ത ഉണ്ടാകുന്ന, ഞാൻ ആണ് പെണ്ണ് ഇങ്ങനെയെല്ലാം ഉള്ള ചിന്തകളെല്ലാം ഉണ്ടല്ലോ, അത് യുവത്വം വരുമ്പോഴാണ് സംഭവിക്കുന്നത്. അപ്പോഴാണ് ആ ലിംഗശരീരം ആക്റ്റീവ് ആകുന്നത്. അത് ഗർഭസ്ഥ ശിശുവിലും ബാല്യാവസ്ഥയിലും പൂർണ്ണ വികാസം പ്രാപിക്കാത്തത് കൊണ്ട് കാണപ്പെടുന്നില്ല. അതുകൊണ്ടാണ് കുട്ടികൾക്ക് അങ്ങനെ ആണ് പെണ്ണ് അല്ല, അങ്ങനെയല്ല, ലിംഗശരീരത്തെ പറ്റി ഇപ്പോൾ കൊടുക്കാതെയെല്ലാം കുട്ടികൾ നടക്കുന്നില്ല. അത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ അവരുടെ ശരീരം പൂർണ്ണമായിട്ട് ഫങ്ഷൻ ചെയ്തിട്ടില്ല, അവരുടെ ഗ്രന്ഥികളൊന്നും പൂർണ്ണമായിട്ട് വർക്ക് ചെയ്യുന്നില്ല. ഗ്രന്ഥികളെല്ലാം പ്രവർത്തിക്കുമ്പോഴാണ് പിന്നെ ഉടുപ്പെല്ലാം എടുത്തിടുന്നത്. അല്ലെങ്കിൽ അവനിൽ ആ പൂർണ്ണ വളർച്ച എത്തിയിട്ടില്ലെങ്കിൽ ചെറിയ കുട്ടികളെല്ലാം എന്താണ് ഉടുപ്പിടാതെയെല്ലാം അങ്ങ് നടക്കും. ഇനി 73 സ്വപ്നത്തിൽ ഇല്ലാത്ത വസ്തു ഉണ്ടാകുന്നത് പോലെ, നമ്മൾ സ്വപ്നാവസ്ഥയിലാണുള്ളത്, അപ്പോൾ ഇല്ലാത്ത വസ്തുക്കളെല്ലാം നമ്മൾ ഉള്ളതായിട്ടെല്ലാം തോന്നും. അതേപോലെ ഈ ശരീരം നശിച്ചു കഴിഞ്ഞാൽ, ഈ സ്ഥൂല ശരീരം വിട്ട ജീവാത്മാവിന് പിന്നെയും ജനനവും മരണവും എടുക്കേണ്ടതായിട്ട് വരും. ഈ ശരീരം വിട്ട് പോയി കഴിഞ്ഞാലും അതിന് പിന്നെയും ജനനവും മരണവും അതിനെ വിട്ടുമാറുകയില്ല, പിന്നെ അത് ജനിക്കുകയും മരിക്കുകയും ചെയ്യേണ്ടതായിട്ട് വരും. ഇനി 74 പറയുന്ന പഞ്ചതന്മാത്രകളാൽ നിർമ്മിച്ചതും അല്ലെ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിച്ചതും വേണമെങ്കിൽ ലളിതമായിട്ട് പറയാം. 10 തത്വങ്ങളോടുകൂടിയത്. ഈ 10 തത്വം എല്ലാം പണ്ടേ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ജ്ഞാനേന്ദ്രിയം, കർമ്മേന്ദ്രിയങ്ങളെല്ലാം അതിൽ പെടും. മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം ഇങ്ങനെയെല്ലാം വരുന്ന തത്വങ്ങൾ. ത്രിഗുണം എന്ന് പറഞ്ഞാൽ സാത്വ, രജോ, തമോ ഗുണത്തിന്റെ അടിസ്ഥാനത്തിലാണ് സൃഷ്ടിക്രമങ്ങളെല്ലാം. അങ്ങനെ ഉണ്ടാകുന്ന ലിംഗ സൂക്ഷ്മദേഹം, ദേഹത്തോട് ഏതൊരു ചേതനയാണോ ചേർന്നിട്ട് അതിന് ജീവൻ നൽകുന്നത്, അതാണ് അതിന് ചേതന നൽകുന്ന ശക്തി വിശേഷത്തെയാണ് ജീവൻ എന്ന് പറയുന്നത്. ഇനി 75 ഈ സൂക്ഷ്മദേഹത്തിലൂടെ ജീവൻ സ്ഥൂലദേഹത്തെ സ്വീകരിക്കുന്നു. സൂക്ഷ്മമായിരിക്കുന്ന ദേഹത്തിലൂടെ ജീവൻ സ്ഥൂലദേഹത്തെ, ഇത് നമ്മളീ കാണുന്ന ഈ സ്ഥൂലദേഹത്തിൽ സൂക്ഷ്മമായ ഒരു ദേഹമുണ്ട്. അതിലാണ് ജീവൻ വർക്ക് ചെയ്യുന്നത്. കാരണം ഈ ജീവൻ എന്ന് പറയുന്നത് വളരെ സൂക്ഷ്മമായതാണ്. അത് ജനിക്കുന്നതിന് മുമ്പിലുള്ള പ്രേരക, അതിനെ പ്ലാനിങ് എന്ന് പറയാം. അതിനാണ് ജീവാത്മാവ് എന്നെല്ലാം പറയുന്നത്. ആ പ്ലാനാണ് പ്രേരക ശക്തി. ആ പ്രേരക ശക്തിയാണ് ഈ സൂക്ഷ്മമായ ശരീരത്തിൽ കയറിയിട്ട് അതിന് ജീവൻ പ്രദാനം ചെയ്യുന്നത്. ആവശ്യം കഴിയുമ്പം അതെന്ത് ചെയ്യും?
ഈ ശരീരത്തെ, സൂക്ഷ്മ ശരീരത്തെ ഉപേക്ഷിക്കുകയും ചെയ്യും. അപ്പോഴാണ് മരണം സംഭവിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്കുള്ള കാലഘട്ടത്തിൽ അതെന്ത് ചെയ്യും? ആ ശരീരവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സന്തോഷം, സന്താപം, ഭീതി, ദുഃഖമെല്ലാം പ്രാപിക്കുന്നു. ആ ശരീരത്തിൽ കിടക്കുമ്പോഴാണ് അതിന് ദുഃഖവും ഇതെല്ലാം ആ രൂപത്തിൽ അനുഭവിക്കുന്നത്. 78 ഈ ജീവാത്മാവ് ഒന്നുവിട്ട് മറ്റൊന്നിലേക്ക് പോകുന്ന എങ്ങനെയാണെന്ന് പറയുകയാണ്. ഒരു പുല്ലട്ട, പുല്ലുമ്മലുള്ള ഒരു അട്ട, അതിങ്ങനെ പിടിച്ച് തന്നെ അതിൻ്റെ അകത്ത് നിൽക്കും, ആ പുല്ലുമ്മൽ. എന്നിട്ട് വിട്ടുപോകേണ്ട സമയം ഇതിൽ നിന്ന് ഒരൊറ്റ ചാട്ടം മറ്റേ ഇവിടെ നിന്നുകൊണ്ട് മറ്റേനെ ഏന്തി പിടിച്ചിട്ട് ഇതങ്ങ് വിടും, പിന്നെ മറ്റേലേക്ക്. അതുവരെ ഇതിൽ പിടിച്ചാണ് നിൽക്കുക. അതുപോലെ ജീവാത്മാവ് ഇതിൽ നിന്നുകൊണ്ട് ഇതിൻ്റെ സ്വഭാവ വിശേഷങ്ങളെല്ലാം കാണിക്കും. ഇത് ആണാണോ പെണ്ണാണോ, ഇതാണാണെങ്കിൽ ആണിൻ്റെ സ്വഭാവം, അതിലുള്ള എല്ലാ ശരീരത്തിന് യോജിച്ച സ്വഭാവ വിശേഷങ്ങളെല്ലാം അത് പ്രകടിപ്പിക്കും. അത് വിട്ടുപോകില്ല. പിന്നെ അത് വേറൊരു ശരീരത്തിലേക്ക് കാണുമ്പോൾ പിന്നെ ഇതുമായിട്ട് ഒരു ബന്ധുവില്ല, പിന്നെ അതിൽ ഒട്ടിച്ചേർന്ന് കൊണ്ട് അതിനനുസരിച്ച് അതിൻ്റെ സ്വഭാവങ്ങൾ മാറും. ഇത് ആൺ ശരീരമാണെങ്കിൽ അത് ചിലപ്പോൾ എത്തുന്നത് പെൺശരീരമായിരിക്കും, ചിലപ്പോൾ അത് പട്ടീൻ്റെ ശരീരമായിരിക്കും. അതിലേക്ക് പോകുമ്പോൾ അതിൻ്റെ സ്വഭാവങ്ങളാണത് കാണിക്കുക. അപ്പോഴാണ് സംസാരത്തിൽ, ഈ സംസാരമാകുന്ന ലോകത്തിൽ അത് എത്തിച്ചേരുന്നത് ഈ ശരീരം സ്വീകരിക്കുമ്പോഴാണ്. ഒരു പുല്ല് നിന്ന് മറ്റൊരു പുല്ലിലേക്ക്, അങ്ങനെ. അപ്പോൾ ജീവാത്മാക്കൾക്ക് സംസാര സാഗരത്തിലാണ് സംസാര സാഗരത്തിലെ ലിംഗശരീരത്തിൻ്റെ സ്വഭാവമാണ് അത് പ്രകടമാക്കുന്നത്. ഇനി 78 എന്താ പറയുന്നതെന്ന് വെച്ചാൽ, എപ്പോൾ ഇന്ദ്രിയങ്ങളിലൂടെ അനുഭവിക്കാനുള്ള ഭോഗങ്ങളെ ചിന്തിച്ചുകൊണ്ട് ഒരു ജീവാത്മാവ് ശരീരത്തിൽ പ്രവൃത്തി ഇന്ദ്രിയങ്ങളുടെ അനുഭവിക്കാനുള്ള ഭോഗസുഖങ്ങൾ അനുഭവിക്കാനുള്ള താല്പര്യമുണ്ടായിക്കൊണ്ട് ചിന്തിച്ചുകൊണ്ട് അവർക്ക് വേണ്ടിയുള്ള കർമ്മങ്ങൾ ചെയ്യുക. ഭോഗസുഖം അനുഭവിക്കാൻ വേണ്ടി എന്തെങ്കിലും കർമ്മങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നുവോ അപ്പോൾ അവിദ്യ എന്ന നിലയിലാണ് അവൻ പ്രവർത്തിക്കുന്നത്. അവിദ്യ എന്ന് പറഞ്ഞാൽ മോഡേൺ സയൻസ്. ഈ പ്രപഞ്ചത്തിലുള്ള ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവൻ പ്രവർത്തിക്കുന്നത്. അതിലാണ്, അവിദ്യയിലാണ് നിലനിൽക്കുന്നത്. അതിലൂടെ ആ ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബന്ധനങ്ങളും അതിൻ്റെ കൂടെ ഉണ്ടാകും. ഒരു കർമ്മം ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ എന്തുണ്ടാവും? ആ ദേഹത്തിന് ബന്ധനങ്ങളും ഉണ്ടാകും. എനിക്കിപ്പം ആരെങ്കിലും അടുത്ത് നിന്ന് എന്തെങ്കിലും കിട്ടണ്ടെങ്കിൽ അയാളുമായിട്ടൊരു ബന്ധം ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാവുകയാണ്. എന്തെങ്കിലും കർമ്മം ചെയ്യുമ്പോൾ ആ കർമ്മവുമായിട്ട് ബന്ധപ്പെട്ടവരുമായിട്ടെല്ലാം ആ വസ്തുക്കളും എല്ലായിട്ടും ബന്ധനങ്ങളിൽ അകപ്പെടുകയാണ്. അങ്ങനെയാണ് ബന്ധനങ്ങൾ ഉണ്ടാകുന്നത്. 79 കൊണ്ട് 79 പറയും, അതിനാൽ ആ കർമ്മബന്ധത്തിൽ നിന്നും വേർപെട്ട് കണ്ടിട്ടിൽ ആ ബന്ധനം വഴി കണ്ടിക്ക് ഒരൊറ്റ വഴിയേ ഉള്ളൂ, ശ്രീഹരിയെ ലോകം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നവനായിട്ട് കണ്ട്. ഈ പ്രപഞ്ചം മുഴുവൻ ഏതിൽ നിന്നുണ്ടായോ ആ ബ്രഹ്മമായിട്ട് ഈ പ്രപഞ്ചത്തെ മുഴുവൻ കണ്ടുകൊണ്ട് ആ ഭാവനയോടെ ഭജിക്കുന്നവർക്ക് മാത്രമേ എന്ത് പറ്റുള്ളൂ? ആ കർമ്മബന്ധങ്ങളിൽ നിന്നും മോചനം നേടുകയുള്ളൂ. അപ്പം ഈ കാണുന്നതെല്ലാം വ്യത്യസ്തമായി കാണുന്നതെല്ലാം മതിയാക്കിയിട്ട് ആകെ ബ്രഹ്മമേ ഉള്ളൂ, എനിക്കൊന്നും കാണണ്ട, ആകെ ബ്രഹ്മമേ എന്നുള്ള ചിന്തയോടുകൂടി ആ ചിന്തയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റുമെങ്കിൽ നമുക്ക് ഈ കർമ്മബന്ധത്തിൽ നിന്നും മുക്തി നേടാം, ബന്ധനത്തിൽ നിന്നും മുക്തി നേടാം. കാരണം സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും എല്ലാം അവൻ തന്നെയാണ് എന്ന ചിന്തയിലേക്ക് നമ്മൾ പോകണം. 80 മൈത്രേയൻ പറയുകയാണ്, ഇത്തരത്തിൽ നാരദ മഹർഷി പ്രാചീന മഹർഷിസിനെ ആത്മതത്വം വിവരിച്ചു കൊടുത്ത ശേഷം അവിടെ നിന്നും യാത്ര പറഞ്ഞ് സിദ്ധലോകത്തിലേക്ക് പോയി. ഇപ്പൊ ഇതെല്ലാം കേട്ട 81 പറയുകയാണ് പ്രാചീന മഹർഷിസ് അദ്ദേഹത്തിന് ഇതെല്ലാം ഉപദേശിച്ചു കൊടുത്താണ്. അങ്ങേരുടെ കർമ്മമെല്ലാം കഴിഞ്ഞ് പുത്രന്മാരെല്ലാം വലുതായി, പിന്നെ അങ്ങേരാണ് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം പ്രജകളുടെ സംരക്ഷണമെല്ലാം പുത്രന്മാരെ പറഞ്ഞേൽപ്പിച്ചിട്ട്
തപസ്സിനായിട്ട് കപിലാശ്രമത്തിലേക്ക് പോയി. അവിടെ വെച്ചിട്ട് എല്ലാ വിഷയാസക്തികളെയും എല്ലാ ഭൗതിക സുഖങ്ങളെയും ഉപേക്ഷിച്ചുകൊണ്ട് മറ്റു എല്ലാ വിഷയങ്ങളും കാണുന്നതും കേൾക്കുന്നതും എല്ലാം ഉപേക്ഷിച്ചിട്ട് ഏകാഗ്രചിത്തനായി മനസ്സിൽ ആ ബ്രഹ്മത്തെ മാത്രം ചിന്തിച്ചാൽ പിന്നെ കണ്ണും മൂക്കൊന്നും തുറക്കണ്ട. മൂക്ക് വേണമല്ലോ ശ്വസിക്കാൻ, കണ്ണും ചെവിയൊന്നും വേണ്ട, കാണിയും വേണ്ട. എപ്പോഴും മനസ്സിൽ തന്നെ ചിന്തിച്ചിട്ട് ബ്രഹ്മത്തെ മാത്രം ചിന്തിച്ചുകൊണ്ട് ഏകാഗ്രചിത്തനായി ശ്രീഹരിയെ ഭജിച്ചുകൊണ്ട് ആ സ്വരൂപത്തെ പ്രാപിച്ചു. എന്നിട്ട് പറയുകയാണ്, നാരദമുനി ഉപദേശിച്ച 83 നാരദമുനി ഉപദേശിച്ച ഈ തത്വം ഏതൊരാൾ ചൊല്ലുകയും കേൾക്കുന്നുവോ അവർക്കെന്ത് പറ്റും? ലിംഗദേഹമുക്തി. ഈ ശരീരമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ചിട്ട് എല്ലാ ബന്ധനങ്ങളും പൊട്ടിച്ചിട്ട് മുക്തി നേടാൻ പറ്റുമെന്ന് പറയുകയാണ്. ഇത് കേൾക്കുകയും ഈ കഥ കേൾക്കുകയും കേൾപ്പിക്കുകയും ചെയ്യുന്നവർക്ക്. ഇനി 84 പറയാണ്, ഈ ശ്രീഹരിയുടെ കഥ ആകെ ശരിയായി. ഇതെല്ലാം സാധാരണ അവസാനം പറഞ്ഞ് അവസാനിപ്പിക്കുന്ന പോലെ ശരിയായ നിലയിൽ അർത്ഥം മനസ്സിലാക്കുന്നു, അവരുടെ മനസ്സെല്ലാം ശുദ്ധമാകും. പിന്നെ അവരെ സംസാര ഈ ചക്രത്തിൽ അകപ്പെട്ടിട്ട് നഷ്ടം തിരിയേണ്ടി വരികയില്ല എന്നുള്ള കാര്യങ്ങൾ അങ്ങനെ ആ ബ്രഹ്മസാക്ഷാത്കാരത്തിലെത്തും എന്നുള്ള നിലയിൽ പറയുകയാണ്. എന്നിട്ട് 85 എന്നിട്ട് അവസാനം 85 മൈത്രേയൻ പറയുകയാണ്, ഈ പുരഞ്ജന ചരിത്രം ആത്മീയ കാര്യങ്ങളെല്ലാം അടങ്ങിയ ഈ ആത്മീയ തത്വം അടങ്ങിയ ഈ പുരഞ്ജന ചരിത്രം ഞാൻ ഗുരുമുഖത്ത് നിന്നാണ് മനസ്സിലാക്കിയത്, കേട്ടത്. ഗുരുമുഖത്ത് നിന്ന് കേട്ടതാണ്. എന്നിട്ട് ഈ തത്വം ശരിയായ നിലയിൽ ബോധിച്ചവന്റെ ജീവന് എന്ത് സംഭവിക്കുന്നു എന്ന് പറയുകയാണ്. ആ ജീവൻ സ്ത്രീയോട്, അതായത് മായാരൂപമായ ബുദ്ധിയോട് ചേർന്നിട്ടുള്ള, മായാൽ ബന്ധിതമാണ് ഈ ശരീരവും ഈ പ്രപഞ്ചവും ഈ ലോകവും എല്ലാം തന്നെ. അതിലോട് ചേർന്നിട്ടുള്ളതാണ് നമ്മുടെ ബുദ്ധി. ആ ബുദ്ധിയോട് ചേർന്നിട്ടുള്ള ആസ്പദം അല്ലെങ്കിൽ അഹങ്കാരം ഇല്ലാതാകും. ഞാനെന്ന അഹങ്കാരം ഇല്ലാതാകും. ആ ജീവന് ഈ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട ഞാനാണ്, ഈ ശരീരം ഞാനാണ് എന്നുള്ള ചിന്ത, ആ ശരീരത്തെ അടിസ്ഥാനമാക്കിയുള്ള അഹങ്കാരം എല്ലാം താനെ ഇല്ലാതാകും. അതോടുകൂടി ഇഹലോകം പരലോകം ഈ തരത്തിലുള്ള ചിന്തകളെല്ലാം അങ്ങ് ഇല്ലാതാകും. പിന്നെ അവനെ സംബന്ധിച്ചുള്ള ഇഹലോകവും ഇല്ല, പരലോകവും ഇല്ല, ഒന്നുമില്ല. അവനെന്തായി? സാക്ഷാൽ ബ്രഹ്മമായി മാറി.